നമ്മുടെ പ്രസിഡന്റിന് അധികാരമുണ്ട്. അപ്പൊ അങ്ങനെ പ്രസിഡന്റ് ലോക്സഭ പിരിച്ചുവിടുകയാണെങ്കിൽ അടുത്ത ലോക്സഭ വരുന്നത് വരെ എന്ത് ചെയ്യണം? സ്പീക്കർ ആ സ്ഥാനത്ത്. ഹായ് ഓൾ, നമസ്കാരം. ഇന്ന് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ഏരിയാസ്, അത് PSC സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഈ ഒരു ക്ലാസ്സിന്റെ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുകയാണെങ്കിൽ ഈ ഒരു ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട് PSC ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെല്ലാം, അതുപോലെ തന്നെ അതിന്റെ കണക്റ്റഡ് ഫാക്ട്സ് എല്ലാം തന്നെ നമുക്ക് പഠിച്ചു പോകാനായിട്ട് സാധിക്കും. സോ ഇന്ന് പാർലമെന്റ് എന്ന് പറയുന്ന ഏരിയ ഉണ്ടല്ലോ, നമ്മുടെ ഗവൺമെന്റിന്റെ ഘടകങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് ലെജിസ്ലേറ്റീവിനെ പറ്റി പഠിക്കാനായിട്ടുണ്ട് അല്ലെ, നിയമനിർമ്മാണ സഭയെ പറ്റി പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് വരുന്ന കുറച്ച് സബ് ടോപ്പിക്കുകളാണ്, അതിനകത്ത് നിന്നും ചോദിച്ചിട്ടുള്ള കുറച്ച് ഏരിയാസ് ആണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകിയിട്ടുള്ളത്. അപ്പൊ ഈ ടോപ്പിക്സ് പഠിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ഈ ടോപ്പിക്സ് നല്ലതുപോലെ പഠിച്ച് റിവിഷൻ ചെയ്തിട്ട് പോവുക. PSCയുടെ ചോദിച്ച ഏരിയാസ് ഇതൊക്കെയാണ്. എന്തൊക്കെയാണ് നമുക്ക് നോക്കിയാലോ? പഠിക്കാം. നോക്കൂ, ലോക്സഭ, രാജ്യസഭ. ഓക്കെ, ലോക്സഭ സ്പീക്കറിനെ പറ്റിയിട്ടും സ്പീക്കറിന്റെ പുറത്താക്കലിനെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ PSC ചോദിച്ചിട്ടുണ്ട്. നിയമസഭാ കൗൺസിൽ, നിയമനിർമ്മാണ സഭയല്ല, നിയമസഭാ കൗൺസിലിനെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ബില്ലുകളുമായി ബന്ധപ്പെട്ടും ബില്ല് നിയമമാകുന്ന ഘട്ടങ്ങളുമായി ബന്ധപ്പെട്ടും സംയുക്ത സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെയാണ് ഈ ഒരു ഏരിയയിൽ നിന്നും, നമ്മുടെ ലെജിസ്ലേറ്റീവ് എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ നിന്നും ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആ ചോദ്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെട്ടാലോ? നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, ഒരു ബുക്കും പേപ്പറും എടുത്ത് റെഡി ആയിട്ടിരിക്കുക. ഞാനൊരു 10-15ഓളം ചോദ്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് തരാനായിട്ട് പോവുകയാണ്. സോ ആദ്യം ചോദ്യം കാണുമ്പോൾ നിങ്ങൾക്ക് അതിന് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, പെട്ടെന്ന് ആൻസേഴ്സ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് മാത്രം ഞാൻ ആൻസർ പറയുമ്പോൾ നിങ്ങൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് മാർക്ക് ചെയ്യുക. ആൻഡ് ഫൈനലി നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ള കാര്യം കൂടി നിങ്ങൾ കമന്റ് ചെയ്യണം. അതാവുമ്പോൾ നമുക്ക് ഇതൊരു എക്സാമിനോടൊപ്പമുള്ള ഒരു റിവിഷൻ ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഓക്കെ, റെഡി ആണല്ലോ? ഓക്കെ ആണല്ലോ? ശരി, അങ്ങനെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ സാധൂകരിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പ്രസ്താവനകൾ ഒന്ന് വായിച്ചു നോക്കിക്കേ. എന്തൊക്കെയാണ്? ലോക്സഭ ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭയിലെ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് FPTP അനുസരിച്ചിട്ടാണ്. ഇന്ത്യയിൽ ഇപ്പോൾ 543 ലോക്സഭാ മണ്ഡലങ്ങളുണ്ട്. ആൻഡ് ഓപ്ഷൻ ഡി, രാജ്യസഭയുടെ നടപടികൾ നിയന്ത്രിക്കുന്നത് സ്പീക്കറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആ ഓപ്ഷൻസ് നോക്കുക. BCD തെറ്റ്, ABD തെറ്റ്, ABC തെറ്റ്, ACD തെറ്റ്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യാം. ജസ്റ്റ് നിങ്ങൾ ആൻസർ എന്താണെന്ന് വെച്ചാല് മാർക്ക് ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായത്തിൽ, നിങ്ങളുടെ അറിവ് വെച്ചിട്ട് എന്താണ് ആൻസർ ആയിട്ട് വരുന്നത് എന്ന് മാർക്ക് ചെയ്തോ? ചെയ്തെങ്കിൽ ഞാൻ ആൻസറിലേക്ക് പോകട്ടെ. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി എന്ന് പറഞ്ഞാല് എയും ബിയും ഡിയും തെറ്റാണ്. ഓക്കെ, എയും ബിയും ഡിയും തെറ്റാണ്. ലോക്സഭ ഒരു സ്ഥിരം സഭയാണോ? അല്ല, ലോക്സഭ ഒരു സ്ഥിരം സഭയല്ല. രാജ്യസഭയാണ് ഒരു സ്ഥിരം സഭ അല്ലെ. ഇനി രാജ്യസഭയിലെ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് FPTP അനുസരിച്ചിട്ടാണോ? നമ്മൾ പോയിട്ട് വോട്ട് ചെയ്തിട്ടാണോ അവരെ വിജയിക്കുന്നത്? അല്ല, അതും തെറ്റാണ്. ഇനി ഇന്ത്യയിൽ ഇപ്പോൾ 543 ലോക്സഭാ നിയോജക മണ്ഡലങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ഇനി നാലാമത്തെ എന്താണ്? രാജ്യസഭയുടെ നടപടികൾ നിയന്ത്രിക്കുന്നത് സ്പീക്കർ ആണോ? നമുക്കറിയാം, ലോക്സഭയുടെ അധ്യക്ഷനെയാണ് നമ്മൾ സ്പീക്കർ എന്ന് വിളിക്കുന്നത്. രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് രാജ്യസഭയുടെ ചെയർമാൻ ആണ് അല്ലെ. സോ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എയും ബിയും ഡിയും തെറ്റാണ്. ABD തെറ്റാണ്. നിങ്ങൾക്ക് കിട്ടിയ ആൻസർ ഓപ്ഷൻ ബി ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്ന് റിവിഷൻ ചെയ്താലോ ആ ഒരു ഏരിയ? നോക്കൂ, നമുക്കറിയാം ലോക്സഭ എന്തല്ല, ഒരു സ്ഥിരം സഭയല്ല. ലോക്സഭയ്ക്ക് കൃത്യമായ കാലാവധി ഉണ്ട് അല്ലെ. എത്രയാണ് കാലാവധി? 5 വർഷമാണ് അല്ലെ. ലോക്സഭയുടെ കാലാവധി എത്രയാണ്?
5 വർഷമാണ്. ഇനി ലോക്സഭ അംഗങ്ങളുടെ കാലാവധി ചോദിച്ചാലും നമ്മൾ പറയും 5 വർഷമാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ? അത് നല്ല വൃത്തിയായിട്ട് പഠിക്കണേ. ലോക്സഭ ഒരു സ്ഥിരം സഭ അല്ല. ഓക്കെ, ലോക്സഭയ്ക്ക് എന്തുണ്ട്? കാലാവധി ഉണ്ട്. എത്രയാണ് കാലാവധി? 5 വർഷമാണ്. ലോക്സഭയുടെ കാലാവധി ചോദിച്ചാലും ലോക്സഭാ അംഗങ്ങളുടെ കാലാവധി ചോദിച്ചാലും അവിടെ 5 വർഷം പറയുക. എന്നാൽ രാജ്യസഭയുടെ കേസ് അങ്ങനെയാണോ? അല്ല. രാജ്യസഭ എന്താ മക്കളെ? ഒരു സ്ഥിരം സഭയാണ് അല്ലെ? രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭയ്ക്ക് കാലാവധി ഉണ്ടോ? രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല. ഓക്കെ, രാജ്യസഭയുടെ കാലാവധി എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, രാജ്യസഭയ്ക്ക് എന്തില്ല? പ്രത്യേകിച്ച് ഒരു കാലാവധി പറഞ്ഞിട്ടില്ല. ഇനി രാജ്യസഭ അംഗങ്ങളുടെ കാലാവധി. ഓടിപ്പോയി ഈ ചോദ്യങ്ങൾ കാണുമ്പോൾ ഓടിപ്പോയി അങ്ങ് ആൻസർ ചെയ്യരുത്. ഒറ്റ തവണ പെട്ടെന്ന് വായിച്ചു പോയി ആൻസർ ചെയ്യരുത്. ബിക്കോസ് എപ്പോഴും PSC നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് രാജ്യസഭയുടെ കാലാവധി ഇത്രയാണ്, അല്ലെങ്കിൽ രാജ്യസഭ അംഗങ്ങളുടെ കാലാവധി ഇല്ല എന്നുള്ള രീതിയിലൊക്കെ പറയും. അപ്പൊ നമ്മൾ പെട്ടെന്ന് ശരിയാണല്ലോ എന്ന് പറഞ്ഞിട്ട് നേരെ ഓടിപ്പോയിട്ട് ആൻസർ ചെയ്യും. പക്ഷെ പിന്നീട് ഒന്നുകൂടെ വായിക്കുമ്പോഴല്ലോ അംഗങ്ങളുടെ കാലാവധി ആണല്ലോ ചോദിച്ചത്. ഒരുപാട് പേർക്ക് അങ്ങനത്തെ അബദ്ധം പറ്റിയിട്ടുണ്ട്. സോ നമുക്കത് പറ്റരുത് കേട്ടോ. അതുകൊണ്ട് ശ്രദ്ധിച്ച് പഠിക്കുക. രാജ്യസഭയ്ക്ക് കാലാവധി ഉണ്ടോ എന്ന് ചോദിച്ചാൽ രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല. രാജ്യസഭ അംഗങ്ങളുടെ കാലാവധി എത്രയാണ്? 5 വർഷം എന്ന് പറയല്ലേ? രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ്. ലോക്സഭാ അംഗങ്ങളുടെ കാലാവധി 5 വർഷമാണ്. മറന്നുപോകല്ലേ. രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി എത്രയാണ്? 6 വർഷമാണ്. ഓരോ 2 വർഷം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പഠിക്കണേ. ഓരോ 2 വർഷം കൂടുമ്പോഴും കാലാവധി പൂർത്തിയാക്കിയ 1/3 അംഗങ്ങൾ എന്ത് ചെയ്യുന്നു? പിരിഞ്ഞു പോകുന്നു. മനസ്സിലായോ? ഓരോ 2 വർഷം കൂടുമ്പോഴാണ്. 2 വർഷം കൂടുമ്പോൾ 1/3 അംഗങ്ങൾ 6 വർഷം കാലാവധി പൂർത്തിയാക്കി എന്ത് ചെയ്യും? ഇറങ്ങും. അപ്പൊ അടുത്ത അംഗങ്ങൾ അങ്ങോട്ടേക്ക് എലക്ട് ചെയ്ത് കയറും. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു പാറ്റേൺ. അതുകൊണ്ട് തന്നെയാണ് രാജ്യസഭയ്ക്ക് എന്തില്ല എന്ന് പറയുന്നത്? കാലാവധി ഇല്ലെന്ന് പറയുന്നത്. ഇനി സംസ്ഥാന നിയമസഭകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് രാജ്യസഭാ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് അല്ലെ? നമ്മൾ പോയിട്ടാണോ രാജ്യസഭാ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത്? അല്ലല്ലോ. അവിടെ നമ്മൾ ജയിപ്പിച്ചു വിട്ട നിയമസഭയിലെ അംഗങ്ങളുണ്ടല്ലോ, ആ നിയമസഭയിലെ അംഗങ്ങൾ ചേർന്നിട്ടാണ് രാജ്യസഭയിലെ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യസഭയിലെ തെരഞ്ഞെടുപ്പ് രീതി എങ്ങനെയാണ്? ആനുപാതിക പ്രാതിനിധ്യമാണ് അല്ലെ? പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ ബൈ മീൻസ് ഓഫ് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട്. അവിടെ FPTP പറയരുത്. FPTP അല്ല. FPTP ലോക്സഭയുടെ ഇലക്ഷൻ രീതിയാണ്. രാജ്യസഭയുടെ ഇലക്ഷൻ രീതി ചോദിക്കുകയാണെങ്കിൽ എന്താണ്? ആനുപാതിക പ്രാതിനിധ്യം വഴിയാണ്, ഏക കൈമാറ്റ വോട്ട് രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പൊ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് എന്ന് ചോദിച്ചാൽ പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ അഥവാ ആനുപാതിക പ്രാതിനിധ്യം ഓർത്തു വെച്ചിരിക്കുക. മനസ്സിലായോ? രാജ്യസഭയുടെ തെരഞ്ഞെടുപ്പ് രീതി എങ്ങനെയാണ്? ആനുപാതിക പ്രാതിനിധ്യം അഥവാ പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ ആണ്. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന രീതി എന്ന് പറയുന്നത് ജനസംഖ്യ അടിസ്ഥാനമായിട്ട് ജനങ്ങൾ നേരിട്ട് ചെന്നിട്ടാണ് അവരെ തെരഞ്ഞെടുക്കുന്നത്. അതിനെയാണ് ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. FPTP ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം എന്ന് നമ്മള് വിളിക്കുന്നു. ഓക്കെ, അപ്പൊ അത് പഠിച്ചു വെച്ചിരിക്കുക. അപ്പൊ ഇനി മറന്നു പോകുന്നില്ലല്ലോ. രാജ്യസഭയുടെ ഇലക്ഷൻ രീതി എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ അഥവാ ആനുപാതിക പ്രാതിനിധ്യമാണ്. ലോക്സഭയുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന രീതി എന്ന് പറയുന്നത് FPTP സമ്പ്രദായമാണ്. ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം രീതിയിലാണ് നടക്കുന്നതെന്ന് ഓർത്തു വെച്ചിരിക്കുക. ഇനിയും നമുക്ക് ആ അംഗസംഖ്യ ഒന്ന് കൃത്യമായിട്ടൊന്ന് പഠിച്ചിട്ട് പോകുക. ലോക്സഭയുടെ പരമാവധി അംഗസംഖ്യ എന്ന് പറയുന്നത്, നമ്മുടെ ഭരണഘടനയിൽ പറയുന്ന പരമാവധി അംഗസംഖ്യ എന്ന് പറയുന്നത് 550 ആണ്. 550 എന്ന് പറയുമ്പോൾ 530 സീറ്റുകൾ സംസ്ഥാനങ്ങൾക്കും 20 സീറ്റുകൾ എന്താണ്? കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമായിട്ട് വിഭജിച്ചു കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ലോക്സഭയുടെ പരമാവധി എന്നുള്ള വാക്ക് അവിടെ ഓർത്തു വെച്ചിരിക്കുക. ആകെ അംഗസംഖ്യ എന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഭരണഘടനാ പ്രകാരമുള്ള പരമാവധി അംഗസംഖ്യ എന്ന് ഓർത്തു വെച്ചിരിക്കുക. അങ്ങനെ ചോദിച്ചാൽ നമ്മൾ പറയേണ്ട നമ്പർ എത്രയാണ്? 550 ആണ്.
മനസ്സിലായോ? ഇനി ചില പുസ്തകങ്ങളിൽ 552 എന്ന് കിടപ്പുണ്ട്. അത് പണ്ടത്തെ മറ്റേ ആംഗ്ലോ ഇന്ത്യൻസ് രണ്ടുപേരെയും കൂടെ ചേർത്തിട്ടാണ്. അപ്പൊ നിലവിലെ പരമാവധി അംഗസംഖ്യ എത്രയാണ്? 550 ആണ്. അതിൽ 530 സംസ്ഥാനങ്ങൾക്കും 20 കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമായിട്ട് കൊടുത്തിരിക്കുകയാണ്. എന്നാൽ നമ്മളോട് ചോദിച്ചത് നിലവിലെ കാര്യമായിരുന്നു അല്ലെ? ലോക്സഭയുടെ നിലവിലെ അംഗസംഖ്യ എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? 543 ആണ്. 550 വരെ മാക്സിമം ആകാം എന്ന് പറയുമ്പോൾ നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്ന നമ്പർ എന്ന് പറയുന്നത് 543 ആണ്. അതില് 524 പേര് സംസ്ഥാനങ്ങളിൽ നിന്നും 19 പേര് കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമാണ്. മനസ്സിലായോ? ലോക്സഭയുടെ നിലവിലെ അംഗസംഖ്യ 543 ആണ്. അതിൽ 524 പേരാണ്, അതായത് 530 വരെ ആകാം. അതിൽ 524 പേര് സംസ്ഥാനങ്ങളിൽ നിന്നുണ്ട്, 19 പേര് കേന്ദ്രഭരണ പ്രദേശത്തിൽ നിന്നുമുണ്ട്. അത് പഠിച്ചു വെച്ചോണേ. ഇനി സംസ്ഥാനങ്ങളിൽ നിന്നും പരമാവധി നമ്മൾ പറഞ്ഞല്ലോ 530 ആണ് വരേണ്ടത്. എന്നാൽ നിലവിൽ 524 പേരാണുള്ളത്. കേന്ദ്രഭരണ പ്രദേശത്തിൽ നിന്നും പരമാവധി എത്രയെന്ന് ചോദിച്ചാൽ 20 ആണ്. നിലവിൽ എത്രയെന്ന് ചോദിച്ചാൽ അത് 19 ആണ്. മനസ്സിലായോ? അപ്പൊ ലോക്സഭയുടെ ആ ഒരു നമ്പർ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. 550 ആണ് മാക്സിമം. നിലവിൽ 543 ആണ്. അതിൽ 524 സംസ്ഥാനത്തിൽ നിന്നും 19 കേന്ദ്രഭരണ പ്രദേശത്തിൽ നിന്നുമാണ്. ഇനി 550 മാക്സിമം എത്ര പേര് സംസ്ഥാനങ്ങളിൽ നിന്നാകാം? 530 പേര് സംസ്ഥാനത്തിൽ നിന്നാകാം. എത്ര പേര് മാക്സിമം കേന്ദ്രഭരണ പ്രദേശത്തിൽ നിന്നും വരാം? 20 പേര് കേന്ദ്രഭരണ പ്രദേശത്തിൽ നിന്നും വരാവുന്നതാണ്. മനസ്സിലായോ? ക്ലിയർ ആണോ? ആ ഒരു നമ്പർ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകണേ. അങ്ങനെയെങ്കിൽ രാജ്യസഭയിലെ പരമാവധി അംഗസംഖ്യ, നമ്മൾ ഇനി രാജ്യസഭയിലോട്ട് കയറുകയാണ്. രാജ്യസഭയിലെ പരമാവധി അംഗസംഖ്യ നിശ്ചയിച്ചിട്ടുള്ളത് 250 ആയിട്ടാണ്. നിലവിൽ 238 പേര് എന്താണ് സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുണ്ട്. അതായത് എലക്റ്റഡ് ആയിട്ടുള്ള 238 പേരും 12 പേര് നോമിനേറ്റഡ് ആയിട്ടുള്ള അംഗങ്ങളും കൂടെ ചേർന്നിട്ടാണ് 250 എന്നുള്ള പരമാവധി അംഗസംഖ്യ വന്നിട്ടുള്ളത്. മനസ്സിലായോ? രാജ്യസഭയിലെ പരമാവധി അംഗസംഖ്യ ചോദിച്ചാൽ അത് 250 ആണ്. അതിൽ 238 പേര് എന്താണ് ഇലക്ഷനിലൂടെയും 12 പേര് നോമിനേഷനിലൂടെയുമാണ് വരുന്നത്. അപ്പൊ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നവരുടെ എണ്ണം എത്രയാണ്? 12 ആണ് കേട്ടോ. രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നവരുടെ എണ്ണം 12 പേരാണ്. ഇനി നിലവിലെ രാജ്യസഭാ അംഗങ്ങളുടെ എണ്ണമാണ് ചോദിക്കുന്നതെങ്കിൽ നിലവിൽ എത്രയാണ്? 245 ആണ് കേട്ടോ. 250 ഇല്ല, 5 കുറവാണ്, 245. അതില് 225 പേര് എന്താണ് സംസ്ഥാനങ്ങളിൽ നിന്നും, 8 പേര് കേന്ദ്രഭരണ പ്രദേശത്തിൽ നിന്നും, 12 പേര് നോമിനേഷനിലൂടെയുമായിരുന്നു നിലവിലെ രാജ്യസഭാ അംഗങ്ങളുടെ ആ ഒരു എണ്ണം എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ലോക്സഭയുടെ നടപടികൾ നിയന്ത്രിക്കുന്നത് നമുക്കറിയാം, ലോക്സഭാ സ്പീക്കർ ആണ്. രാജ്യസഭയുടെ നടപടികൾ നിയന്ത്രിക്കുന്നത് ആരാണ്? രാജ്യസഭയുടെ ചെയർമാൻ ആണ്. മനസ്സിലായോ? ക്ലിയർ ആണോ? അങ്ങനെയെങ്കിൽ ഇതിനകത്ത് ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് 2019 നമ്മുടെ ജമ്മു കാശ്മീരിന്റെ ആ ഒരു യൂണിയൻ ടെറിട്ടറി എന്നുള്ള ഒരു പദവി എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു അല്ലെ? ആ ഒരു ജമ്മു കാശ്മീരിന് ഒരു 4 സീറ്റ് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ 4 സീറ്റും കൂടെ ചേർത്തിട്ടാണ് ഇവിടെ യൂണിയൻ ടെറിട്ടറിക്ക് 8 സീറ്റുകൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. ബട്ട് ഇപ്പോൾ അത് ആക്ച്വലി 4 സീറ്റുകൾ മാത്രമേ ഉള്ളൂ. ഡൽഹിക്ക് ഒരു 3 സീറ്റും പുതുച്ചേരിക്ക് ഒരു സീറ്റും കൂടെ ചേർത്ത് കേന്ദ്രഭരണ പ്രദേശത്തിൽ നിന്നായിട്ട് മൊത്തത്തിൽ 4 സീറ്റുകൾ മാത്രമാണ് ഉള്ളത്. ഓക്കെ. അപ്പൊ ആ ഒരു സീറ്റുകൾ നിലവിലെ രാജ്യസഭാ അംഗങ്ങൾ എന്നുള്ള ഒരു സംഭവം വരുമ്പോഴത്തേക്കും അവിടെ 225+4+12 എന്നുള്ള ഒരു കാറ്റഗറിയിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. ബട്ട് അത് PSCയിൽ ഇതുവരെ തിരുത്തലുകൾ വന്നിട്ടില്ല. സോ നമ്മള് ഓപ്ഷൻസ് നോക്കിയിട്ട് വേണം ആൻസർ ചെയ്യാനായിട്ട്. അവർ കൂടുതലും ആ ഒരു ഏരിയയിൽ തൊടത്തില്ല, കാരണം തൊട്ടാ പണി കിട്ടുമെന്ന് അവർക്ക് അറിയാം. അതുകൊണ്ട് തന്നെ മാക്സിമം നമ്പർ പഠിച്ചു വെച്ചിരിക്കുക. നിലവിലെ രാജ്യസഭാ അംഗങ്ങളുടെ എണ്ണം ആ ഒരു രീതിയിൽ പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. ഓക്കെ. അപ്പൊ സാധാരണ രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ പറയുന്നത് 233 പേര്, ശ്രദ്ധിക്കുക, 233 പേര് എന്താണ് രാജ്യസഭാ അംഗങ്ങളിലെ എലക്ടഡ് മെമ്പേഴ്സും
അതേപോലെ തന്നെ 12 പേര് നോമിനേറ്റഡ് മെമ്പേഴ്സും. ആ ഒരു രീതിയിൽ നിങ്ങൾ പഠിച്ചു വെച്ചിരുന്നാൽ മതി. അതാണ് മെയിൻ ആയിട്ട് ചോദിക്കുന്നത്. ഓക്കെ, ഇപ്പം ഒഫീഷ്യൽ രേഖകളിൽ ഒന്നും മാറ്റം വന്നിട്ടില്ല. സോ 233 പേര് എന്താണ് എലക്ടഡ് മെമ്പേഴ്സ്. ഓക്കെ, 245 ആണ് സ്ട്രെങ്ത്. ഈ 245-ൽ 233 പേര് എലക്ടഡും 12 പേര് നോമിനേറ്റഡും. ഇത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, അപ്പൊ അതിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അതുകൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഇത് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോ ആ ഒരു കാര്യം മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പൊ ഇനി ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അവിടെ പതറാതെ ഉത്തരം ചെയ്യുമല്ലോ. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ചോദ്യം ഇതാണ്: രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? പെട്ടെന്ന് ആൻസർ ചെയ്തേ. സാമൂഹികവൽക്കരണത്തിന്റെയും പങ്കാളിത്തത്തിന്റെയും പ്രവർത്തനം, സംയോജനത്തിന്റെ പ്രവർത്തനം, രാഷ്ട്രീയ അധികാരം പ്രയോഗിക്കുന്നതിന്റെ പ്രവർത്തനം. ഓക്കെ, ആൻസർ എന്താണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക. 1, 2 മാത്രമാണോ, 3 മാത്രമാണോ, 1, 3 മാത്രമാണോ, അതോ മുകളിൽ പറഞ്ഞവയെല്ലാം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാല് എന്താ ആൻസർ പറയാം? ആൻസർ കിട്ടിയോ? ആൻസർ കിട്ടിയെങ്കിൽ ഞാൻ ആൻസർ പറഞ്ഞു തരട്ടെ. എന്താണ്? മുകളിൽ പറഞ്ഞവയെല്ലാം എന്നുള്ളൊരു ഓപ്ഷൻ ആണ് വരുന്നത്. അതായത് ഇവിടെ രാഷ്ട്രീയ പാർട്ടികള് ജനങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്? രാഷ്ട്രീയമായിട്ട് ബോധവൽക്കരിക്കുകയും രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുണ്ടല്ലേ. അതിനെയാണ് സാമൂഹികവൽക്കരണത്തിന്റെയും പങ്കാളിത്തത്തിന്റെയും പ്രവർത്തനം എന്ന് പറയുന്നത്. സോ അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. മനസ്സിലായോ? രാഷ്ട്രീയ പാർട്ടികള് ജനങ്ങളെ എന്ത് ചെയ്യുന്നു? രാഷ്ട്രീയമായിട്ട് ബോധവൽക്കരിക്കുന്നുണ്ട്, രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ പങ്കെടുക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. സോ അതിനെ നമ്മൾ പറയുന്നു സാമൂഹികവൽക്കരണത്തിന്റെയും പങ്കാളിത്തത്തിന്റെയും പ്രവർത്തനം എന്ന്. ഇനി എന്താണ് ഈ സംയോജനത്തിന്റെ പ്രവർത്തനം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്? വിവിധ ജനവിഭാഗങ്ങളുടെ ആവശ്യങ്ങളും താല്പര്യങ്ങളും ഏകോപിപ്പിച്ച് പൊതുനയങ്ങളാക്കി മാറ്റുന്നതിനെയാണ് സംയോജനത്തിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. മനസ്സിലായോ? വിവിധ ജനവിഭാഗങ്ങളുടെ എന്തൊക്കെ കാര്യങ്ങളാണ്? ആവശ്യങ്ങളും താല്പര്യങ്ങളും എന്തു ചെയ്യുന്നു? ഏകോപിപ്പിക്കുന്നു, എന്നിട്ട് അതിനെ പൊതുനയങ്ങളാക്കി മാറ്റുന്നു. സോ അതിനെ നമ്മൾ പറയുന്ന പേരാണ് സംയോജനത്തിന്റെ പ്രവർത്തനം. ഓക്കെ, അപ്പൊ അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണെന്ന് മനസ്സിലാക്കാം. ഇനി രാഷ്ട്രീയ അധികാരം പ്രയോഗിക്കുന്നതിന്റെ പ്രവർത്തനം എന്ന് നമ്മൾ പറഞ്ഞല്ലോ. നമുക്കറിയാം, രാഷ്ട്രീയ പാർട്ടികൾ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് ഭരണാധികാരം ഏറ്റെടുത്ത് രാജ്യഭരണം നടത്തുന്ന ആ ഒരു രീതിയാണ് നമ്മുടെ ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ അധികാരം പ്രയോഗിക്കുന്നതിന്റെ പ്രവർത്തനം കൂടി അതിനകത്ത് വരുന്നതാണ്. ഓക്കെ, അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന്. അപ്പൊ എന്തൊക്കെയാണ്? രാഷ്ട്രീയ അധികാരം പ്രയോഗിക്കുന്നതിന്റെ പ്രവർത്തനം, സംയോജനത്തിന്റെ പ്രവർത്തനം, സാമൂഹികവൽക്കരണത്തിന്റെയും പങ്കാളിത്തത്തിന്റെയും പ്രവർത്തനം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ ആ ഒരു കാര്യം മനസ്സിലായി എന്ന് ഞാൻ കരുതിക്കോട്ടെ. അങ്ങനെയെങ്കിൽ നമ്മള് അടുത്തതായിട്ടുള്ള ചോദ്യത്തിലേക്ക് പോകുന്നു. ഇത് ഡിഗ്രി ലെവലിൽ ചോദിച്ച ചോദ്യമാണ്. അന്നും പറഞ്ഞ് നമുക്ക് ചോദിക്കത്തില്ല എന്നൊന്നും നിങ്ങൾ കരുതണ്ട. അപ്പോ നോക്കുക, ഇതിന്റെ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓഫീസുകളിൽ നിന്ന് സ്പീക്കറെ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കാനാണ് പറയുന്നത്. 3 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. സഭയിലെ എല്ലാ അംഗങ്ങളുടെയും ഭൂരിപക്ഷം ആവശ്യമാണ്. ഹാജരാകുകയും വോട്ട് ചെയ്യുകയും ചെയ്യുന്ന അംഗങ്ങളുടെ 2/3 ഭൂരിപക്ഷം ആവശ്യമാണ്. പ്രമേയം നീക്കുന്നതിനുള്ള ഉദ്ദേശത്തെ കുറിച്ച് കുറഞ്ഞത് 14 ദിവസത്തെ അറിയിപ്പ് നൽകേണ്ടത് നിർബന്ധമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് ശരി എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിച്ച് വായിച്ച് നോക്കിയിട്ട് ആൻസർ ചെയ്യുക. നിങ്ങൾ ഓപ്ഷൻസ് നോക്കുക. ഓക്കെ, ഓപ്ഷൻസിൽ ശരിയാണ് ചോദിച്ചിട്ടുള്ളത്. 1, 2 ആണോ, 1, 3 ആണോ, 2 ആണോ, 2, 3 ആണോ എന്ന് നോക്കാം. ഓക്കെ, ആൻസർ കിട്ടിയോ? കിട്ടിയിട്ടില്ല എങ്കിൽ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക, ഒന്നുകൂടെ വായിച്ചു നോക്കുക, എന്നിട്ട് ആൻസറിലേക്ക് പോവാം. ഓക്കെ, ഞാൻ ആൻസർ പറയട്ടെ. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 2ഉം 3ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കിയാലോ. 2ഉം 3ഉം എന്ന് പറയുമ്പോഴത്തേക്കും ഹാജരാകുകയും വോട്ട് ചെയ്യുന്ന അംഗങ്ങളുടെ 2/3 ഭൂരിപക്ഷവും ആവശ്യമാണെന്ന് പറയുന്നു.
മൂന്നാമത് എന്താ പറയുന്നത്, പ്രമേയം നീക്കുന്നതിനുള്ള ഉദ്ദേശത്തെ കുറിച്ച് കുറഞ്ഞത് 14 ദിവസം മുമ്പ് ആ ഒരു നോട്ടീസ് നൽകണം എന്നുള്ളത് നിർബന്ധമാണെന്ന് പറയുന്നു. സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആ ഒരു സ്പീക്കറിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, ആ ഒരു പുറത്താക്കുന്ന പ്രൊസീജിയർ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് പെട്ടെന്ന് ലോക്സഭാ സ്പീക്കറിലേക്ക് ഒന്ന് പോകാം. ലോക്സഭാ സ്പീക്കർ ആരാണ്? ഉപരാഷ്ട്രപതിയോ പ്രധാനമന്ത്രിയോ അങ്ങനെ വല്ലവരും ആണോ? അല്ല. സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നത് ലോക്സഭാ അംഗങ്ങളിൽ നിന്നാണ്, അല്ലെ? ലോക്സഭാ അംഗങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നു. ലോക്സഭാ അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ് തീയതിയും മറ്റുമൊക്കെ തീരുമാനിക്കാനുള്ള അധികാരം ആർക്കാണ്? അത് നമ്മുടെ രാഷ്ട്രപതിയാണ് തീരുമാനിക്കുന്നത്. എന്നാണ് ലോക്സഭാ സ്പീക്കറുടെ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. ഇനി സ്പീക്കറുടെ കാലാവധി എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു, സ്പീക്കറുടെ സഭയുടെ കാലാവധി, ലോക്സഭയുടെ കാലാവധി എത്രയാണോ അതാണ് സ്പീക്കറുടെ കാലാവധി. എന്നാൽ സ്പീക്കറുടെ ലോക്സഭാ അംഗത്വം ഇല്ലാതായാലോ അല്ലെങ്കിൽ രാജി സമർപ്പിച്ചാലോ സ്പീക്കർ എന്ത് ചെയ്യുന്നു? സ്ഥാനം ഒഴിയുന്നതായിട്ട് കണക്കാക്കുന്നു. ഇനി സ്പീക്കറിനെ നീക്കം ചെയ്യാനായിട്ട് പോവുകയാണെങ്കിൽ അവിടുത്തെ പ്രൊസീജിയർ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. അതായത് ആദ്യം ഒരു പ്രമേയം അവതരിപ്പിക്കണം. ഒരു പാർലമെന്റ് അംഗം സ്പീക്കർക്കെതിരെ എന്ത് ചെയ്യണം? ഒരു പ്രമേയം അവതരിപ്പിക്കണം. ആ പ്രമേയം പ്രത്യേക ഭൂരിപക്ഷത്തോടെ, പ്രത്യേക ഭൂരിപക്ഷം എന്ന് പറഞ്ഞാല് സ്പെഷ്യൽ മെജോറിറ്റി, അല്ലെ? അതായത് സഭയിൽ ഹാജരായി വോട്ട് ചെയ്യുന്ന 2/3 അംഗങ്ങളുടെ ഭൂരിപക്ഷത്തിനെയാണ് നമ്മള് പ്രത്യേക ഭൂരിപക്ഷം എന്ന് പറയുന്നത്. സോ അങ്ങനെ പാസ്സായാൽ മാത്രമേ സ്പീക്കർക്ക് എന്ത് ചെയ്യത്തുള്ളൂ? സ്ഥാനം നഷ്ടമാവുകയുള്ളൂ. ആ ഒരു പാറ്റേൺ കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കണേ. സ്പീക്കറിനെ നീക്കം ചെയ്യൽ എന്ന് പറയുന്നത്, ഒരു പാർലമെന്റ് അംഗം സ്പീക്കർക്കെതിരെ അവതരിപ്പിക്കുന്ന പ്രമേയം എന്ത് ചെയ്യണം? പ്രത്യേക ഭൂരിപക്ഷത്തോടെ എന്ത് ചെയ്യണം? പാസ്സാക്കണം. പ്രത്യേക ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ മെജോറിറ്റി. സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറയുമ്പോൾ സഭയിൽ ഹാജരായി വോട്ട് ചെയ്യുന്നവരുടെ 2/3 ഭൂരിപക്ഷത്തോടെ പാസ്സാകണം. എങ്കിൽ മാത്രമേ സ്പീക്കറിനെ ആ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഈ പ്രമേയം അവതരിപ്പിക്കുന്നതിന് 14 ദിവസം മുമ്പ്, എത്ര ദിവസം മുമ്പാണ്? 14 ദിവസം മുമ്പ് നോട്ടീസ് മുഖേന വിവരം സ്പീക്കറിനെ അറിയിച്ചിരിക്കണം. മനസ്സിലായോ? അപ്പൊ ആ പ്രൊസീജിയർ മറന്നു പോകല്ലേടാ. സ്പെഷ്യൽ മെജോറിറ്റിയോട് കൂടിയിട്ടാണ് പാസ്സാക്കേണ്ടത്. ആ പാസ്സാക്കുന്നതിന് 14 ദിവസം മുമ്പ് എന്ത് ചെയ്യണം? നോട്ടീസ് നൽകണം. ഇനി ഈ പ്രമേയത്തിൽ വോട്ട് ചെയ്യാൻ സ്പീക്കർക്ക് അധികാരമുണ്ടോ എന്ന് ചോദിച്ചാൽ അധികാരമുണ്ട്. സാധാരണ ലോക്സഭയിൽ നടക്കുന്ന ഒരു ബില്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊന്നും ആദ്യത്തെ ആ ഒരു സമയത്ത് വോട്ട് ചെയ്യാൻ, ഫസ്റ്റ് ഇൻസ്റ്റന്റിൽ വോട്ട് ചെയ്യാൻ സ്പീക്കർക്ക് അധികാരമില്ല. ഓക്കെ. പക്ഷെ എന്തെങ്കിലും ഒരു ടൈ വരികയാണ്, 50-50 എന്നുള്ള ആ ഒരു കാറ്റഗറിയിൽ വരികയാണെങ്കിൽ മാത്രം സ്പീക്കർക്ക് തന്റെ കാസ്റ്റിംഗ് വോട്ട് രേഖപ്പെടുത്തുന്ന ആ ഒരു രീതി മാത്രമേ ആ സ്പീക്കർക്ക് വോട്ടവകാശമായിട്ട് പാർലമെന്റിൽ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ സ്പീക്കർ ലോക്സഭയിൽ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ ഈ ഒരു സ്പീക്കറിനെ നീക്കം ചെയ്യുന്ന പ്രമേയത്തിനകത്ത് ആദ്യം തന്നെ വോട്ട് ചെയ്യാനുള്ള അധികാരം മീൻസ് ആദ്യത്തെ തവണ, അതായത് കാസ്റ്റിംഗ് വോട്ടിന്റെ കേസ് അല്ല, അല്ലാതെ തന്നെ മറ്റുള്ളവർ വോട്ട് ചെയ്യുന്നതോടൊപ്പം വോട്ട് ചെയ്യാനുള്ള അധികാരം ആർക്കും കൊടുത്തിട്ടുണ്ട്? സ്പീക്കർക്കും കൊടുത്തിട്ടുണ്ട്. മനസ്സിലായോ? അപ്പം നീക്കം ചെയ്യാനുള്ള പ്രമേയത്തിന്മേൽ വോട്ട് ചെയ്യാൻ ആർക്ക് അധികാരമുണ്ട്? സ്പീക്കർക്ക് അധികാരമുണ്ട്. ഇനി ലോക്സഭ പിരിച്ചുവിട്ടു, കാലാവധി എത്തുന്നതിന് മുമ്പ് ലോക്സഭ പിരിച്ചുവിട്ടാലും അടുത്ത ലോക്സഭ വരുന്നത് വരെ എന്ത് ചെയ്യണം? സ്പീക്കർ ആ സ്ഥാനത്ത് തുടരേണ്ടതായിട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ ലോക്സഭ ഇനിയിപ്പം പിരിച്ചുവിടുകയാണെങ്കിൽ, ലോക്സഭ പിരിച്ചുവിടാൻ ആർക്ക് അധികാരമുണ്ട്? നമ്മുടെ പ്രസിഡന്റിന് അധികാരമുണ്ട്. അപ്പൊ അങ്ങനെ പ്രസിഡന്റ് ലോക്സഭ പിരിച്ചുവിടുകയാണെങ്കിൽ അടുത്ത ലോക്സഭ വരുന്നത് വരെ എന്ത് ചെയ്യണം? സ്പീക്കർ ആ സ്ഥാനത്ത് ഇരിക്കേണ്ടതാണ്. മനസ്സിലായോ? അപ്പൊ ഇനി ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾ കൃത്യമായിട്ട് ആൻസർ ചെയ്യല്ലോ. 2/3 ഭൂരിപക്ഷം വേണം. അതുപോലെ തന്നെ 14 ദിവസം മുമ്പായിട്ട് നോട്ടീസ് നൽകണം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ സ്പീക്കറെ തെരഞ്ഞെടുക്കുന്നത് ലോക്സഭാ അംഗങ്ങളിൽ നിന്നാണ്. ലോക്സഭാ സ്പീക്കറിനെ തെരഞ്ഞെടുക്കുന്ന തീയതി തീരുമാനിക്കുന്നത് രാഷ്ട്രപതിയാണ്. സ്പീക്കറുടെ കാലാവധി സഭയുടെ കാലാവധിയാണ്. എന്നാൽ അതിന് മുമ്പായിട്ട് സ്പീക്കർ ലോക്സഭാ അംഗത്വം നഷ്ടപ്പെടുകയോ രാജി സമർപ്പിക്കുകയോ ചെയ്താൽ സ്ഥാനം ഒഴിയാം. ഇനി നീക്കം ചെയ്യണമെങ്കിൽ 14 ദിവസം മുമ്പ് നോട്ടീസ് നൽകുക. അതിനുശേഷം പാർലമെന്റിലെ പ്രമേയം അവതരിപ്പിക്കുക. ആ പ്രമേയം
2 ഭൂരിപക്ഷത്തോടു കൂടി പാസ്സാക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരു വോട്ടിൽ തന്നെ നമ്മുടെ സ്പീക്കറും വോട്ട് ചെയ്യും. അങ്ങനെയെങ്കിൽ ആ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ലോക്സഭ പിരിച്ചുവിട്ടാലും അടുത്ത ലോക്സഭ വരുന്നത് വരെ ആ കാലാവധിയിൽ തുടരാൻ ആർക്ക് സാധിക്കുന്നുണ്ട്? സ്പീക്കർക്ക് മാത്രം സാധിക്കുന്നുണ്ട്. മനസ്സിലായോ? ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. പുതിയ ലോക്സഭയുടെ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? ആൻസർ ചെയ്യാൻ നോക്കിക്കേ. പുതിയ ലോക്സഭയുടെ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി നിതിൻ ഗഡ്കരി ആണോ, രാജ്നാഥ് സിംഗ് ആണോ, ഓം പ്രകാശ് ബിർളയാണോ, അതോ കൊടിക്കുന്നിൽ സുരേഷ് ആണോ? ആരാണ്? ആൻസർ കിട്ടിക്കാണുമെന്ന് കരുതുന്നു. ആൻസറിലേക്ക് പോകുന്നു. അത് ഓം ബിർളയാണ്. നമ്മുടെ ലോക്സഭാ സ്പീക്കർ ആരാണ് ഇപ്പോൾ? അത് ഓം ബിർളയാണ്. രാജ്യസഭയുടെ ചെയർമാൻ, അതായത് നമ്മുടെ ഉപരാഷ്ട്രപതി ആരാണ്? അത് CP രാധാകൃഷ്ണൻ ആണ് അല്ലെ. ഇനി രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ ആരാന്ന് ചോദിച്ചാൽ അത് ഹരിവംശ് നാരായൺ സിംഗ് ആണ്. ആരാണ്? ഹരിവംശ് നാരായൺ സിംഗ് ആണ് രാജ്യസഭയുടെ നിലവിലെ ഡെപ്യൂട്ടി ചെയർമാൻ. ലോക്സഭ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ഇപ്പോൾ നിലവിൽ വേക്കന്റ് ആണ്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം പഠിച്ചു വെച്ചിരിക്കുക. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയാണ്. രാജ്യസഭാ ചെയർമാൻ CP രാധാകൃഷ്ണൻ ആണ്. നമ്മുടെ വൈസ് പ്രസിഡന്റ് CP രാധാകൃഷ്ണൻ ആണ്. നമ്മുടെ പ്രസിഡന്റ് ദ്രൗപദി മുർമു ആണ്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. തുടങ്ങിയ കാര്യങ്ങളെല്ലാം പഠിച്ചു വെച്ചേക്കണേ കറന്റ് അഫയേഴ്സിനകത്ത്. അപ്പൊ രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ് നാരായൺ സിംഗ് ആണ്. മനസ്സിലായോ? ക്ലിയർ ആണോ? അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: പാർലമെന്റിന്റെ ചുമതലകളിൽ ഉൾപ്പെടാത്ത ചുമതല ഏതാണ്? പാർലമെന്റിന്റെ ചുമതലകളിൽ ഉൾപ്പെടാത്തതെന്നാണ് ചോദ്യം. ഉൾപ്പെടുന്നതെന്ന് ചെയ്ത് കുറച്ചു പേര് അന്ന് തെറ്റിച്ചതിന്റെ കാര്യം ഉൾപ്പെടാത്ത എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ക്ഷമ അവർക്ക് ഉണ്ടായിരുന്നില്ല. പാർലമെന്റിന്റെ ചുമതലകൾ നിയമനിർമ്മാണം, ശരി, ഓപ്ഷൻ A നിയമനിർമ്മാണം ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അങ്ങനെ ഒരുപാട് പേര് കൊണ്ടുപോയി തെറ്റിക്കുന്നുണ്ട്. അപ്പൊ ഉൾപ്പെടുന്നതാണോ ഉൾപ്പെടാത്തതാണോ എന്ന് ഒന്നുകൂടെ ഡബിൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ടേ നമ്മള് ഓപ്ഷനിലോട്ട് പോകാവുള്ളൂ കേട്ടോ. അപ്പൊ പാർലമെന്റിന്റെ ചുമതലകളിൽ ഉൾപ്പെടാത്ത ചുമതല ഏതെന്ന് ചോദിച്ചാൽ നിയമനിർമ്മാണം, കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കൽ, ഭരണഘടനാ ഭേദഗതി, ബില്ലുകൾ അംഗീകരിക്കൽ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ആൻസർ ഇപ്പൊ തന്നെ കിട്ടിയിട്ടുണ്ടാവും. എന്താണ്? ബില്ലുകൾ അംഗീകരിക്കലാണ് അല്ലെ. നമുക്കറിയാം ബില്ലുകൾ അംഗീകരിക്കാൻ ഉള്ള അധികാരം പാർലമെന്റിനില്ല. അത് അധികാരം ആർക്കാണ്? പ്രസിഡന്റിനാണ് അല്ലെ. ബില്ലുകൾ അവതരിപ്പിക്കുക, പാസ്സാക്കുക എന്ന പ്രൊസീജിയർ മാത്രമേ പാർലമെന്റിനുള്ളൂ. നിയമനിർമ്മാണമാണ് അവിടുത്തെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ കാര്യനിർവഹണ വിഭാഗത്തെ എന്ത് ചെയ്യുന്നുണ്ട്? നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഭരണഘടനാ ഭേദഗതിയൊക്കെ അവതരിപ്പിക്കുന്നത് എവിടെയാണ്? പാർലമെന്റിലാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഉൾപ്പെടാത്ത ചുമതല ചോദിച്ചാൽ ബില്ലുകൾ അംഗീകരിക്കുന്നത് അതിനകത്ത് ഉൾപ്പെടുന്നതല്ല. ഇനി അടുത്ത ചോദ്യം നോക്കിയടാ. ഇന്ത്യ ഗവൺമെന്റിന്റെ നിയമനിർമ്മാണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർ ആരെല്ലാം എന്നാണ് ചോദ്യം. ശ്രദ്ധിച്ച് വേണം ആൻസർ ചെയ്യാൻ. രാഷ്ട്രപതി, ലോകസഭ, രാജ്യസഭ, രാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിസഭ, പ്രധാനമന്ത്രി, ലോകസഭ, രാജ്യസഭ, രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, മന്ത്രിസഭ. എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? രാഷ്ട്രപതി, ലോകസഭ, രാജ്യസഭ. നമുക്കറിയാം ഇന്ത്യൻ ഗവൺമെന്റിന്റെ നിയമനിർമ്മാണ വിഭാഗം എന്ന് പറയുമ്പോൾ അത് ലോക്സഭയും രാജ്യസഭയും മാത്രമല്ല, ലോകസഭയും രാജ്യസഭയും അതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രപതിയും കൂടെ ചേരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പാർലമെന്റ് എന്ന് വിളിക്കുന്നത്, നിയമനിർമ്മാണ സഭ എന്ന് വിളിക്കുന്നത് അല്ലെ. അപ്പൊ രാഷ്ട്രപതി, ലോകസഭ, രാജ്യസഭ. ഓക്കെ അല്ലേ? അപ്പൊ മറന്നു പോകല്ലേ. അപ്പൊ പാർലമെന്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ലോക്സഭ വരുന്നുണ്ട്, രാജ്യസഭ വരുന്നുണ്ട്. അവർ മാത്രമാണോ? അല്ല, രാഷ്ട്രപതി ഉണ്ട്. കാരണം ലോക്സഭയും രാജ്യസഭയിലും അവതരിപ്പിക്കുന്ന ബില്ല് നിയമമാകണമെങ്കിൽ അവിടെ ആര് ഒപ്പുവെക്കണം? രാഷ്ട്രപതി ഒപ്പുവെക്കണം. സോ അതുകൊണ്ടാണ് രാഷ്ട്രപതിയെ കൂടി നിയമനിർമ്മാണ വിഭാഗത്തിന്റെ ഭാഗമാക്കി മാറ്റിയിട്ടുള്ളത്. മനസ്സിലായോ? ക്ലിയർ ആണോ? എങ്കിൽ അടുത്തൊരു ചോദ്യം നോക്കിക്കേ. ഇത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിക്കേ. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ശരിയായ പ്രസ്താവന. ഓക്കെ, 4 പ്രസ്താവനകൾ വായിച്ചോളൂ. രാഷ്ട്രപതി പാർലമെന്റിലെ അംഗമാണ്.
ഉപരാഷ്ട്രപതി പാർലമെന്റിലെ അംഗമാണ്. ലോക്സഭാ സ്പീക്കർക്ക് വീറ്റോ അധികാരമുണ്ട്. ഉപരാഷ്ട്രപതിയാകാൻ 30 വയസ്സ് പൂർത്തിയായിരിക്കണം. ഓക്കെ, അങ്ങനെയെങ്കിൽ നമ്മളോട് ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ്. ശരിയായ പ്രസ്താവനയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഒന്ന് പറഞ്ഞേ, പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. രാഷ്ട്രപതി പാർലമെന്റിലെ അംഗമാണോ? ഓക്കെ, നിങ്ങൾക്ക് ആൻസർ നിങ്ങൾ ഇങ്ങനെ സ്റ്റക്ക് ആയിട്ട് കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ബ്രേക്ക് എടുക്കുക, ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ രാഷ്ട്രപതി പാർലമെന്റിലെ അംഗമാണോ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം രാഷ്ട്രപതി പാർലമെന്റിലെ അംഗമല്ല. ഓക്കെ, ഇനി ഉപരാഷ്ട്രപതി പാർലമെന്റിലെ അംഗമാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. ഓക്കെ, നമ്മൾ രാഷ്ട്രപതിയെ രാജ്യസഭയുടെ അധ്യക്ഷനായിട്ട് പറയുന്നുണ്ടെങ്കിലും രാജ്യസഭയിൽ ഒന്നും അംഗത്വം ആർക്കില്ല. രാജ്യസഭയിലായിക്കോട്ടെ ലോക്സഭയിലായിക്കോട്ടെ അങ്ങനെ അംഗത്വമുള്ള ഒരാൾക്ക് രാഷ്ട്രപതിയായും ഉപരാഷ്ട്രപതിയായും ഇരിക്കാൻ സാധിക്കത്തില്ല. നമ്മൾ 3 വട്ടം പറയുന്ന കാര്യമാണ് അല്ലെ. രാഷ്ട്രപതി ആയിക്കോട്ടെ ഉപരാഷ്ട്രപതി ആയിക്കോട്ടെ അവർ പാർലമെന്റ് അംഗമല്ല. ഇനി ലോക്സഭാ സ്പീക്കർക്ക് വീറ്റോ അധികാരമുണ്ട്. അതായത് ഒരു ബില്ലിനെ നിയമമാക്കി മാറ്റാതെ ഒപ്പിടാതെ തിരിച്ചയക്കാനോ അല്ലെങ്കിൽ പിടിച്ചു വെക്കാനോ അല്ലെങ്കിൽ അതിനകത്തൊന്നും ചെയ്യാതിരിക്കാനുള്ള അധികാരം ലോക്സഭാ സ്പീക്കർക്കുണ്ടോ? ഇല്ല, ലോക്സഭാ സ്പീക്കർക്ക് അല്ല അതിനുള്ള അധികാരമുള്ളത്. നമ്മുടെ ഭരണഘടനാ പ്രകാരം രാഷ്ട്രപതിക്കാണ് എന്തുള്ളത്? വീറ്റോ അധികാരം ചെയ്യാനുള്ള അധികാരമുള്ളത്. അപ്പൊ ലോക്സഭാ സ്പീക്കർക്ക് വീറ്റോ അധികാരമുണ്ടോ? ഇല്ല. ഇനി ഉപരാഷ്ട്രപതിയാകാൻ 30 വയസ്സ് പൂർത്തിയാകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. 30 വയസ്സാണോ ഉപരാഷ്ട്രപതിയാകാൻ വേണ്ടുന്നത്? അല്ല, 35 വയസ്സാണ്. സോ അതും തെറ്റാണ്. അപ്പൊ നമുക്ക് ശരിയായ പ്രസ്താവന ഒന്നുപോലും ഇല്ലല്ലേ. അവരെന്തോ ക്വസ്റ്റ്യൻ ഇട്ടപ്പോ അവർക്ക് ഒരു അബദ്ധം പറ്റി പോയതാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷനിൽ അതില്ലാത്തത് കൊണ്ട് ഓപ്ഷൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ആൻസർ കിട്ടാത്തത് നിങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, ക്വസ്റ്റ്യൻ ഇട്ട ആളുടെ കുഴപ്പം കൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുക, ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ട് നമ്മുടെ മാർക്ക് പോകാം. ഓക്കെ, നമ്മുടെ മാർക്ക് പോകത്തില്ല, അത് ക്യാൻസൽ ആയ അതങ്ങനെ നോർമലൈസ് ചെയ്തോളും. അപ്പൊ അതുകൊണ്ട് അത് പേടിക്കണ്ട. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യാം, കാര്യങ്ങള് അവിടെ നിന്ന് കൺഫ്യൂഷൻ അടിക്കാതെ ഇങ്ങനെ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാല് അത് നോക്കിക്കൊണ്ടിരിക്കും. അയ്യോ, ആൻസർ ഇതെല്ലാം എനിക്ക് അറിയാവുന്ന സ്റ്റേറ്റ്മെന്റ് ആണല്ലോ, എന്നിട്ട് ആൻസർ കിട്ടുന്നില്ലല്ലോ, ഇനി ഇതിനകത്ത് ഞാൻ വായിക്കാതെ പോയ എന്തെങ്കിലും ആണോ പ്രശ്നം എന്ന് നമ്മളിങ്ങനെ ആലോചിച്ച് നമ്മളെ സമയം പോകാൻ ഈ ഒരു ക്വസ്റ്റ്യൻ മതി അല്ലെ. അതുകൊണ്ട് നമുക്ക് ആൻസർ കിട്ടുന്നില്ല എങ്കിൽ അപ്പോഴേ ചാടി അടുത്തതിനകത്തോട്ട് പോവുക. നമ്മുടെ സമയം കളയരുത്, നമുക്ക് ബാക്കിയുള്ളതിനകത്ത് മാർക്ക് സ്കോർ ചെയ്യണ്ടേ. അപ്പൊ ആ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം പഠിക്കാം. ഇന്ത്യയില് ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ നിലവിലുള്ളത്? ഇന്ത്യയിൽ ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ നിലവിലുള്ളത്? പെട്ടെന്ന് ആൻസർ ചെയ്യാനൊന്ന് നോക്കിക്കേ. ഓക്കെ, അതിലെ കറക്റ്റ് സെറ്റ് നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, ശരി, നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട് എന്ന് കരുതിക്കൊണ്ട് ഞാൻ ആൻസറിലോട്ട് പോകട്ടെ. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. എടാ, നമ്മൾക്കറിയാം നമ്മള് എന്താണ് ഇന്ത്യയില് എന്താണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ് അല്ലെ. ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ, അതായത് ലോക്സഭയും ഉണ്ട്. നമ്മുടെ പാർലമെന്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ലോക്സഭയും വരുന്നുണ്ട്, അതുപോലെ തന്നെ രാജ്യസഭയും വരുന്നുണ്ട്. അതേപോലെ സംസ്ഥാനങ്ങളുടെ കേസിലേക്ക് പോകുമ്പോൾ ചില സംസ്ഥാനങ്ങളിൽ ഇതേപോലെ ദ്വിമണ്ഡല സഭകളുണ്ട്. ചില സംസ്ഥാനങ്ങൾ എന്ന് പറയുമ്പോൾ നിലവിൽ 6 സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ദ്വിമണ്ഡല സഭകൾ ഉള്ളത്. നമ്മുടെ കേരളത്തിലല്ല. നമുക്ക് കേരളത്തിൽ എന്താണുള്ളത്? നിയമസഭയാണുള്ളത് അല്ലെ. എന്നാൽ മറ്റു ചില 6 സംസ്ഥാനങ്ങളിൽ നിയമസഭ ഉള്ളതിനോടൊപ്പം തന്നെ ഒരു അപ്പർ ഹൗസ് ആയിട്ട് എന്തുണ്ട്? നിയമസഭാ കൗൺസിൽ ഉണ്ട്. ഓക്കെ, നിയമനിർമ്മാണ സഭ. ഓക്കെ, അതിനകത്ത് നിയമസഭാ കൗൺസിലും കൂടെ വരും. ഓക്കെ, അപ്പർ ഹൗസ് ആയിട്ട് എന്ത് വരും? നിയമസഭാ കൗൺസിൽ വരും. ഓക്കെ, അപ്പൊ നമ്മളോട് ചോദിച്ചത് അത് ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് ഇതേപോലെ സംസ്ഥാനങ്ങളിൽ ദ്വിമണ്ഡല സഭകൾ ഉള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കത് പഠിക്കാനുള്ള ഒരു കോഡാണ് തുമ്പാക്ക് എന്ന് പറയുന്നത്. തുമ്പാക്ക് എന്ന് പറയുമ്പോൾ ടി എന്തിനെ ഉദ്ദേശിക്കുന്നു? തെലങ്കാനയാണ്. തെലങ്കാനയാണ്. യു എന്താണ്? ഉത്തർപ്രദേശ് ആണ്. ഓക്കെ, യു തെലങ്കാന ടി ആണ്. ആൻഡ് യു എന്താണ്? ഉത്തർപ്രദേശ് ആണ്. ഈ എം ആണ് നമുക്ക് കൺഫ്യൂഷൻ അടിക്കാൻ പോകുന്നത്. കാരണം നമ്മൾ ഓപ്ഷൻ ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അതിനകത്ത് മഹാരാഷ്ട്ര, മധ്യപ്രദേശ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഫുള്ളി കൺഫ്യൂഷൻ ആകും. നമ്മൾ ഈ കോഡ് പഠിച്ചിട്ട് പോയാലും അയ്യോ അത് മഹാരാഷ്ട്ര ആയിരുന്നോ മധ്യപ്രദേശ് ആയിരുന്നോ എന്നുള്ളൊരു
കാര്യത്തിൽ നമുക്ക് ഡൗട്ട് വരും. അപ്പൊ മറന്നു പോകലും മഹാരാഷ്ട്രയിലും കർണാടകയിലും നമ്മൾ ആ ഒരുമിച്ച് എങ്ങാന്റെ കൂട്ടത്തിലൊക്കെ പഠിച്ചു വെച്ചിരുന്നാൽ മതി. മഹാരാഷ്ട്രയിലും കർണാടകയിലും നമ്മൾ തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളിൽ എന്തുണ്ട്? അവിടെ നിയമസഭാ കൗൺസിലും ഉണ്ട്. ഓക്കെ, മഹാരാഷ്ട്ര, കർണാടക. അപ്പൊ എം മാറിപ്പോകരുത്, എം മധ്യപ്രദേശ് അല്ല. ഓക്കെ, കർണാടക, കർണാടകയാണ്. ഇനി ബി എന്താണ്? ബീഹാർ ആണ്. ഓക്കെ, ബി എന്താണ്? ബീഹാർ ആണ്. എ മാറിപ്പോകരുത്, അരുണാചൽ പ്രദേശ് ഒന്നും അല്ല, ആന്ധ്രാപ്രദേശ് ആണ്. ആസാമും അല്ല, ആന്ധ്രാപ്രദേശ് ആണ്. ഓക്കെ, അപ്പൊ അത് മാറിപ്പോകാതെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഇതേപോലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഒന്ന് പറഞ്ഞേ, ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ നിലവിലുള്ളതെന്ന് ചോദിച്ചാൽ തുമ്പാക്ക് പറയുക. തുമ്പാക്ക് എന്ന് പറയുമ്പോൾ കണ്ണടച്ചൊന്ന് ആൻസർ പറയാൻ നോക്കിക്കേ. തുമ്പാക്കിന്റെ ഓരോ ലെറ്റേഴ്സും എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് പറയാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. ടി എന്ന് പറഞ്ഞാൽ തെലങ്കാന, അതിനകത്ത് വലിയ കൺഫ്യൂഷൻ വരത്തില്ല, ടി വെച്ച് അധികം സംസ്ഥാനങ്ങളൊന്നും ഇല്ല. യു എന്ന് പറഞ്ഞാൽ ഉത്തരാഖണ്ഡും ഉത്തർപ്രദേശും ഒക്കെ വരാം, അതിനകത്ത് ഉത്തർപ്രദേശ് ആണ് വരുന്നത് എന്ന് ഓർത്ത് വെച്ചിരിക്കുക. എം എന്ന് പറഞ്ഞാൽ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര ഒക്കെ വരാം, അതിൽ മഹാരാഷ്ട്രയാണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. ബി ഫോർ ബീഹാർ ആണ്. എ ഫോർ ആന്ധ്രാപ്രദേശ് ആണ്. നമ്മൾ അടുത്ത് കിടക്കുന്നിടത്ത് എല്ലാം എന്തുണ്ട്? നിയമസഭാ കൗൺസിൽ ഉണ്ടെന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ആന്ധ്രാപ്രദേശ്, കർണാടക, മഹാരാഷ്ട്ര, അത് കിട്ടിയാൽ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാം സെറ്റ് ആയി അല്ലെ. ബാക്കി ബീഹാറും തെലങ്കാനയും ഉത്തർപ്രദേശും പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഓക്കെ, അപ്പൊ തുമ്പാക്ക് പഠിച്ചു വെച്ചിരിക്കാം, നമ്മളടുത്ത ചോദ്യങ്ങൾ ചോദിക്കാം. ഓക്കെ, അപ്പോ അടുത്ത ഒരു ചോദ്യം ഇതാണ് സംസ്ഥാന നിയമസഭകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. കണ്ടോ, വീണ്ടും ആ ഒരു ഏരിയയിൽ നിന്നും വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. നോക്കൂ, ചില സംസ്ഥാന നിയമസഭകൾക്ക് 2 സഭകളുണ്ട്. അപ്പർ ഹൗസ് എന്നറിയപ്പെടുന്ന ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആണ്. മധ്യപ്രദേശ്, തമിഴ്നാട് എന്നിവയ്ക്ക് 2 സഭകളുണ്ട്. ഇപ്പൊ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും അല്ലെ. അപ്പൊ നമ്മളോട് ചോദിച്ചത് ശരിയായ പ്രസ്താവനയാണ്. എന്തായാലും നമുക്ക് എന്ത് കിട്ടത്തില്ല? ഈ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയായിട്ട് കിട്ടത്തില്ല എന്ന് നമുക്കറിയാം. മധ്യപ്രദേശും പഠിച്ചിട്ടില്ല, മധ്യപ്രദേശ് അല്ല വരുന്നത്, മഹാരാഷ്ട്രയാണ് അവിടെ വരുന്നത്. തമിഴ്നാടില്ല, കർണാടക വരുന്നുണ്ട് അല്ലെ, ആന്ധ്രാപ്രദേശും വരുന്നുണ്ട്. അപ്പൊ മധ്യപ്രദേശും തമിഴ്നാടും അതിനകത്ത് വരുന്നതല്ല. അപ്പൊ ടി ഫോർ തെലങ്കാനയാണ്, തമിഴ്നാടല്ല. അതൊന്നും മാറിപ്പോകാതെ പഠിച്ചു വെച്ചേക്കണേ. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം ഓർത്ത് വെച്ചിരിക്കാം. മധ്യപ്രദേശ്, തമിഴ്നാട് എന്നിവയ്ക്ക് 2 സഭകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ നമുക്കറിയാം ചില സംസ്ഥാന നിയമസഭകൾക്ക് 2 സഭകളുണ്ട്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് വരുന്നതാണ്, ആൻഡ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആയിട്ട് വരുന്നതാണ്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലെ. അപ്പോ ഓർത്തിരിക്കുക, അപ്പർ ഹൗസ് എന്നറിയപ്പെടുന്ന ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആണ് 2ാമത്തെ സഭയായിട്ട് നമ്മൾ പറയുന്നത് സംസ്ഥാനങ്ങളിൽ. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? അപ്പൊ ഇനി ആ ഒരു സംസ്ഥാന നിയമസഭാ കൗൺസിലുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചാൽ കൃത്യമായിട്ട് നിങ്ങൾ ആൻസർ ചെയ്യുമെന്ന് ഞാൻ കരുതിക്കോട്ടെ. അങ്ങനെയെങ്കിൽ അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് കയറുകയാണ്. ഇന്ത്യൻ പാർലമെന്റിൽ ഒരു ബില്ല് നിയമമാകുന്നതിന് മുമ്പ് ബില്ലിൽ ഏറ്റവും കൂടുതൽ തിരുത്തലുകൾ, കൂട്ടിച്ചേർക്കലുകൾ, ചർച്ചകൾ എന്നിവ നടക്കുന്ന ഘട്ടം ഏതാണ് എന്നാണ് ചോദ്യം. ഓക്കെ, ഓപ്ഷൻസ് നോക്കാം. 1ാം വായന, 2ാം വായന, 3ാം വായന, രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കുമ്പോൾ. ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ, പെട്ടെന്നാവട്ടെ. എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാം, എന്നിട്ട് ഞാൻ ഇത് ഓരോന്നും നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അതായത് 2ാം വായനാ ഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ തിരുത്തലുകളും കൂട്ടിച്ചേർക്കലുകളും ചർച്ചകളും നടക്കുന്നതെന്ന് ഓർത്തു വെച്ചിരിക്കുക. ഇനി അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്, ഇന്ത്യൻ നിയമനിർമ്മാണ പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങൾ ശരിയായി ക്രമപ്പെടുത്തുക എന്നതാണ് ചോദ്യം. ഓക്കെ, 1ാം വായന റിപ്പോർട്ടിംഗ് ഘട്ടം, 2ാം വായന കമ്മിറ്റി ഘട്ടം, 3ാം വായന. ഇത് കറക്റ്റ് ഓർഡറിൽ കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ആ ഒരു അറിവ് വെച്ച് എങ്ങനെയാണ് ആ ഒരു ഓർഡർ വരുന്നത് എന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, ജസ്റ്റ് പോസ് ചെയ്യുക, ആൻസർ ചെയ്യുക. അങ്ങനെയെങ്കിൽ ഞാൻ ആൻസറിലോട്ട് പോകട്ടെ. ആൻസർ എന്താ വരുന്നത്? ഓപ്ഷൻ എ ആണ്. അതായത് എ 1, ഇനി സി 2, ഡി 3, പിന്നെ ബി 4, പിന്നെ ഈ 5. ഈ ഒരു പാറ്റേണിലാണ് എന്ത് വരുന്നത്? ഈ ഒരു നിയമനിർമ്മാണ പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങൾ വരുന്നത്. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഈ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കണ്ടേ? നല്ലതുപോലെ ഒന്ന് വ്യക്തമായി പഠിച്ചിട്ട് പോകാം. റെഡിയാണോ? ഓക്കെ,
ആദ്യം തന്നെ എന്താണ് ബില്ലുകൾ എന്ന് മനസ്സിലാക്കുക. ബില്ലുകൾ എന്ന് പറഞ്ഞാല് നിയമമാകുന്നതിന് മുമ്പ്, അതായത് നമ്മൾ നിയമം നിർമ്മിക്കാനായിട്ട്, നമ്മുടെ പാർലമെന്റ് അംഗങ്ങൾ നിയമം നിർമ്മിക്കാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. അപ്പൊ അത് നിയമത്തിന്റെ ഒരു കരട് രൂപത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബില്ലുകൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ബില്ലുകൾ എന്ന് പറഞ്ഞാല് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന നിയമത്തിന്റെ ഒരു കരട് രൂപമാണ്, ഒരു ഡ്രാഫ്റ്റ് ആണ്. ഡ്രാഫ്റ്റ് രൂപത്തിലുള്ള ആ ഒരു ഇതിനെയാണ് നമ്മൾ ബില്ലുകൾ എന്ന് പറയുന്നത്. ഇനി ആരാണ് ബില്ലുകൾക്ക് അംഗീകാരം നൽകുന്നത്? രാഷ്ട്രപതിയാണ്. മുമ്പ് ചോദിച്ചൊരു ചോദ്യമാണ്, എപ്പോഴാണ് ഒരു ബില്ല് നിയമമായി മാറുന്നത് അല്ലെങ്കിൽ ഒരു ലോ ആയിട്ട് മാറുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ അപ്പോഴേ ഓർത്തോണം, ഇപ്പൊ ലോക്സഭ രാജ്യസഭ എല്ലാം പാസ്സാക്കിയതിനു ശേഷം രാഷ്ട്രപതി അതിനകത്ത് എപ്പോഴാണോ ഒപ്പുവെക്കുന്നത് അപ്പോഴാണ് ഒരു ബില്ല് നിയമമായി മാറുന്നത്. ഓക്കെ, രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതിലൂടെയാണ് ബില്ല് എന്ത് ചെയ്യുന്നത്, നിയമമായി മാറുന്നത്. ഇനി ഒരു ഓർഡിനറി ബില്ലാണെങ്കിൽ നമുക്കത് പാർലമെന്റിന്റെ ഏത് സഭയിൽ വേണമെങ്കിലും ആദ്യം അവതരിപ്പിക്കാം, ഒന്നെങ്കിൽ ലോക്സഭയിലോ അല്ലെങ്കിൽ രാജ്യസഭയിലോ. അപ്പൊ ആദ്യം പരിഗണിക്കുന്ന സഭയെ നമ്മൾ ഒന്നാം സഭ എന്നും രണ്ടാമത് പരിഗണിക്കുന്ന സഭയെ നമ്മൾ രണ്ടാം സഭ എന്നുമാണ് വിളിക്കുന്നത്. ഇനി ഒരു ബില്ല് നിയമമാകുന്നതിന്റെ വിവിധ ഘട്ടങ്ങളാണ് നമ്മളോട് ചോദിച്ചത് അല്ലെ. അപ്പൊ അതിൽ ആദ്യം നമുക്ക് പഠിക്കേണ്ടത് ഒന്നാം വായനാ ഘട്ടമാണ്. എന്താണ് ഈ ഒന്നാം വായനാ ഘട്ടം എന്ന് പറയുന്നത്? അതായത് ബില്ലിന്റെ കരട് രൂപം ഉണ്ടല്ലോ, അതായത് എന്താണോ ഉദ്ദേശിക്കുന്നത്, എന്ത് മാറ്റമാണോ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എന്താണോ നിയമമായി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്, അതിന്റെ ഡ്രാഫ്റ്റ് എന്ത് ചെയ്യും, ആ വിഷയവുമായി ബന്ധപ്പെട്ട മന്ത്രാലയം അത് തയ്യാറാക്കും. ഓക്കെ, എന്നിട്ട് ആ ബില്ല് ലോക്സഭയിലോ രാജ്യസഭയിലോ അവതരിപ്പിക്കും. മനസ്സിലായോ? ബില്ലിന്റെ കരട് രൂപം ബന്ധപ്പെട്ട മന്ത്രാലയം തയ്യാറാക്കിയതിനു ശേഷം ബില്ല് ഒന്നെങ്കിൽ ലോക്സഭയിലോ അല്ലെങ്കിൽ രാജ്യസഭയിലോ അവതരിപ്പിക്കും. ഇനി സഭയുടെ അനുമതി തേടിയതിനു ശേഷം ഏതെങ്കിലും ഒരു സഭയില് ബില്ല് അവതരിപ്പിക്കാം. ഓക്കെ, സഭയുടെ അനുമതി തേടിയ ശേഷം, ഇപ്പൊ ലോക്സഭയാണെങ്കിൽ ലോക്സഭയുടെ അനുമതി തേടിയ ശേഷം ലോക്സഭയിൽ അവതരിപ്പിക്കും, രാജ്യസഭയിലാണെങ്കിൽ രാജ്യസഭയിൽ അവതരിപ്പിക്കും. ഓക്കെ, അപ്പം ഏതെങ്കിലും ഒരു സഭയില് ബില്ല് അവതരിപ്പിക്കുന്നു. അപ്പൊ സഭയുടെ അനുമതി നേടിയതിനു ശേഷം ഏതെങ്കിലും ഒരു സഭയില് ബില്ല് അവതരിപ്പിക്കാം. സഭയിൽ അവതരിപ്പിച്ച ബില്ല് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു, ഗസറ്റില് പ്രസിദ്ധീകരിക്കും, പബ്ലിഷ് ചെയ്യും. നമുക്ക് അതിന്റെ ഡ്രാഫ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. ബില്ലിന്റെ ആ ഒരു ബില്ല് നമുക്ക് എന്ത് ചെയ്യാം, ഗസറ്റിൽ അവർ പബ്ലിഷ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് നെറ്റിലൂടെ നമുക്ക് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാനൊക്കെ സാധിക്കും കേട്ടോ. അപ്പൊ ആ ഒരു പ്രൊസീജിയർ ആണ് എവിടെ നടക്കുന്നത്, ഒന്നാം വായനാ ഘട്ടത്തിൽ നടക്കുന്നത്. മനസ്സിലായോ? എന്തൊക്കെയാ നടക്കുന്നത്? ആ ബില്ലിന്റെ കരട് രൂപം എന്ത് ചെയ്യുന്നു, ബന്ധപ്പെട്ട മന്ത്രാലയം തയ്യാറാക്കുന്നു. തയ്യാറാക്കിയ ശേഷം ഏതെങ്കിലും ഒരു സഭയുടെ അനുമതി ചോദിക്കുന്നു. അനുമതി ചോദിച്ചതിന് ശേഷം അവിടെ അവതരിപ്പിക്കുന്നു. ആ അവതരിപ്പിക്കുന്ന ബില്ല് നമ്മുടെ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു, ഗസറ്റില് പബ്ലിഷ് ചെയ്യുന്നു. അപ്പൊ ഒന്നാം വായനാ ഘട്ടം അവിടെ അവസാനിച്ചു. മനസ്സിലായോ? സഭയിൽ അവതരിപ്പിച്ചു, സഭയിൽ അവതരിപ്പിച്ച ബില്ല് ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചു. അപ്പൊ ഒന്നാം വായനാ ഘട്ടം അവസാനിച്ചേ. ഇനി നമ്മൾ പോകുന്നത് രണ്ടാം വായനാ ഘട്ടത്തിലേക്കാണ്. ഓക്കെ, ഒന്നാം വായന സഭയിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാല് ബില്ലിന്റെ രണ്ടാമത്തെ ഘട്ടത്തെയാണ് നമ്മള് രണ്ടാം വായന അഥവാ ഉപക്ഷേപം എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? ബില്ലിന്റെ രണ്ടാം ഘട്ടം നമ്മൾ മറ്റേതേതോ ഒരു സഭയിൽ, ഇപ്പൊ ലോക്സഭയെങ്കിൽ ലോക്സഭ അല്ലെങ്കിൽ രാജ്യസഭ അല്ലെങ്കിൽ രാജ്യസഭ, അവിടെ നമ്മൾ അവതരിപ്പിച്ചു. ഇനി ബില്ലിന്റെ രണ്ടാമത്തെ ഘട്ടത്തെ നമ്മള് രണ്ടാം വായന അഥവാ ഉപക്ഷേപം എന്നാണ് വിളിക്കുന്നത്. ഇനി ബില്ലിന്മേലുള്ള പൊതു ചർച്ച നടക്കുന്നത് രണ്ടാം ഘട്ടത്തിലാണ്. മറ്റേത് അവതരിപ്പിച്ചു, ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചു. ഇനി രണ്ടാം ഘട്ടത്തിലോട്ട് വരുമ്പോഴാണ് ആ ബില്ലിലെ ഓരോ പോയിന്റ്സും എടുത്ത് പ്രത്യേകമായിട്ട് ചർച്ച നടക്കുന്നതും ആ ഘട്ടത്തിൽ വെച്ചിട്ടാണ് ഓരോ വകുപ്പുകളും വിശദമായി പരിശോധിക്കുന്നതും അംഗങ്ങള് ആ വകുപ്പിൽ ഇന്ന ഭേദഗതി വരുത്തണം, അതങ്ങനെയല്ല, ഇതിങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞ് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതും അതിനകത്ത് ചർച്ചകൾ ഉണ്ടാകുന്നതും വിമർശനങ്ങൾ നടക്കുന്നതും ഒക്കെ എന്താണ്, ഏത് ഘട്ടത്തിലാണ്? ഈ രണ്ടാം വായനാ ഘട്ടത്തിലാണ്. മനസ്സിലായോ? അപ്പൊ ഒന്നാം വായനാ ഘട്ടത്തിൽ ഒന്നുമില്ല, അവതരിപ്പിക്കുന്നു, ഗസറ്റിൽ പബ്ലിഷ് ചെയ്യുന്നു. രണ്ടാം വായനാ ഘട്ടത്തിൽ രണ്ടാമതായിട്ട് ആ ബിൽ എവിടെയാണോ അവതരിപ്പിക്കുന്നത് അവിടെ വെച്ചിട്ടാണ് അതിനകത്ത് പൊതു ചർച്ച നടക്കുന്നത്, അതിനകത്ത് എഡിറ്റിങ്ങും കാര്യങ്ങളും എല്ലാം നടക്കുന്നത്. ഇനി ബില്ലിനെ കുറിച്ച് വിശദമായി ചർച്ച ചെയ്തതിനു ശേഷം ബില്ലിനെ എന്ത് ചെയ്യുന്നു, ഒരു സെലക്ട് കമ്മിറ്റിക്ക് അയക്കുന്നു. അപ്പൊ വിശദമായി ചർച്ചയൊക്കെ നടത്തി അതിനകത്ത് ഒരുപാട് ഭേദഗതികളൊക്കെ നിർദ്ദേശിച്ചു.
ആ നിർദ്ദേശങ്ങളെല്ലാം വെച്ചുകൊണ്ട് ബില്ല് നേരെ എന്ത് ചെയ്യുന്നു, ഇതൊക്കെ തീരുമാനിക്കാൻ കഴിവുള്ള ഒരു ടീം ഉണ്ടാകും. അതിനെ നേരെ ആ ഒരു സെലക്ട് കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് ആ ഒരു ബില്ല് നേരെ ഫോർവേഡ് ചെയ്യുന്നു. അപ്പം ഇനി അടുത്തത് എന്താണ്? രണ്ടാം വായനയ്ക്ക് ശേഷമാണ് കമ്മിറ്റി ഘട്ടം തുടങ്ങുന്നത്. കമ്മിറ്റി ഘട്ടം എന്ന് പറയുന്നത് മൂന്നാം ഘട്ടത്തിന്റെ തുടക്കമാണ്. ഓക്കെ, നമ്മള് ഒന്നാം ഘട്ടം കഴിഞ്ഞു, രണ്ടാം ഘട്ടം, അതിനകത്ത് വിമർശനങ്ങളൊക്കെ വരുന്നു. ആ വിമർശനങ്ങളെല്ലാം വെച്ചുകൊണ്ട് നേരെ അത് എങ്ങോട്ട് കൊടുക്കുന്നു? ഒരു സെലക്ട് കമ്മിറ്റിക്ക് കൊടുക്കുന്നു. ആ സെലക്ട് കമ്മിറ്റി അത് എന്ത് ചെയ്യുന്നു? പരിഗണിക്കുന്നതോടുകൂടി മൂന്നാം ഘട്ടം അവിടെ ആരംഭിക്കുകയാണ്. അപ്പൊ നമ്മൾ ഓർത്ത് വെച്ചിരിക്കുക, ഒന്നാം ഘട്ടം കഴിഞ്ഞാല് രണ്ടാം ഘട്ടമാണ്, രണ്ടാം ഘട്ടം കഴിഞ്ഞാല് കമ്മിറ്റി ഘട്ടമാണ്, കമ്മിറ്റി ഘട്ടമാണെന്ന് ഓർത്തു വെച്ചിരിക്കുക. ഇനി അടുത്തത് എന്താണ്? റിപ്പോർട്ടിംഗ് ഘട്ടമാണ്. അതായത് വിശദമായ വിലയിരുത്തലുകൾക്കും ഭേദഗതികൾക്കും ശേഷം നമ്മുടെ സെലക്ട് കമ്മിറ്റി എന്ത് ചെയ്യുന്നു? അതിന്റെ റിപ്പോർട്ട് തയ്യാറാക്കി പ്രസിദ്ധീകരിക്കുന്നു. അപ്പൊ കമ്മിറ്റി കഴിഞ്ഞിട്ടാണ്, കമ്മിറ്റി കൂടി ചേർന്ന് അതെല്ലാം ചെയ്തിട്ടാണ് അത് എന്ത് ചെയ്യുന്നത്? റിപ്പോർട്ട് ചെയ്യുന്നത്, റിപ്പോർട്ടിംഗ് ഘട്ടം ആരംഭിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ കമ്മിറ്റി റിപ്പോർട്ട് കറക്റ്റ് ആയിട്ട് ഓർത്ത് വെച്ചിരിക്കുക. രണ്ടാം വായനയ്ക്ക് ശേഷമാണ് ഈ കമ്മിറ്റി റിപ്പോർട്ടിംഗ് ഘട്ടം ഉണ്ടാകുന്നതെന്ന് ഓർത്ത് വെച്ചിരിക്കുക. ആൻഡ് ഫൈനലി മൂന്നാം വായനയാണ്. മൂന്നാം വായനയിലാണ് നിയമനിർമ്മാണത്തിന്റെ അന്തിമ ഘട്ടമായിട്ട് നമ്മൾ പറയുന്നത്. നിയമനിർമ്മാണത്തിന്റെ അന്തിമ ഘട്ടം എന്ന് പറയുന്നത് മൂന്നാം വായനയാണ്. അന്തിമമായ അംഗീകാരത്തിനായി ബില്ല് എന്ത് ചെയ്യുന്നു? സഭയിൽ അവതരിപ്പിക്കുന്നു. പൊതു ചർച്ചകൾക്ക് ശേഷം ബില്ല് വോട്ടിനിടുന്നു. കേവല ഭൂരിപക്ഷം ലഭിച്ചാല് ബില്ല് പാസ്സായതായി പ്രഖ്യാപിക്കുന്നു. മനസ്സിലായോ? അപ്പൊ ഇതാണ് മൂന്നാം വായനാ ഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, നല്ലതുപോലെ ഒന്ന് ശ്രദ്ധിച്ചു പഠിച്ചേ. നിയമനിർമ്മാണത്തിന്റെ അന്തിമ ഘട്ടമാണ് മൂന്നാം വായന. അവിടെയാണ് ബില്ല് സഭയിൽ അവതരിപ്പിക്കുന്നു അംഗീകാരത്തിന് വേണ്ടിയിട്ട്. പൊതു ചർച്ചകൾക്ക് ശേഷം ബില്ല് വോട്ടിനിടും. വോട്ടിനകത്ത് കേവല ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ ബില്ല് പാസ്സായതായിട്ട് പ്രഖ്യാപിക്കുന്നു. നേരെ രാഷ്ട്രപതിക്ക് കൊടുക്കുന്നു. രാഷ്ട്രപതി ഒപ്പുവെക്കുന്നു. ബില്ല് നിയമമായിട്ട് മാറുന്നു. മനസ്സിലായോ? അപ്പൊ ആ ഒരു കാര്യം മനസ്സിൽ ഉണ്ടാകണം. ആ ഒരു ഓർഡർ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. എങ്ങനെയാണ് ഓർഡർ? ഒന്നാം വായന, ദെൻ രണ്ടാം വായന, ദെൻ കമ്മിറ്റി ഘട്ടം, പിന്നെന്താണ്? അടുത്ത റിപ്പോർട്ടിംഗ് ഘട്ടമാണ്. ആൻഡ് ഫൈനലി ആണ് മൂന്നാം വായന വരുന്നത്. ഓക്കെ, അപ്പം ആ ഒരു പ്രൊസീജിയർ, ആ ഓരോ സ്റ്റേജുകളിലും എന്ത് നടക്കുന്നു എന്നുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അറിവുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അത് അടിപൊളിയായിട്ട് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ? അപ്പൊ നിങ്ങൾക്ക് അത് ആ ഒരു കാര്യം പഠിച്ചു വെച്ചേക്കാൻ. ആരെങ്കിലും പഠിക്കാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോന്നു. ഇന്ത്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ്? പ്രധാനമന്ത്രി, ഉപരാഷ്ട്രപതി, രാഷ്ട്രപതി, ലോക്സഭാ സ്പീക്കർ. ആരാണ്? അത് ഓർത്ത് വെച്ചിരിക്കുക. നമുക്കറിയാം അത് രാഷ്ട്രപതിയാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് നോക്കാം സംയുക്ത സമ്മേളനവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങള്. നമുക്കറിയാം എന്താണ് ഒരു സംയുക്ത സമ്മേളനം, ഏത് സിറ്റുവേഷനിലാണ് സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത്? സാധാരണ രീതിയിൽ ഒരു ബില്ല് അവതരിപ്പിക്കുന്നത് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നു, ലോക്സഭ പാസ്സാക്കുന്നു, രാജ്യസഭയിൽ അവതരിപ്പിക്കുന്നു, രാജ്യസഭ പാസ്സാക്കുന്നു, പ്രസിഡന്റ് ഒപ്പുവെക്കുന്നു. ഇതാണ് സാധാരണ പ്രൊസീജിയർ എന്ന് പറയുന്നത്. പക്ഷേ ഇനി ഏതെങ്കിലും ഒരു കേസിൽ ഒരു സഭ അംഗീകരിച്ചു പക്ഷെ മറ്റേ സഭ അംഗീകരിക്കുന്നില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അത് അവിടെ ഒരു തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ രണ്ട് സഭകളെയും കൂടെ എന്ത് ചെയ്യും? ഒരുമിച്ചിരുത്തും. ഓക്കെ, എല്ലാരെയും കൂടെ ഒരുമിച്ചിരുത്തിയിട്ട് അവിടെ ഒരു സംയുക്തമായിട്ടുള്ള ഒരു സമ്മേളനം നടക്കും. ഇനി ആരാണ് ഈ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് ആരാണ്? അത് രാഷ്ട്രപതിയാണ്. ആദ്യത്തെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർത്തത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു കേട്ടോ. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്? ആ ഒരു സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത്. അപ്പൊ വിളിച്ചു ചേർക്കാനുള്ള ഉത്തരവാദിത്തം രാഷ്ട്രപതിക്കാണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഈ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് എപ്പോഴും ചോദിക്കാറുണ്ട്. സാധാരണ രീതിയിൽ എല്ലാവരും പോയിട്ട് പ്രസിഡന്റ് 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ വിളിച്ചു ചേർക്കുന്നതാണ് പ്രസിഡന്റ്. അധ്യക്ഷത വഹിക്കുന്നത് പ്രസിഡന്റ് അല്ല, അത് ലോക്സഭയുടെ സ്പീക്കർ ആണ്. ഇനി സ്പീക്കർ ഇല്ല എങ്കിൽ സ്പീക്കറുടെ അഭാവത്തിൽ ഡെപ്യൂട്ടി സ്പീക്കർ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ലോക്സഭയുടെ മീൻസ് ആ സംയുക്ത സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ അത് ലോക്സഭാ സ്പീക്കർ ആണ്. സ്പീക്കറുടെ അഭാവത്തിൽ ആരാണ്?
ഡെപ്യൂട്ടി സ്പീക്കർ ആണ്. ഓക്കെ, ഇനി ലോക്സഭാ സ്പീക്കറും ആ സ്ഥാനത്തില്ല, ലോക്സഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറിന്റെ സ്ഥാനവും വേക്കന്റ് ആണെങ്കിൽ സംയുക്ത സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? അത് രാജ്യസഭയുടെ ചെയർമാൻ ആണോ? അല്ല, ഡെപ്യൂട്ടി ചെയർമാൻ ആണ് കേട്ടോ. അപ്പൊ രാജ്യസഭാ ചെയർമാൻ ഒരിക്കലും പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കാൻ പാടില്ല. ഒന്നെങ്കിൽ ലോക്സഭാ സ്പീക്കർ ഇല്ലെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ. ഇനി ഡെപ്യൂട്ടി സ്പീക്കർ ഇല്ലെങ്കിൽ രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ ആണ് എന്ത് ചെയ്യേണ്ടത്? പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തില് അധ്യക്ഷത വഹിക്കേണ്ടത്. മനസ്സിലായോ? അപ്പൊ ആ ഒരു കാര്യം മറന്നു പോകരുത്, കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. നോക്കൂ, പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ ബില്ലുകൾ പാസാക്കാൻ ആവശ്യമായിട്ടുള്ള ഭൂരിപക്ഷം എന്താണ്? ഭൂരിപക്ഷം, കേവല ഭൂരിപക്ഷം, നിങ്ങളുടെ പ്രത്യേക ഭൂരിപക്ഷം ഒന്നും വേണ്ട, സിമ്പിൾ മെജോറിറ്റി ഉണ്ടെങ്കിൽ, കേവല ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? അവിടെ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ ബില്ലുകൾ പാസാക്കാൻ സാധിക്കും. ഇനി പാർലമെന്റിന്റെ ആദ്യ സംയുക്ത സമ്മേളനം നമ്മൾ പറഞ്ഞല്ലോ, നമ്മളെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വിളിച്ചു ചേർത്ത സംയുക്ത സമ്മേളനം, അതിന്റെ അധ്യക്ഷത വഹിച്ച ലോക്സഭാ സ്പീക്കർ ആരായിരുന്നു? എം അനന്തശയനം അയ്യങ്കാർ ആയിരുന്നു കേട്ടോ. പാർലമെന്റിന്റെ ആദ്യ സംയുക്ത സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ച ലോക്സഭാ സ്പീക്കർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് എം അനന്തശയനം അയ്യങ്കാർ ആയിരുന്നു. ഇനി സംയുക്ത സമ്മേളനത്തെ പറ്റി പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ഏതായിരുന്നടാ? ആർട്ടിക്കിൾ 108 ആണ് അല്ലെ. ആർട്ടിക്കിൾ 108 സംയുക്ത സമ്മേളനത്തെ പറ്റിയിട്ട് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അങ്ങനെയെങ്കിൽ ഇതുവരെ എത്ര സംയുക്ത സമ്മേളനങ്ങൾ വിളിച്ചു ചേർത്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഇതുവരെ 3 സംയുക്ത സമ്മേളനങ്ങളാണ് നടന്നിട്ടുള്ളത്. അത് ഏതൊക്കെ ബില്ല് പാസ്സാക്കാൻ വേണ്ടിയിട്ടായിരുന്നു? 1961 സ്ത്രീധന വിരുദ്ധ ബില്ല്. ഇതിനു വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത്. അതിനുശേഷം 1978 ബാങ്കിംഗ് സേവന ബില്ല് പാസ്സാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അവസാനമായിട്ട് സംയുക്ത സമ്മേളനം വിളിച്ചു ചേർത്തത് 2002 അത് നമ്മുടെ ഭീകരവാദ വിരുദ്ധ നിയമം പോട്ടോ ആക്ട് പാസ്സാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് കേട്ടോ. അപ്പൊ ആ ഒരു കാര്യം ഓർത്ത് വെച്ചിരിക്കുക. 1961 സ്ത്രീധന വിരുദ്ധ ബില്ല്, 78 ബാങ്കിംഗ് സേവന ബില്ല്, 2002 ഭീകരവാദ വിരുദ്ധ നിയമം. ഓക്കെ അല്ലേ? അപ്പൊ സംയുക്ത സമ്മേളനം മറന്നു പോകുമോ? വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതി, അതിന് അധ്യക്ഷത വഹിക്കുന്നത് ലോക്സഭാ സ്പീക്കർ ആണ്. മാറിപ്പോകല്ലേ, മറന്നും പോകല്ലേ. അങ്ങനെയെങ്കിൽ അടുത്ത കുറച്ച് ചോദ്യം കണ്ടോ. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ 3 ചോദ്യങ്ങൾ അടുപ്പിച്ച് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് നോക്കൂ. രാജ്യസഭയുടെ അധ്യക്ഷൻ ആരാണ്? ശ്രദ്ധിച്ച് നോക്കിക്കേ. രാജ്യസഭയുടെ അധ്യക്ഷനാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ആൻസർ അറിയാം. ആരാണ്? നമ്മുടെ ഉപരാഷ്ട്രപതിയാണ് അല്ലെ. ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ. ഇനി ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയുടെ പേരെന്താണ്? ലോക്സഭ, രാജ്യസഭ, ക്യാബിനറ്റ്, പാർലമെന്റ്. എന്താണ് നിയമനിർമ്മാണ സഭയുടെ പേര്? അത് പാർലമെന്റ് ആണ് അല്ലെ. ഓക്കെ, ഇനി രാജ്യസഭ അംഗങ്ങളുടെ കാലാവധി എത്രയാണ്? രാജ്യസഭ അംഗങ്ങളുടെ കാലാവധിയാണ് ചോദിച്ചിട്ടുള്ളത്. അത് എന്താ വരുന്നത്? ഓപ്ഷൻ സി, 6 വർഷമാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. താഴെ പറയുന്നവയിൽ രാജ്യസഭയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. ഓക്കെ, അവിടെ നോക്കൂ. അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് 5 വർഷത്തേക്കാണ്. കേരളത്തിൽ നിന്നും 9 പേരെ തെരഞ്ഞെടുക്കുന്നു. കേരളത്തിൽ നിന്നും കായിക മേഖലയിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിതയാണ് PT ഉഷ. ഓക്കെ, അപ്പം നമുക്ക് ആൻസർ നമുക്ക് നോക്കാം. എന്താണ് നിങ്ങൾക്ക് ആൻസർ ആയിട്ട് വരുന്നത്? അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് 5 വർഷത്തേക്കാണോ? രാജ്യസഭയുടെ കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ നമുക്ക് കിട്ടും അല്ലെ. ശരിയായ പ്രസ്താവന 3ഉം ശരിയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോഴേ നമ്മൾ എലിമിനേഷൻ ടെക്നിക് ഒക്കെ യൂസ് ചെയ്തോണം. ഓക്കെ, അതുപോലെ കേരളത്തിൽ നിന്നും 9 പേരെ തെരഞ്ഞെടുക്കുന്നു എന്ന് നമുക്കറിയാം. 9 രാജ്യസഭാ സീറ്റുകളാണ് നമുക്ക് കേരളത്തിൽ ഉള്ളത് എന്ന് നമുക്കറിയാം. സോ അത് 3ഉം തെറ്റാണെന്ന് പറയാനും നമുക്ക് പറ്റത്തില്ല. പിന്നെ ഈ ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ശരിയായിട്ടുള്ളത്. എന്താണ്? നിങ്ങൾക്ക് ആൻസർ കിട്ടിയോ? എന്താണ് വരുന്നത്? എന്നാലും 1ഉം 3ഉം ശരിയാണെന്നും പറയാൻ പറ്റത്തില്ല. കാരണം 1 നമുക്ക് തെറ്റാണെന്ന് നമുക്ക് അറിയാം, 5 വർഷത്തേക്കല്ല. സോ നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻ അറിയത്തില്ലെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാം? എലിമിനേഷനിലൂടെ ആ ഓപ്ഷൻ സി ആണെന്ന് പറയാൻ സാധിക്കും കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ എലിമിനേഷനും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കൂ. 1 തെറ്റും 2ഉം 3ഉം ശരിയാണ്.
കേരളത്തിൽ നിന്നും 9 പേരെ തിരഞ്ഞെടുക്കുന്നു. കേരളത്തിൽ നിന്ന് കായിക മേഖലയിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വനിതയാണ് PT ഉഷ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കൂ, രാജ്യസഭയുടെ നാമനിർദ്ദേശമാണ് നമ്മൾ അടുത്ത നോക്കുന്നത്. നമ്മുടെ ആദ്യ മലയാള രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാള ചലച്ചിത്ര താരം ചോദിച്ചാല് സുരേഷ് ഗോപിയാണ്. ആദ്യ മലയാള കവി ചോദിച്ചാല് G ശങ്കരക്കുറുപ്പാണ്. ആദ്യ വനിതാ കായിക താരം, അത് കേരളത്തിലെ അല്ല, മൊത്തത്തില് ഓക്കെ, ഇന്ത്യയിൽ ആദ്യമായിട്ട് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യ വനിതാ കായിക താരം ആരെന്ന് ചോദിച്ചാല് അത് മേരി കോം ആണ്. ആദ്യ ക്രിക്കറ്റ് താരം ആരാണ്? അത് സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. ആദ്യ മലയാളി ആയിട്ടുള്ള അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുമുള്ള കായിക മേഖലയിൽ നിന്നും വന്നിട്ടുള്ള ആദ്യ വനിത ആരെന്ന് ചോദിച്ചാൽ PT ഉഷ തന്നെയാണ് കേട്ടോ. PT ഉഷയാണ് അത് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കൂ, പാർലമെന്റിന്റെ പ്രധാന ചുമതല എന്താണ്? ചുമതല എന്തെന്നാണ് ചോദിച്ചിട്ടുള്ളത്? പൗരന്മാരുടെ അവകാശ സംരക്ഷണം, നിയമനിർമ്മാണം, പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹാരം കാണൽ, കൃത്യമായ ഭരണം കാഴ്ചവെക്കൽ. എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? സിമ്പിൾ അല്ലേ? എന്താണ്? നിയമനിർമ്മാണമാണ് അല്ലെ? അപ്പൊ നിയമനിർമ്മാണമാണ് പാർലമെന്റിന്റെ പ്രധാന ചുമതലയായിട്ട് വരുന്നത്. ഇനി അടുത്ത് നോക്കിക്കേ, ഇന്ത്യൻ പാർലമെന്റിന്റെ ഭാഗമായ ലോക്സഭയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നു. ജനങ്ങൾ നേരിട്ട് തെരഞ്ഞെടുക്കുന്ന അംഗങ്ങളാണ്. ഉപരാഷ്ട്രപതി അധ്യക്ഷത വഹിക്കുന്ന സഭയാണ്. ജനപ്രതിനിധി സഭയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്? ഒന്ന് ജസ്റ്റ് പോസ് ചെയ്തിട്ട് പെട്ടെന്ന് ആൻസർ ചെയ്ത് നോക്കിക്കേ. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നത് ലോകസഭയാണോ? അല്ല. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ അഥവാ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നറിയപ്പെടുന്നത് രാജ്യസഭയാണ്. ജനങ്ങൾ നേരിട്ട് തെരഞ്ഞെടുക്കുന്ന അംഗങ്ങളാണോ ലോക്സഭയിലുള്ളത്? അതെ, അത് ശരിയാണ്. ഉപരാഷ്ട്രപതി അധ്യക്ഷത വഹിക്കുന്നു ലോക്സഭയിലോ? അല്ല, അത് രാജ്യസഭയിലാണ് ഉപരാഷ്ട്രപതി അധ്യക്ഷത വഹിക്കുന്നത് അല്ലെ. ഇനി ജനപ്രതിനിധി സഭ എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത് ലോക്സഭ. യെസ്, അത് കറക്റ്റ് ആണ്. സോ ആൻസർ എന്താ വരുന്നത്? 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. സംസ്ഥാനങ്ങളുടെ ബന്ധമില്ലാത്ത സ്റ്റേറ്റ്മെന്റ് അല്ലേ ചോദിച്ചത്? അതായത് സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്നത് ലോകസഭയല്ല, അത് ബന്ധമില്ല. ഉപരാഷ്ട്രപതി അധ്യക്ഷത വഹിക്കുന്നു എന്ന് പറഞ്ഞാല് അതും ബന്ധമില്ലാത്ത കാര്യമാണ്. അപ്പൊ നോക്കിക്കോളൂ, ലോകസഭ എന്ന് പറയുന്നത് ജനപ്രതിനിധി സഭയാണ്. ജനങ്ങൾ നേരിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളാണ് അവിടെ ഉള്ളത്. ലോക്സഭാ അംഗങ്ങളിൽ നിന്നുള്ള ഒരാളെയാണ് ലോക്സഭാ സ്പീക്കർ ആയിട്ട് അധ്യക്ഷത വഹിക്കുന്നത്, അല്ലാതെ ഉപരാഷ്ട്രപതി അല്ല. ഉപരാഷ്ട്രപതി അധ്യക്ഷത വഹിക്കുന്ന സഭ എന്ന് പറയുന്നത് രാജ്യസഭയാണ്. സംസ്ഥാനങ്ങളുടെ കൗൺസിൽ അഥവാ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നറിയപ്പെടുന്നത്, കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നറിയപ്പെടുന്നത് അത് ഏതാണ്? രാജ്യസഭയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങള്. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് ഞാൻ കരുതിക്കോട്ടെ. നിങ്ങൾക്ക് ഓക്കെ ആണോ? പാർലമെന്റുമായി ബന്ധപ്പെട്ട സംയുക്ത സമ്മേളനം, ബില്ലുകള്, ഈ ഏരിയാസ് ഒക്കെയാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടത്. അത് നല്ലതുപോലെ പഠിക്കുക. നല്ലതുപോലെ പഠിച്ചാൽ മാത്രം പോരാ, അത് റിവിഷൻ ചെയ്യണം. ഇതേപോലെ ചോദ്യങ്ങൾ വരുന്ന സമയത്ത് നമുക്കത് ആൻസർ ചെയ്യാൻ സാധിക്കണം. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ റിവിഷൻ കൊണ്ടുപോവുക, നല്ല പോലെ റിവിഷൻ ചെയ്യുക. നമ്മൾ റിവിഷൻ ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. സോ ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. അത് മാത്രമല്ല, നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ള ഒരു കാര്യം കൂടി നിങ്ങൾ കമന്റ് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് നല്ലൊരു മാർക്കാണ്, ഒരു 1-2 മാർക്ക് മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ, ബാക്കി നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ടോപ്പിക്കിൽ കോൺഫിഡന്റ് ആണ് എന്ന് കരുതി 1-2 മാർക്ക് പോയാലും അത് നമുക്ക് നഷ്ടമാണെന്ന് മനസ്സിലാക്കണം. ആ ഒരു മാർക്കിനും അതിൻ്റെതായിട്ടുള്ള വില എവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ഏത് ഏരിയയിൽ നിന്നാണോ മാർക്ക് പോയത് അല്ലെങ്കിൽ ഏതാണോ ആൻസർ തെറ്റിപ്പോയത് അത് അല്ല ഒന്നുകൂടി നോക്കി പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാനായിട്ട്. ഓക്കെ, അപ്പൊ എല്ലാവരും നല്ലതുപോലെ റിവിഷൻ ചെയ്യാം. നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം. താങ്ക് യു. ഹായ് ഓൾ, നമസ്കാരം. ഇന്ന് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ അടുത്ത ഒരു സെറ്റ് റിവിഷൻ ക്ലാസ്സുമായിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ PSC വീണ്ടും ചോദിച്ചിട്ടുള്ള കുറേ ചോദ്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുമാണ് പഠിക്കാൻ പോകുന്നത്. സോ കഴിഞ്ഞ ക്ലാസ്സുകളിലായി പഠിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചു. ആ ഏരിയാസ് ഒക്കെ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞു എന്ന് കരുതുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് മൂന്നാമത്തെ സെറ്റിലോട്ട് പോകാം. സോ ഇവിടെ കുറച്ച് ചോദ്യങ്ങൾ എന്ന് പറയുന്നത് മെയിൻലി നമ്മുടെ സംസ്ഥാന മന്ത്രിസഭയും കേന്ദ്ര മന്ത്രിസഭയായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. സോ ഫസ്റ്റ് ചോദ്യം ഇതാണ്: താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് എന്നാണ് ചോദ്യം. 3 പ്രസ്താവനകൾ. മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് സംസ്ഥാനത്തെ ഗവർണറാണ്.
മന്ത്രിസഭയെ ഗവർണർ മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം നിയമിക്കുന്നു. മന്ത്രിസഭയ്ക്ക് ഗവർണറോട് കൂട്ടുത്തരവാദിത്തമുണ്ട്. ഇതില് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണെന്ന് നിങ്ങളൊന്ന് കണ്ടുപിടിച്ച് നോക്കിക്കേ. നിങ്ങളുടെ അറിവ് വെച്ച് ഇതിനകത്ത് ശരിയായിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റുകൾ വെച്ചിട്ട് ഇതിന്റെ ആൻസർ ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെറുതെ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കരുത്. നമ്മുടെ ബ്രെയിൻ കുറച്ച് വർക്ക് ചെയ്യണം. ചുമ്മാതെ കണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ചോദ്യങ്ങളും വായിച്ച് ആൻസർ ചെയ്യാനുള്ളൊരു കാപ്പബിലിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ എക്സാം ഹാളിൽ പോയി ഇരിക്കുമ്പോഴും നമുക്കത് പെട്ടെന്ന് ചെയ്ത് വരാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. അതുകൊണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ഓക്കെ, അപ്പൊ നമ്മൾ ആൻസറിലേക്ക് പോകുന്നു. ആദ്യം തന്നെ മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് സംസ്ഥാന ഗവർണർ ആണ് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ നിയമനം ആലോചിച്ച് നോക്കുക. മുഖ്യമന്ത്രി നിയമിക്കുന്നത് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ സത്യപ്രതിജ്ഞയൊക്കെ കണ്ടിട്ടുണ്ടോ? മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് നമ്മൾ പറയും അല്ലെ. അപ്പൊ മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് ആരാണ്? സംസ്ഥാന ഗവർണർ ആണ്. സോ നമുക്ക് അതുകൊണ്ട് തന്നെ നമ്മളുടെ ആ ഒരു അറിവ് വെച്ച് അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ളത് വെച്ച് കേട്ടിട്ടുള്ളത് വെച്ചിട്ട് തന്നെ നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റും. ദെൻ രണ്ടാമത്തെ നോക്കൂ, മന്ത്രിസഭയെ ഗവർണർ മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം നിയമിക്കുന്നു. ഈ ഒരു സത്യപ്രതിജ്ഞയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് എന്തും ചെയ്യാം. നമുക്കൊന്ന് ലോജിക്കലി നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. മന്ത്രിസഭ, അതായത് മുഖ്യമന്ത്രി ആണ് തീരുമാനിക്കുന്നത് ഏതൊക്കെ വകുപ്പുകൾ ആർക്കൊക്കെ കൊടുക്കണമെന്ന്. അങ്ങനെ തീരുമാനിച്ചതിന് ശേഷം അത് ഗവർണറെ അറിയിക്കുന്നു. ഗവർണർ അത് പ്രകാരം എന്ത് ചെയ്യുന്നു? നിയമിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മന്ത്രിസഭയെ ഗവർണർ മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം നിയമിക്കുന്നു എന്നതും ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? മന്ത്രിസഭയ്ക്ക് ഗവർണറോട് കൂട്ടുത്തരവാദിത്തമുണ്ട്. മന്ത്രിസഭയ്ക്ക് എന്തിനാടാ ഗവർണറോട് കൂട്ടുത്തരവാദിത്വം അല്ലെ? മന്ത്രിസഭയ്ക്ക് ആരോടാണ് കൂട്ടുത്തരവാദിത്വം വരേണ്ടത്? ഇതിപ്പോ ഗവർണർ ആയതുകൊണ്ട് നമുക്കറിയാം സംസ്ഥാന മന്ത്രിസഭയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ സംസ്ഥാന മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്വം ഉണ്ടാകേണ്ടത് ആരോടാണ്? മുഖ്യമന്ത്രിയോടാണോ? പ്രധാനമന്ത്രിയോടാണോ? അല്ല, നമ്മുടെ നിയമസഭയോടാണ് കേട്ടോ. സംസ്ഥാന നിയമസഭയോടാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ മന്ത്രിസഭയ്ക്ക്, സംസ്ഥാന മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്തം ഉണ്ടാകേണ്ടത്, അല്ലാതെ ഗവർണറോട് അല്ല. മനസ്സിലായോ? അപ്പോൾ മനസ്സിലാക്കി വെച്ചിരിക്കുക, മന്ത്രിസഭയ്ക്ക് ഗവർണറോടല്ല, പകരം നിയമസഭയോടാണ് കൂട്ടുത്തരവാദിത്തം. സെയിം നമ്മൾ കേന്ദ്രത്തിന്റെ തലത്തിൽ ആലോചിച്ച് നോക്കിയാൽ മതി. എന്താണ്? കേന്ദ്ര മന്ത്രിസഭയ്ക്ക് ലോക്സഭയോടാണ് കൂട്ടുത്തരവാദിത്തം ഉള്ളത് അല്ലെ. സോ അതേപോലെ ഇവിടെ ആണെങ്കിൽ എന്താണ്? നിയമസഭ എന്ന് മാത്രം ആലോചിച്ച് വെച്ചിരിക്കുക. സോ ആൻസർ എന്താ വരുന്നത്? only 1 and 2 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. മനസ്സിലായോ? ക്ലിയർ ആണോ? അപ്പം ആൻസർ എന്താണ് നോക്കിക്കേ, only 1 and 2. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ആൻസർ തന്നെയാണോ കിട്ടിയതെന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. അങ്ങനെയെങ്കിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ഫാക്ട്സ് പഠിക്കാം. അതായത് മുഖ്യമന്ത്രിയെ ആരാണ് നിയമിക്കുന്നത്? മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. ഏത് ആർട്ടിക്കിൾ പ്രകാരം? 164 ആർട്ടിക്കിൾ പ്രകാരം കേട്ടോ. 164 ആർട്ടിക്കിൾ പ്രകാരം ഗവർണർ മുഖ്യമന്ത്രിയെ നിയമിക്കുന്നു. ഇനി ആരെയാണ് മുഖ്യമന്ത്രിയായിട്ട് നിയമിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നിയമസഭയിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയ പാർട്ടിയുടെ നേതാവിനെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മള് മുഖ്യമന്ത്രിയായിട്ട് നിയമിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഓർത്ത് വെച്ചിരിക്കാം, ഗവർണറാണ് മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് ആസ് പെർ ആർട്ടിക്കിൾ 164. ഓക്കെ, ഇനി നിയമസഭയില് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയ പാർട്ടിയുടെ നേതാവിനെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്? മുഖ്യമന്ത്രിയായിട്ട് നിയമിക്കുന്നത്. ഇനി വേറൊരു സംഭവം ചെയ്യാൻ സാധിക്കും ഗവർണർക്ക്. അതായത് ഗവർണർക്ക് എന്തുണ്ട്? വിവേചന അധികാരമുണ്ട്. ഇനിയിപ്പോ ഇവര് തീരുമാനിക്കുന്നില്ല, എന്ത് ചെയ്യാണ്? ഗവർണർ തന്നെ വിവേചന അധികാരം വെച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? നിലവിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയ പാർട്ടിയുടെയോ മുന്നണിയുടെയോ നേതാവിനെ എന്ത് ചെയ്യാം? മുഖ്യമന്ത്രിയായിട്ട് നിയമിക്കാം. ഓക്കെ, ഗവർണർക്ക് എന്ത് ചെയ്യാം? ഗവർണർക്ക് തീരുമാനം എടുക്കാം, ഇന്ന വ്യക്തിയെ ഞാൻ മുഖ്യമന്ത്രിയായിട്ട് നിയമിക്കുകയാണെന്നുള്ള ആ ഒരു അധികാരം, അത് വിവേചന അധികാരമാണ്. ഓക്കെ, അത് ഗവർണർ സ്വന്തം ഇഷ്ടപ്രകാരം എടുക്കുന്ന, മന്ത്രിസഭയുടെ തീരുമാനപ്രകാരം ഒന്നുമല്ല, സ്വന്തം ഇഷ്ടപ്രകാരം ഒരാളെ ചൂസ് ചെയ്ത് അയാളെ എന്ത് ചെയ്യാം? മുഖ്യമന്ത്രിയായിട്ട് നിയമിക്കാൻ ആർക്ക് സാധിക്കും? ഗവർണർക്ക് സാധിക്കും. ബട്ട് അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണ്? അങ്ങനെ ഒരു വ്യക്തിയെ മുഖ്യമന്ത്രിയായിട്ട് നിയമിക്കുകയാണെങ്കിൽ ആ വ്യക്തി ഒരു മാസത്തിനകം, വിത്തിൻ 1 month, ഒരു മാസത്തിനകം വിശ്വാസ വോട്ടിലൂടെ
സഭയിൽ തന്റെ വിശ്വാസം തെളിയിച്ചിരിക്കണം. അവിടെ ഒരു വിശ്വാസ വോട്ടെടുപ്പ് നടത്തും. ആ വിശ്വാസ വോട്ടിലൂടെ സഭയിൽ തന്റെ വിശ്വാസം തെളിയിച്ചെങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക്, അതായത് നമ്മുടെ ഡിസ്ക്രിഷൻ പവർ ഉപയോഗിച്ചുകൊണ്ട് ഗവർണർ നിയമിച്ച ആ വ്യക്തിക്ക് മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ സാധിക്കുകയുള്ളൂ. ആ വിശ്വാസ വോട്ടിൽ പരാജയപ്പെട്ടു പോയാൽ എന്ത് സംഭവിക്കും മക്കളെ? മുഖ്യമന്ത്രിയായി നിയമിക്കപ്പെട്ട വ്യക്തി രാജിവെക്കേണ്ടതായിട്ട് വരും. മനസ്സിലായോ? അതുകൊണ്ടാണ് ഗവർണർ അത് വലിയ റിസ്ക് ഒന്നും എടുക്കാത്തത്. സാധാരണ രീതിയിൽ പാർട്ടികൾ തന്നെ ചേർന്ന് അവർ തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇങ്ങനെ ഒരു അവസരം കൊടുത്തു കഴിഞ്ഞാൽ ഗവർണർക്ക് ഇഷ്ടമുള്ള ഒരാളെ അല്ലെങ്കിൽ ആ ഒരു പാർട്ടിയുടെ ഏതെങ്കിലും ഒരു വ്യക്തിയെ പിടിച്ചൊക്കെ ഗവർണർ നിയമിക്കുന്നു. പിന്നെ അവിടെ ഒരു വിശ്വാസ വോട്ടെടുപ്പ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലെ? സോ അതുകൊണ്ട് എന്താ ഓർത്ത് വെച്ചിരിക്കുക, വിശ്വാസ വോട്ട് നടത്തുന്നത് 6 മാസം കഴിഞ്ഞിട്ടല്ല കേട്ടോ. ഗവർണറുടെ ഡിസ്ക്രിഷൻ പവർ ഉപയോഗിച്ചുകൊണ്ട് ഒരു വ്യക്തിയെ, അതായത് അവിടെയുള്ള പാർട്ടിയുടെ ഏറ്റവും കൂടുതൽ സീറ്റുകൾ ലഭിച്ച പാർട്ടിയുടെ ഒരു നേതാവിനെ പിടിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഗവർണറുടെ ഇഷ്ടപ്രകാരം നിയമിക്കുകയാണെങ്കിൽ അവിടെ 1 മാസത്തിനുള്ളിലാണ് വിശ്വാസ വോട്ടെടുപ്പ് നടത്തുന്നത്. എന്നാൽ സഭയിൽ അംഗമല്ലാത്ത ഒരു വ്യക്തിയെ, നമ്മുടെ നിയമസഭയിൽ അംഗമല്ല, ഇലക്ഷനിൽ നിന്നില്ല, മത്സരിച്ചില്ല, പക്ഷെ അങ്ങനെ ഒരു വ്യക്തിയെ ഗവർണർക്ക് എന്ത് ചെയ്യാം? മുഖ്യമന്ത്രിയായിട്ട് നിയമിക്കാൻ കഴിയും. അത് മറ്റൊരു കണ്ടീഷനാണ്. നേരത്തെ സഭയിൽ അംഗമായിരുന്ന ഒരു വ്യക്തിയെ പിടിച്ച് ഗവർണർ ചെയ്യുമ്പോഴാണ് 1 മാസത്തിനകം വിശ്വാസ വോട്ടെടുപ്പ് നടത്തി അത് വിജയിക്കേണ്ടത്. ഇനി സഭയിൽ അംഗമല്ലാത്ത ഒരു വ്യക്തിയെ എന്ത് ചെയ്യാം? മുഖ്യമന്ത്രിയായിട്ട് ഗവർണർക്ക് നിയമിക്കാൻ സാധിക്കും. പക്ഷേ അവിടെയും കണ്ടീഷൻ ഉണ്ട്. ചുമതലയേറ്റ് 6 മാസത്തിനകം ആ വ്യക്തി സഭയിൽ അംഗമായിരിക്കണം. അതായത് എവിടെ നിന്നെങ്കിലും മത്സരിച്ച് അവിടെ വിജയിച്ച് സഭയിലെ അംഗത്വം എടുത്തിരിക്കണം, നിയമസഭാ അംഗമാകണം. അല്ലാത്ത പക്ഷം എന്ത് ചെയ്യും? ആ സ്ഥാനം നഷ്ടപ്പെടും. ഓക്കെ, അപ്പൊ ആ ഒരു കണ്ടീഷൻ മനസ്സിലാക്കി വെച്ചേക്കണേ. സാധാരണ രീതിയിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ ലഭിച്ച പാർട്ടിയുടെ നേതാവിനെയാണ് മുഖ്യമന്ത്രിയായിട്ട് തെരഞ്ഞെടുക്കുന്നത്. ഇനി ഗവർണർക്ക് എന്ത് ചെയ്യാം? അവിടെ വിവേചന അധികാരം പ്രയോഗിക്കാൻ സാധിക്കുന്നു. അങ്ങനെ പ്രയോഗിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? അതിനകത്തുള്ള ഒരു വ്യക്തിയെ പിടിച്ച് നിയമിക്കുന്ന സമയത്ത് 1 മാസത്തിനുള്ളിൽ വിശ്വാസ വോട്ടെടുപ്പ് നടത്തി വിശ്വാസ വോട്ട് വിജയിച്ചാൽ മാത്രമേ ആ സ്ഥാനത്ത് തുടരാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം രാജിവെക്കണം. ഇനി അംഗമല്ലാത്തൊരു വ്യക്തിയെയും ഗവർണർക്ക് എടുത്ത് മുഖ്യമന്ത്രിയാക്കാൻ പറ്റും. പക്ഷെ 6 മാസത്തിനുള്ളിൽ എവിടെ നിന്നെങ്കിലും മത്സരിച്ച് എന്ത് ചെയ്യണം? ആ ഒരു സീറ്റ് നേടി അംഗത്വം എടുക്കണം, നിയമസഭാ അംഗമാകണം. അല്ലാത്ത പക്ഷം ആ സീറ്റും നഷ്ടപ്പെടുന്നതാണ്. ഇനി മുഖ്യമന്ത്രിക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? മുഖ്യമന്ത്രിക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ഗവർണറാണ്. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ? സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ഗവർണറാണ്. ഇനി മുഖ്യമന്ത്രിയുടെ അധികാരങ്ങളൊന്നും നമുക്ക് പെട്ടെന്നൊന്ന് നോക്കിയിട്ട് പോകാം. എന്തൊക്കെയാണ്? മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഗവർണർ എന്ത് ചെയ്യുന്നത്? മറ്റ് മന്ത്രിമാരെ നിയമിക്കുന്നത്. അല്ലാതെ ഗവർണറുടെ ഇഷ്ടപ്രകാരം ഒന്നും അല്ല കേട്ടോ. മന്ത്രിമാരുടെ വകുപ്പുകൾ തീരുമാനിക്കുന്നതും ആരാണ്? മുഖ്യമന്ത്രിയാണ്. അപ്പോ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഗവർണർ മറ്റു മന്ത്രിമാരെ നിയമിക്കുന്നത്. അവർക്ക് ഏതൊക്കെ വകുപ്പുകൾ കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നതും മുഖ്യമന്ത്രിയാണ്. ഇനി മന്ത്രിമാരോട് രാജി ആവശ്യപ്പെടാനോ മന്ത്രിമാരെ പുറത്താക്കാൻ ഗവർണറോട് ആവശ്യപ്പെടാനുമുള്ള അധികാരം നമ്മൾ ആർക്ക് കൊടുത്തിട്ടുണ്ട്? നമ്മുടെ ഭരണഘടന മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്. അത് മനസ്സിലാക്കി വെച്ചിരിക്കുക. അതായത് മന്ത്രിമാരോട് രാജി ആവശ്യപ്പെടാം. ആ ഒരു പ്രശ്നം ഉണ്ടാവുകയാണ്, ഒരു അഴിമതി ആരോപണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമോ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ എന്താണ്? മുഖ്യമന്ത്രി ആവശ്യപ്പെടുന്നു, നിങ്ങൾ രാജിവെക്കണം. വെക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആവശ്യപ്പെടാനുള്ള അധികാരമുണ്ട്. ഓക്കെ, ഭരണഘടന അതിനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ അയാൾ രാജിവെക്കുന്നു. ഇനി ഇപ്പം രാജിവെക്കണമെന്ന് പറഞ്ഞിട്ട് രാജിവെക്കുന്നില്ല എങ്കിൽ ഗവർണറെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കാം? അയാളെ പുറത്താക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, ഗവർണർ ആവശ്യപ്പെടാനുള്ള പുറത്താക്കാനുള്ള ഗവർണറോട് ആവശ്യപ്പെടാം, ആ വ്യക്തിയെ ആ സ്ഥാനത്ത് നിന്നും പുറത്താക്കാൻ പറയാം. ഗവർണർക്ക് അങ്ങനെ പുറത്താക്കാൻ സാധിക്കും. ഓക്കെ, ഇനി ഗവർണർക്കും സംസ്ഥാന മന്ത്രിസഭയ്ക്കും ഇടയ്ക്കുള്ള ഒരു പാലമായിട്ട് പ്രവർത്തിക്കുന്നതാണ് നമ്മുടെ മുഖ്യമന്ത്രി. ആർക്കൊക്കെ എതിരായിട്ടാണ്? ആർക്കൊക്കെ ഇടയിൽ നിന്നാണ്? 1 ഗവർണർ, 2 ആരാണ്? സംസ്ഥാന മന്ത്രിസഭ. ഓക്കെ, അപ്പൊ ഇവർക്കിടയിലായിട്ട് നിൽക്കുന്ന ഒരു പാലം ആരാണ്? നമ്മുടെ ചീഫ് മിനിസ്റ്റർ ആണ്. ഓക്കെ, നമ്മുടെ മുഖ്യമന്ത്രി ആണെന്ന് ഓർത്തു വെച്ചിരിക്കുക. ഇനി സംസ്ഥാന മന്ത്രിസഭയിലേക്ക് ഒന്ന് പോകാം. സംസ്ഥാന മന്ത്രിസഭ എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിസഭയ്ക്ക് ഉണ്ടാകേണ്ട ഏറ്റവും കുറഞ്ഞ അംഗസംഖ്യ എത്രയാണ്? ശ്രദ്ധിച്ച് പഠിക്കുക. സംസ്ഥാന മന്ത്രിസഭ, ഓക്കെ, മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിസഭയ്ക്ക് ഉണ്ടാകേണ്ട ഏറ്റവും കുറഞ്ഞ അംഗസംഖ്യ എന്ന് പറയുന്നത് 12 ആണ്. അതായത് ഒരു മന്ത്രിസഭയിൽ കുറഞ്ഞത് 12 മന്ത്രിമാരെങ്കിലും ഉണ്ടാകണം.
മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ എണ്ണം നിയമസഭയുടെ ആകെ അംഗസംഖ്യയുടെ 15% കൂടുതലാകാൻ പാടില്ല. ഇത് ശ്രദ്ധിക്കേണ്ടത്, ഇത് മിനിമം ലിമിറ്റ് ആണ്. മിനിമം ലിമിറ്റ് 12 ആണ്. 12ൽ കുറയാൻ പാടില്ലെന്നാണ്. മാക്സിമം ലിമിറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് മന്ത്രിമാരുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? നിയമസഭയുടെ ആകെ അംഗസംഖ്യ എത്രയാണോ അതിന്റെ 15% കൂടുതൽ. 15% മറന്നു പോകല്ലേ, അവര് നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ 20% എന്നൊക്കെ പറയും, വീണ് പോവരുത്. 15% നിയമസഭയുടെ ആകെ അംഗസംഖ്യയുടെ 15% കൂടുതലാകാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഇനിയും സംസ്ഥാന മന്ത്രിസഭയ്ക്ക് സംസ്ഥാന നിയമസഭയോടാണ് കൂട്ടുത്തരവാദിത്തമുള്ളത് കേട്ടോ, അല്ലാതെ ഗവർണറോടല്ല. സംസ്ഥാന മന്ത്രിസഭയ്ക്ക് സംസ്ഥാന നിയമസഭയോടാണ് കൂട്ടുത്തരവാദിത്തം. മനസ്സിലായോ? സംസ്ഥാന മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലായോ? അപ്പൊ ഒന്നുകൂടെ പറഞ്ഞേ, മുഖ്യമന്ത്രി ഉൾപ്പെടെ സംസ്ഥാന മന്ത്രിസഭയിൽ വേണ്ടുന്ന അംഗങ്ങളുടെ കുറഞ്ഞ എണ്ണം എത്രയാണ്? ഏറ്റവും കുറഞ്ഞ അംഗസംഖ്യ എത്രയാണ്? 12 ആണ്. മാക്സിമം അംഗസംഖ്യ എത്രയാണ്? നിയമസഭയുടെ ആകെ അംഗങ്ങളുടെ 15% കൂടുതലാകാൻ പാടില്ല എന്നതാണ് വ്യവസ്ഥ. ഓക്കെ, ഇനി സംസ്ഥാന മന്ത്രിസഭയ്ക്ക് ആരോടാണ് കൂട്ടുത്തരവാദിത്തമുള്ളത്? അത് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി എന്ന് നമ്മൾ പറയും. ആരോടാണ്? അത് സംസ്ഥാന നിയമസഭയോടാണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. മനസ്സിലായോ? ക്ലിയർ ആണോ? അപ്പൊ ആ ഒരു കാര്യം ഓർത്ത് വെച്ചിരിക്കുക. മുഖ്യമന്ത്രിയുടെ അധികാരങ്ങൾ നമ്മൾ പഠിച്ചു, അതേപോലെ തന്നെ സംസ്ഥാന മന്ത്രിസഭയെ പറ്റി പഠിച്ചു. അങ്ങനെയെങ്കിൽ ദാ നോക്കൂ, കേന്ദ്ര മന്ത്രിസഭയിലേക്ക് ഒന്ന് പോകാം. കേന്ദ്ര മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്താനാണ് പറയുന്നത്. 4 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ഞാൻ വായിച്ചു തരാം, ശ്രദ്ധിച്ചു കേൾക്കുക. വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം 75 പ്രകാരം പ്രധാനമന്ത്രിയെയും മറ്റ് മന്ത്രിമാരെയും പ്രധാനമന്ത്രിയുടെ ഉപദേശപ്രകാരവും രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. രണ്ടാമത്തത്, ആർട്ടിക്കിൾ അല്ലെങ്കിൽ അനുച്ഛേദം 75-ലെ 3-ാമത്തെ ക്ലോസ് പ്രകാരം മന്ത്രിസഭയ്ക്ക് പാർലമെന്റിനോട് കൂട്ടുത്തരവാദിത്തമുണ്ട്. 3-ാമത്തെ സ്റ്റേറ്റ്മെന്റ്, 91-ാം ഭരണഘടനാ ഭേദഗതി മന്ത്രിമാരുടെ എണ്ണം ലോക്സഭയുടെ ആകെ അംഗസംഖ്യയുടെ 20% കവിയരുത് എന്ന് വ്യവസ്ഥ ചെയ്തു. 4-ാമത്തത്, മന്ത്രിമാരുടെ ശമ്പളവും അലവൻസുകളും പാർലമെന്റ് കാലാകാലങ്ങളിൽ നിശ്ചയിക്കുന്ന നിയമപ്രകാരമായിരിക്കും. ഓക്കെ, അപ്പോ അങ്ങനെയെങ്കിൽ ഒന്ന് പറയാൻ ശ്രമിച്ചേ. ഈ 4 സ്റ്റേറ്റ്മെന്റ് വെച്ച് നോക്കുമ്പോൾ ശരിയായ സ്റ്റേറ്റ്മെന്റ് കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞത്. എന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? ഒന്ന് കണ്ടെത്താമോ? ഒന്ന് നോക്കിക്കേ. ആൻസർ കിട്ടിയോ? ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. അങ്ങനെയെങ്കിൽ ആൻസർ വരുന്നത് 1ഉം 4ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. 1ഉം 4ഉം മാത്രം. ഓക്കെ, ശ്രദ്ധിക്കുക. എന്താ 1-ാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് നമ്മൾ പഠിച്ചു. അതായത് ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 75 പ്രകാരം പ്രധാനമന്ത്രിയെയും മറ്റ് മന്ത്രിമാരെയും പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മറ്റ് മന്ത്രിമാരെയും നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. അതിലൊരു സംശയവും ഇല്ല അല്ലെ? ഇനി 2-ാമത്തെ സ്റ്റേറ്റ്മെന്റും 3-ാമത്തെ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. കാര്യം എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് വായിച്ചപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ആർട്ടിക്കിൾ 75(3) പ്രകാരം മന്ത്രിസഭയ്ക്ക് പാർലമെന്റിനോട് കൂട്ടുത്തരവാദിത്തം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ശരിയാണോ? പാർലമെന്റിനോടാണോ മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്തം, അതോ ലോക്സഭയോട് മാത്രമാണോ? കിട്ടിയില്ലേ? എന്താണ്? ലോക്സഭയോട് മാത്രമാണ് കേട്ടോ. ലോക്സഭയോട് കൂട്ടുത്തരവാദിത്തം ഉണ്ടാകും, അല്ലെങ്കിൽ ഹൗസ് ഓഫ് പീപ്പിൾ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഹൗസ് ഓഫ് പീപ്പിൾ. ഹൗസ് ഓഫ് പീപ്പിളിനോട് മാത്രമേ കൂട്ടുത്തരവാദിത്തം ഉണ്ടാവുകയുള്ളൂ, കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്നു. എവിടെ? ആർട്ടിക്കിൾ 75-ലെ 3-ാമത്തെ ക്ലോസിൽ കേട്ടോ. അതുകൊണ്ട് അവിടെ പാർലമെന്റ് എന്ന് പറഞ്ഞത് കൊണ്ട് അത് തെറ്റാണ്. കാരണം പാർലമെന്റ് എന്ന് പറയുമ്പോൾ ലോക്സഭയും രാജ്യസഭയും അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് അല്ലെ. അപ്പൊ രാജ്യസഭയോട് കൂട്ടുത്തരവാദിത്തം വേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി 91-ാം ഭരണഘടനാ ഭേദഗതി മന്ത്രിമാരുടെ എണ്ണം ലോക്സഭയുടെ ആകെ അംഗസംഖ്യയുടെ 20% എന്ന് പറഞ്ഞാൽ കവിയരുതെന്ന് പറഞ്ഞാൽ അത് ശരിയാണോടാ? 20% കവിയരുത് എന്നാണോ ഉള്ളത്?
അല്ല, നമ്മൾ നേരത്തെ പഠിച്ചു സംസ്ഥാനത്തിലെ ആകെ അംഗസംഖ്യ, സംസ്ഥാന നിയമസഭയിലെ മന്ത്രിമാരുടെ എണ്ണം എന്ന് പറയുന്നത്, സംസ്ഥാന മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ എണ്ണം എന്ന് പറയുന്നത് നിയമസഭയിലെ ആകെ അംഗസംഖ്യയുടെ 15% കവിയാൻ പാടില്ല എന്നാണ് നമ്മൾ പഠിച്ചത്. അതേപോലെ തന്നെ സെയിം കാര്യം തന്നെ അവിടെ പറയുന്നുണ്ട്. എന്താണ്? കേന്ദ്ര മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ എണ്ണം എന്ന് പറയുന്നത് ലോക്സഭയുടെ ആകെ അംഗങ്ങളുടെ 15% കൂടുതലാകാൻ പാടില്ല എന്ന്. സോ മാക്സിമം ലിമിറ്റ് രണ്ടും 15% തന്നെയാണ്. സോ അതിനകത്ത് വ്യത്യാസമൊന്നുമില്ല. ഇവിടെ 20% എന്ന് പറഞ്ഞത് കൊണ്ടാണ് അത് തെറ്റിയത്, ഇവിടെ പാർലമെന്റ് എന്ന് പറഞ്ഞത് കൊണ്ടാണ് അതും തെറ്റിയത്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനത്തെ ഉള്ള ചോദ്യങ്ങൾ പെട്ടെന്ന് നമ്മളെ കണ്ണിൽ ഉടക്കത്തില്ല. നമ്മൾ അത് ശരിയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങ് പോകും. ബട്ട് അത് നമുക്ക് മാർക്ക് നഷ്ടപ്പെടുത്തും എന്നുള്ള കാര്യം ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, അങ്ങനെയെങ്കിൽ നാ നോക്കിക്കേ. ആർട്ടിക്കിൾ 75 പ്രകാരം ശ്രദ്ധിക്കുക. ആർട്ടിക്കിൾ 75 പ്രകാരം പ്രധാനമന്ത്രിയെയും മറ്റു മന്ത്രിമാരെയും പ്രധാനമന്ത്രിയുടെ ഉപദേശപ്രകാരം നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. സംസ്ഥാനത്താണെങ്കിൽ മുഖ്യമന്ത്രിയെയും മറ്റു മന്ത്രിമാരെയും നിയമിക്കുന്നത് ഗവർണറാണ്. ഇവിടെ ആണെങ്കിൽ കേന്ദ്ര തലത്തിലാണെങ്കിൽ പ്രധാനമന്ത്രിയെയും മറ്റു മന്ത്രിമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഏത് ആർട്ടിക്കിൾ പ്രകാരം? ആർട്ടിക്കിൾ 75 പ്രകാരം. ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 75 പ്രകാരം. ഇനി ആർട്ടിക്കിൾ 75 തന്നെ പറയുന്നൊരു കാര്യമുണ്ട്. മന്ത്രിസഭയ്ക്ക് ലോക്സഭയോട് കൂട്ടുത്തരവാദിത്തം ഉണ്ടായിരിക്കും. ആരോടാണ്? പാർലമെന്റിനോടല്ല, രാജ്യസഭയോടല്ല, ലോക്സഭയോട് മാത്രം. കേട്ടോ? ഓക്കെ, അപ്പൊ ആർട്ടിക്കിൾ 75 പ്രകാരം 75-ലെ 3-ാമത്തെ ക്ലോസിൽ പറയുന്നത് എന്താണ്? മന്ത്രിസഭയ്ക്ക് ലോക്സഭയോട് കൂട്ടുത്തരവാദിത്തം ഉണ്ടായിരിക്കും. ഇനി നോക്കൂ, നമ്മുടെ ആ ഒരു മാക്സിമം ലിമിറ്റ് പറയുന്നു. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിസഭയുടെ പരമാവധി അംഗസംഖ്യ എന്ന് പറയുന്നത് ലോക്സഭയുടെ ആകെ അംഗസംഖ്യയുടെ 15% കവിയാൻ പാടില്ല. കേട്ടോ? 15%-ൽ കൂടുതലാകാൻ പാടില്ല. അങ്ങനെയെങ്കിൽ ഈ 15%-ൽ കൂടുതലാകാൻ പാടില്ല എന്ന വ്യവസ്ഥ തുടക്കത്തിലൊന്നും ഉണ്ടായിരുന്നില്ല. അത് പിന്നീട് 2003-ലെ 91-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് കൂട്ടിച്ചേർത്തത്. അത് എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. ഈ 15%-ൽ കൂടുതലാകാൻ പാടില്ല എന്നുള്ളൊരു മാക്സിമം ലിമിറ്റ് ഉണ്ടല്ലോ, അത് കൂട്ടിച്ചേർത്തത് 91, മറന്നു പോകല്ലേ, 2003-ലെ 91-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് അത് കൂട്ടിച്ചേർത്തത്. ഇനി കേന്ദ്ര മന്ത്രിസഭയുടെ അംഗബലം നിലവിൽ എത്ര വരെ ആകാം? അപ്പൊ നമ്മൾ ആ ഒരു വ്യവസ്ഥ വെച്ച് 15%-ൽ കവിയാൻ പാടില്ല എന്ന് പറയുമ്പോൾ ആ ഒരു ലിമിറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ നിലവില് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗബലം എന്ന് പറയുന്നത് നമുക്കറിയാം 543 നിലവിലെ ടോട്ടൽ അംഗസംഖ്യ. അതിന്റെ 15%-ൽ കവിയാൻ പാടില്ലെന്ന് പറയുമ്പോൾ മാക്സിമം പോയാൽ 81. 81-ന് അപ്പുറത്തോട്ട് പോകാൻ പാടില്ല. മന്ത്രിമാരുടെ എണ്ണം 81-ന് അപ്പുറത്തേക്ക് പോകാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഇനി രാഷ്ട്രപതിയെ ഉപദേശിക്കാനും സഹായിക്കാനും പ്രധാനമന്ത്രി തലവനായി ഒരു മന്ത്രിസഭ ഉണ്ടായിരിക്കണം എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിൾ 7 അപ്പൊ കേന്ദ്ര മന്ത്രിസഭയെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് ഏത്? ആർട്ടിക്കിൾ 74. കേട്ടോ? അപ്പൊ രാഷ്ട്രപതി ഉപദേശിക്കാനും സഹായിക്കാനും പ്രധാനമന്ത്രി തലവനായി ഒരു മന്ത്രിസഭ ഉണ്ടായിരിക്കേണ്ടതാണ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 74. ഇനി മന്ത്രിമാരുടെ ശമ്പളം, ആനുകൂല്യങ്ങൾ എന്നിവ നിശ്ചയിക്കുന്നത് ആരാണ്? പാർലമെന്റ് ആണ്. കേട്ടോ? മന്ത്രിമാർക്ക് എത്ര ശമ്പളം കൊടുക്കണം, എന്തൊക്കെ ആനുകൂല്യങ്ങൾ കൊടുക്കണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള അധികാരം പാർലമെന്റിനാണ്. കേന്ദ്രമന്ത്രിമാർ ആരുടെ മുന്നിലാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്? അത് രാഷ്ട്രപതിയുടെ മുന്നിൽ തന്നെയാണ്. പിന്നെ പാർലമെന്റ് അംഗമല്ലാത്ത ഒരു വ്യക്തിക്ക് എത്ര കാലം മന്ത്രിയായിട്ട് ചുമതലയിൽ ഇരിക്കാന്ന് ചോദിച്ചാൽ മാക്സിമം പോയാൽ 6 മാസം. 6 മാസത്തിനകം നേരത്തെ പോലെ തന്നെ അദ്ദേഹം ഏതെങ്കിലും ഒരു സഭയിൽ അംഗത്വം നേടിയിരിക്കണം. ഇനി കേന്ദ്രമന്ത്രിമാർക്ക് ലോക്സഭയിലെയും രാജ്യസഭയിലെയും പങ്കെടുക്കാം. പക്ഷെ അവർ ഏത് സഭയിൽ നിന്നാണോ തെരഞ്ഞെടുക്കപ്പെട്ടത് അവിടെ മാത്രമേ അവർക്ക് വോട്ടവകാശം ഉണ്ടായിരിക്കുകയുള്ളൂ. അത് ആർട്ടിക്കിൾ 88-ൽ പറയുന്നതാണ്. മീൻസ് ലോക്സഭയിലുള്ള ഒരു വ്യക്തിക്ക് ലോക്സഭാ സമ്മേളനത്തിലും രാജ്യസഭാ സമ്മേളനത്തിലും പങ്കെടുക്കാം. ബട്ട് അവർക്ക് വോട്ടവകാശം രാജ്യസഭാ സമ്മേളനത്തിൽ കാണത്തില്ല. ഓക്കെ, അപ്പൊ ആ ഒരു വ്യവസ്ഥ മനസ്സിലാക്കി വെച്ചിരിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രധാനമന്ത്രി ഉൾപ്പെട്ട മന്ത്രിസഭയിലെ അംഗങ്ങളുടെ എണ്ണം മൊത്തം അംഗങ്ങളുടെ 15%-ൽ അധികമാകരുത് എന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതി ഏതാണ്? 89, 91, 99, 81. ഏതാണ്? നമ്മൾ പഠിച്ചു 91st ആണ്. ഇത് മറന്നു പോകല്ലേ, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. 91ാം ഭേദഗതിയാണ്. വീണ്ടും ചോദിച്ചു. മന്ത്രിമാരുടെ കൗൺസിലുകളുടെ വലുപ്പം അംഗങ്ങളുടെ 15% പരിമിതപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഏത് തന്നെയാണ്? അത് 91ാം
ഭേദഗതിയാണ്. ഓക്കെ, അപ്പൊ ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലായല്ലോ. 2003 91 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, 15% എന്ന് പറയുന്ന മാക്സിമം ലിമിറ്റ് കൊണ്ടുവന്നത്. ഇനി അടുത്ത ചോദ്യം എന്താണ്, കേന്ദ്ര മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഒരു വകുപ്പിന്റെയും സ്വതന്ത്ര ചുമതല ലഭിക്കാത്ത മന്ത്രിമാരാണ് ഉപമന്ത്രിമാരെന്ന് പറയുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളുടെ സ്വതന്ത്ര ചുമതല മന്ത്രിമാരാണ് സഹമന്ത്രിമാരെന്ന് പറയുന്നു. നിർമ്മല സീതാരാമൻ, അമിത്ഷാ തുടങ്ങിയവർ ക്യാബിനറ്റ് മന്ത്രിമാരാണ്. ഇന്ത്യയിലെ മന്ത്രിമാരിൽ ഏറ്റവും ഉയർന്ന റാങ്കിലുള്ള അവരാണ് സഹമന്ത്രിമാരെന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ അതിനകത്ത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ്? നിങ്ങളുടെ അഭിപ്രായത്തിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് ഇതിന്റെ ഓപ്ഷൻ ഒന്ന് പെട്ടെന്ന് കണ്ടുപിടിച്ചേ. കേന്ദ്ര മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട ശരി, നമുക്കറിയാം ഉപമന്ത്രിമാർ, സഹമന്ത്രിമാരുണ്ട്, ക്യാബിനറ്റ് മന്ത്രിമാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. സോ ആൻസർ കിട്ടിക്കാണുമെന്ന് കരുതിക്കോട്ടെ. നോക്കൂ, ആൻസർ വരുന്നത് 1ഉം 3ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. അതായത് ഒരു വകുപ്പിന്റെയും സ്വതന്ത്ര ചുമതല ലഭിക്കാത്ത മന്ത്രിമാരെയാണ് ഉപമന്ത്രിമാർ എന്ന് പറയുന്നത്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു വകുപ്പിന്റെയും സ്വതന്ത്ര ചുമതല ആർക്കുണ്ടാവില്ല? ഉപമന്ത്രിമാർക്ക് ഉണ്ടാവില്ല. ഇനി നിർമ്മല സീതാരാമനും അമിത്ഷായും തുടങ്ങിയവർ എന്താണ്? ക്യാബിനറ്റ് മന്ത്രിമാരാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഒന്ന് പറഞ്ഞേ, നമുക്കതൊന്ന് പെട്ടെന്ന് നോക്കാം. അപ്പൊ ക്യാബിനറ്റ് മന്ത്രിമാരുടെ മന്ത്രിസഭയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിഭാഗമാണ് ക്യാബിനറ്റ് മന്ത്രിമാർ. അതിന് ശേഷമേ താഴോട്ടെ സഹമന്ത്രിമാർ, ഉപമന്ത്രിമാരൊക്കെ വരത്തുള്ളൂ കേട്ടോ. അത് ഓർത്ത് വെച്ചിരിക്കുക. പ്രധാന വകുപ്പുകളുടെ ചുമതല വഹിക്കുന്ന പ്രധാനമന്ത്രിമാരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യാബിനറ്റ് മന്ത്രിമാര്. പ്രധാനമന്ത്രി ചേർന്നാണ് ക്യാബിനറ്റ് രൂപീകരിക്കുന്നത്. നയ തീരുമാനങ്ങളിൽ പ്രധാന പങ്ക് വഹിക്കുന്നത്. നമുക്കിപ്പോ അറിയാം, കേന്ദ്ര മന്ത്രിസഭ എന്ന് പറയുന്നത് വലുതാണ്. ഓക്കെ, അപ്പോ എന്തെങ്കിലും കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ ഈ മന്ത്രിമാരെ എല്ലാരെയും കൂടെ വിളിച്ചു ചേർത്ത് കാര്യങ്ങൾ തീരുമാനിക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമില്ല. ചിലവർ പല യാത്രകളിലായിരിക്കും, പല സ്ഥലങ്ങളിലായിരിക്കും. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് കൊണ്ടുവരാന്ന് പറയുന്നത് പെട്ടെന്ന് തീരുമാനം എടുക്കുമ്പോൾ അത് നടക്കുന്ന പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. സോ പെട്ടെന്നുള്ള അത്യാവശ്യ കാര്യങ്ങളിലും പ്രധാനപ്പെട്ട കാര്യങ്ങളിലെല്ലാം തീരുമാനമെടുക്കാൻ ആര് മതി? ഈ ക്യാബിനറ്റ് ഗ്രൂപ്പ് മതി. അതിനകത്ത് പ്രധാനമന്ത്രി ഉണ്ടാകും. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരും കൂടെ ചേർന്നതായിരിക്കും ഈ ക്യാബിനറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ സഹമന്ത്രിമാരെയാണ് നമ്മൾ സാധാരണ സംസ്ഥാന മന്ത്രിമാരെന്നൊക്കെ പറയത്തില്ലേ, മിനിസ്റ്റേഴ്സ് ഓഫ് സ്റ്റേറ്റ് എന്ന് വിളിക്കാറുണ്ട്. അത് 2 രീതിയിലുണ്ട്. സഹമന്ത്രിമാര് 2 തരത്തിലുണ്ട്. ഒന്ന്, സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാരുണ്ട്. സ്വതന്ത്ര ചുമതലയുള്ള, സ്വന്തം വകുപ്പിന്റെ ചുമതല നേരിട്ട് വഹിക്കും. ഓക്കെ, സ്വന്തം വകുപ്പിന്റെ ചുമതല നേരിട്ട് വഹിക്കും. ക്യാബിനറ്റ് മന്ത്രി ഇല്ലാത്ത വകുപ്പ് നിയന്ത്രിക്കും. ഇതൊക്കെയാണ് സഹമന്ത്രിമാർ അല്ലെങ്കിൽ സംസ്ഥാന മന്ത്രിമാരുടെ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാര് ചെയ്യുന്നത്. ഇനി ക്യാബിനറ്റ് മന്ത്രിയെ സഹായിക്കുന്ന സഹമന്ത്രി ഉണ്ട്. ഓക്കെ, ഒരു ക്യാബിനറ്റ് മന്ത്രിയുടെ കീഴിൽ പ്രവർത്തിച്ച് അദ്ദേഹത്തെ സഹായിക്കുക എന്നതാണ് ആ ഒരു ഗ്രൂപ്പ് ചെയ്തത്. മറ്റേത് സ്വതന്ത്രമായിട്ട്, അത് ക്യാബിനറ്റിന്റെ മന്ത്രിയുടെ ആ ഒരു വേക്കൻസി എന്തെങ്കിലും ഇത് വരികയാണെങ്കിൽ മാത്രം, ക്യാബിനറ്റ് മന്ത്രി ഇല്ലാതെ വകുപ്പ് നിയന്ത്രിക്കുന്നു. അതിനകത്ത് ക്യാബിനറ്റ് മന്ത്രിയെ സഹായിക്കുന്ന ഒരു വ്യവസ്ഥ ഇതിനകത്ത് വരുന്നില്ല. ഓക്കെ, അത് ഓർത്ത് വെച്ചിരിക്കുക. സഹമന്ത്രിമാര് 2 തരത്തിൽ. ഒന്ന്, സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി, അതായത് സ്വന്തം വകുപ്പിന്റെ ചുമതല നേരിട്ട് വഹിക്കും. ഓക്കെ, അവിടെ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനെ സഹായിക്കേണ്ട കാര്യം വരുന്നില്ല. എന്നാൽ ക്യാബിനറ്റ് മന്ത്രിയെ സഹായിക്കുന്ന സഹമന്ത്രിമാരുണ്ട്. അത് ഒരു ക്യാബിനറ്റ് മന്ത്രിയുടെ കീഴിൽ നിന്നായിട്ടായിരിക്കും അയാൾ പ്രവർത്തിക്കുന്നത്. ഇനി ഉപമന്ത്രിമാരെന്ന് പറഞ്ഞാൽ എന്താണ്? ഡെപ്യൂട്ടി മിനിസ്റ്റേഴ്സ് എന്ന് പറയും. ക്യാബിനറ്റ് മന്ത്രി അല്ലെങ്കിൽ സഹമന്ത്രിയെ സഹായിക്കുന്ന മന്ത്രിമാർ, അതിന് താഴെയാണ് ഉപമന്ത്രിമാർ വരുന്നത് കേട്ടോ. ക്യാബിനറ്റ് മന്ത്രി, സഹമന്ത്രി, ഉപമന്ത്രി. ഓക്കെ, അപ്പോ ഏറ്റവും താഴെയാണ് ഉപമന്ത്രിമാർ വരുന്നത്. സ്വതന്ത്രമായ വകുപ്പ് ചുമതലകളൊന്നും സാധാരണയായിട്ട് ഉണ്ടാകത്തില്ല. ഇപ്പോൾ ഇന്ത്യയിൽ അങ്ങനെ ഈ ഒരു പദവി സാധാരണയായിട്ട് ഉപയോഗിക്കാറില്ല. അപ്പൊ നമ്മളോട് ചോദിച്ച ചോദ്യത്തിനകത്ത് ഇന്ത്യയിലെ മന്ത്രിമാരിൽ ഏറ്റവും ഉയർന്ന റാങ്കിലുള്ളവരാണ് സഹമന്ത്രിമാർ എന്ന് പറഞ്ഞാൽ അല്ല. ഇന്ത്യയിലെ മന്ത്രിമാരിൽ ഏറ്റവും ഉയർന്ന റാങ്കിലുള്ളവര് ക്യാബിനറ്റ് മന്ത്രിമാരാണ്. ഓക്കെ, സഹമന്ത്രിമാരല്ല. ഓക്കെ, ഇനി ഒരു വകുപ്പിന്റെയും സ്വതന്ത്ര ചുമതല ലഭിക്കാത്ത മന്ത്രിമാരെയാണ് നമ്മൾ ഉപമന്ത്രിമാർ. ഏറ്റവും താഴെ പഠിച്ചില്ലേ, ഒരു വകുപ്പിന്റെയും സ്വതന്ത്ര ചുമതല ലഭിക്കാത്ത മന്ത്രിമാരെ നമ്മൾ ഉപമന്ത്രിമാരെന്ന് പറയുന്നു. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളുടെ സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാര് സഹമന്ത്രിമാരല്ല, അത് ക്യാബിനറ്റ് മന്ത്രിമാരാണ്. ഓക്കെ, അപ്പൊ ആ ഒരു വ്യത്യാസം മനസ്സിലാക്കി വച്ചിരിക്കുക. ഓക്കെ ആണോ? ക്ലിയർ ആണോ? സോ നമ്മള് മന്ത്രിസഭ എന്നുള്ള ആ ഒരു
ഏരിയ നമ്മൾ പഠിച്ചു. സംസ്ഥാന മന്ത്രിസഭ, മുഖ്യമന്ത്രി, അതേപോലെ തന്നെ കേന്ദ്ര മന്ത്രിസഭ. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പം നമുക്ക് ഇനി പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒക്കെ പഠിക്കുമ്പോൾ തന്നെ നമ്മളെ എക്സിക്യൂട്ടീവ് വിഭാഗം നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ നമുക്ക് ഓരോ ഏരിയാസും നമുക്ക് പഠിക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏരിയാസ് ആണ് നമ്മൾ ആദ്യമേ റിവിഷൻ ചെയ്ത് പോകുന്നത്. സോ നിങ്ങൾ മാക്സിമം ഈ ഏരിയാസ് പഠിച്ചിട്ടില്ല എങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പോയി പഠിച്ച് സെറ്റ് ആക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു. ഹായ് ഓൾ, നമസ്കാരം. ഇന്ന് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ അടുത്ത കുറച്ച് PYQs ചെയ്യാനായിട്ട് പോവുകയാണ്. PSC കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഏരിയാസ് തന്നെയാണ് നമ്മൾ ആദ്യമേ റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു റിവിഷൻ എന്ന് പറയുമ്പോൾ ജസ്റ്റ് നമ്മൾ PYQs നോക്കി പോവുകയല്ല ചെയ്യുന്നത്, അതുമായി ബന്ധപ്പെട്ട കണക്റ്റഡ് ഫാക്ട്സ് കൂടി നമ്മളൊന്ന് റിവിഷൻ ചെയ്ത് പോവുകയാണ്. സോ നിങ്ങൾ എന്നോടൊപ്പം ശ്രദ്ധിച്ച് പഠിച്ച കാര്യങ്ങൾ വീണ്ടും റിവിഷൻ ചെയ്ത് മുന്നോട്ട് വരാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം കാണാൻ സാധിക്കുന്നുണ്ടോ? ചോദ്യം ഇങ്ങനെയാണ്: The governor of the state is appointed by which article of the constitution? ഇംഗ്ലീഷ് ചോദ്യം കണ്ട് ഞെട്ടണ്ട, ഇതൊക്കെ സിമ്പിൾ ചോദ്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഗവർണറെ അപ്പോയിന്റ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ട്രൈ ചെയ്ത് നോക്കണം, എപ്പോഴത്തെ പോലെ തന്നെ. അതിനുശേഷം എന്ത് ചെയ്യാം, എല്ലാ ക്വസ്റ്റ്യൻസും കഴിഞ്ഞതിന് ശേഷം എത്ര മാർക്ക് കിട്ടി എന്നുള്ള കാര്യം കൂടി നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോ ഗവർണറിനെ സ്റ്റേറ്റിൽ അപ്പോയിന്റ് ചെയ്യുന്നത് ഏത് ആർട്ടിക്കിൾ അനുസരിച്ചിട്ടാണ്? അപ്പൊ ഈ ചോദ്യം കാണുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഗവർണറുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് പഠിക്കണം എന്ന് മനസ്സിലായി അല്ലെ? അപ്പൊ അത് പഠിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഗവർണറുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഈ ചോദ്യം മാത്രമല്ല, ഇനിയും ചോദ്യങ്ങൾ ആർട്ടിക്കിൾ റിലേറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. 153, 56, 58, 63 എന്നാണ് ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത്. ഞാൻ ആൻസർ പറയട്ടെ, നിങ്ങൾ ആൻസർ ചെയ്തിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ആൻസർ വരുന്നത് ആർട്ടിക്കിൾ 153 അപ്പൊ പഠിച്ചു വെച്ചോളൂ. ആർട്ടിക്കിൾ 153 എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഗവർണറുടെ അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ഓർത്തു വെച്ചിരിക്കുക. 153 മറന്നു പോകല്ലേ. 153 ആർട്ടിക്കിള് എന്താണ്? ഗവർണർ അപ്പോയിന്റ്മെന്റുമായിട്ട് അല്ലെങ്കിൽ ഗവർണറെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആണ് 153. അപ്പൊ നമുക്കറിയാം ഗവർണർ ആരാടാ? ഗവർണർ എന്ന് പറഞ്ഞാല് നമ്മുടെ സംസ്ഥാന തലത്തില് കാര്യനിർവഹണ വിഭാഗം ഉണ്ടല്ലോ, അതിന്റെ തലവനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗവർണർ എന്ന് പറയുന്നത്. കേന്ദ്ര തലത്തിലും കാര്യനിർവഹണ വിഭാഗമുണ്ട്, അതേപോലെ തന്നെ സംസ്ഥാന തലത്തിലും കാര്യനിർവഹണ വിഭാഗമുണ്ടല്ലേ. സോ ആ ഒരു സംസ്ഥാന തലത്തിലെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ആരെന്ന് ചോദിച്ചാൽ ആരുടെ പേരാണ് ഉത്തരം പറയേണ്ടത്? അത് ഗവർണർ ആണ്, അല്ലാതെ മുഖ്യമന്ത്രി ആണെന്ന് പോയി പറയരുത് കേട്ടോ. കാര്യനിർവഹണ വിഭാഗത്തിന്റെ സംസ്ഥാനതല തലവനും ചോദിച്ചാൽ അത് ഗവർണർ ആണ്. അങ്ങനെയെങ്കിൽ ഇനി ഒരു സംസ്ഥാനത്ത് ഒരു ഗവർണർക്ക് വേറെ ഏതെങ്കിലും സംസ്ഥാനത്തെ ഗവർണർ സ്ഥാനം അറ്റ് ദ സെയിം ടൈം വഹിക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ ഉത്തരം പറയുന്നത്? വഹിക്കാൻ പറ്റുമെന്നാണ് അല്ലെ. അതായത് നമ്മുടെ ഭരണഘടനയിൽ പറയുന്നുണ്ട് ഒരാൾക്ക്, ഓക്കെ, അതായത് ഒരു വ്യക്തിക്ക് രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങളുടെ ഗവർണർ പദവി വഹിക്കാവുന്നതാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ, കേരളത്തിലെ ഗവർണർ തമിഴ്നാട്ടിലെയും ഗവർണർ ആകാറുണ്ട് അല്ലെ. അപ്പൊ രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങളുടെ ഗവർണർ പദവി അറ്റ് ദ സെയിം ടൈം വഹിക്കാൻ ഒരാൾക്ക് അധികാരം കൊടുത്ത ഭരണഘടനാ ഭേദഗതി ഏതാണ്? 1956 7ാം ഭരണഘടനാ ഭേദഗതിയാണ്. പഠിച്ചു വെച്ചോണേ, പഠിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പഠിച്ചു വെച്ചോണേ. 1956 7ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഒരു വ്യക്തിക്ക് രണ്ടോ അതിലധികമോ സംസ്ഥാനങ്ങളുടെ ഗവർണർ പദവി ഒരേ സമയത്ത് വഹിക്കാമെന്ന വ്യവസ്ഥ കൊണ്ടുവന്നത്. മറക്കത്തില്ലല്ലോ, 7ാം ഭേദഗതി വർഷം 56. ഇനി ഓരോ സംസ്ഥാനങ്ങൾക്കും ഗവർണർ ഉണ്ടായിരിക്കണം. നമ്മൾ പറഞ്ഞല്ലോ ഗവർണർ ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഗവർണറുടെ ആ ഒരു നിയമനത്തെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ നമ്മൾ പഠിച്ചു 153. ഇനി മറന്നു പോകത്തില്ലല്ലോ. നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെ ആയിരിക്കും: ഓരോ സംസ്ഥാനങ്ങൾക്കും ഗവർണർ ഉണ്ടായിരിക്കണം. ഓക്കെ, ഓരോ സംസ്ഥാനങ്ങൾക്കും ഗവർണർ ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണേത്?
ആർട്ടിക്കിൾ 153. അപ്പൊ ഈ ചോദ്യങ്ങളൊന്നും നിങ്ങൾ ഇനി മറന്നു പോകത്തില്ല എന്ന് ഞാൻ കരുതിക്കോട്ടെ. സംസ്ഥാന തലത്തിലെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗവർണർ. ഒരാൾക്ക് 2ഓ അതിലധികമോ സംസ്ഥാനങ്ങളുടെ ഗവർണർ പദവി വഹിക്കാൻ സാധിക്കുന്നു. ഏത് ഭേദഗതിയിലൂടെയാണ് അത് വ്യവസ്ഥ ചെയ്തതെന്ന് ചോദിച്ചാൽ 56-ലെ 7ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. ഇനി ഓരോ സംസ്ഥാനങ്ങൾക്കും ഗവർണർ ഉണ്ടായിരിക്കണം എന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പറയും അത് 153 മനസ്സിലായോ? അപ്പൊ ഗവർണറുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഞാൻ പറഞ്ഞല്ലോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാ, കുറച്ച് ആർട്ടിക്കിൾസ് പഠിച്ചു വെച്ചേ പറ്റുള്ളൂ കേട്ടോ. നമുക്കിപ്പം നിങ്ങൾ കാണുമ്പം ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ആണ് അല്ലെങ്കിൽ ബേസിക് ക്വസ്റ്റ്യൻ ആണ്, മലയാളം ക്വസ്റ്റ്യൻ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. LGS പരീക്ഷ മുതൽ അങ്ങ് ഡിഗ്രി മെയിൻസ് പരീക്ഷ വരെ കോമൺ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഇതൊക്കെ. നമുക്ക് അതുകൊണ്ട് എല്ലാ പരീക്ഷകൾക്കും ഉപകരിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കി കുറച്ച് എഫേർട്ട് ഇട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇനി ഗവർണറെ നിയമിക്കുന്നത് ആരാണ്? ഗവർണറെ നിയമിക്കുന്നത് ആരാ മക്കളെ? രാഷ്ട്രപതിയാണ്. ആരാണ് നിയമിക്കുന്നത് ഗവർണറെ? രാഷ്ട്രപതി നിയമിക്കുന്നു. ഏത് ആർട്ടിക്കിൾ പ്രകാരം? 155. മറക്കരുത്. ഓരോ സംസ്ഥാനങ്ങൾക്കും ഗവർണർ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത് 153-ലാണെങ്കിൽ ഗവർണറെ രാഷ്ട്രപതി നിയമിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 155 ആണ്. മറക്കുമോ? 155. രാഷ്ട്രപതിയും ഗവർണറും നിൽക്കുന്നു. രാഷ്ട്രപതി ഗവർണർക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നു. 155. ഓക്കെ, സെറ്റാണേ. അപ്പോ ഇവിടെ ഗവർണറെ ചിന്തിക്കുക, അപ്പുറത്ത് രാഷ്ട്രപതിയെ ചിന്തിക്കുക. അവരുടെ നടുക്കൊരു നമ്പർ എഴുതി വെച്ചിരിക്കുന്നത് കണക്ക് ചിന്തിക്കുക. എന്താണ് ആ നമ്പർ? 155 ആണ്. സംഭവം എന്താണ്? അതായത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 155-ൽ പറയുന്നു ഗവർണറെ നിയമിക്കേണ്ടത് പ്രസിഡന്റ് ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? നിങ്ങൾ ഇതേ കണക്ക് എഴുതി വെക്കുന്നതിന് പകരം നിങ്ങളായിട്ടുള്ള ഇതേപോലുള്ള ഷോർട്ട് കട്ട് നോക്കുക. നിങ്ങൾ തന്നെ ഇതേ കണക്ക് വരച്ചൊക്കെ പഠിച്ച് വെക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഷോർട്ട് നോട്ടിൽ എഴുതി വെക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇനി എത്ര നാൾ കഴിഞ്ഞാലും നിങ്ങളുടെ മനസ്സിൽ ഈ സംഭവങ്ങൾ തങ്ങി നിൽക്കും. അതായത് ഇത് ഗവർണർ, ഇത് പ്രസിഡന്റ് ഗവർണർക്ക് മീൻസ് അപ്പോയിന്റ് ചെയ്യുന്നു. അപ്പോ ആ ആർട്ടിക്കിൾ ആണ് 155. ഇനി ഗവർണർ ആകാനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ്? ഗവർണർ ആകാനുള്ള കുറഞ്ഞ പ്രായം എന്ന് പറയുന്നത് 35 വയസ്സാണ് കേട്ടോ. 35 വയസ്സാണ്. ഏത് ആർട്ടിക്കിളിലാണ് അവരുടെ യോഗ്യതയെ പറ്റി പ്രതിപാദിക്കുന്നത്? ആർട്ടിക്കിൾ 157-ലാണ് കേട്ടോ. ആർട്ടിക്കിൾ 157-ൽ എന്ത് പറയുന്നു? ഗവർണറുടെ യോഗ്യതയെ പറ്റി പരാമർശിക്കുന്നു. യോഗ്യതയിൽ എത്ര വയസ്സ് പൂർത്തിയാകണമെന്നാണ് പറയുന്നത്? 35 വയസ്സ് പൂർത്തിയാകണം. അതിനോടൊപ്പം പറയുന്ന മറ്റൊരു യോഗ്യത എന്താണെന്നറിയാമോ? ഇന്ത്യൻ പൗരനായിരിക്കണം. അപ്പൊ ഗവർണർ ആകുന്നതിന് വേണ്ടി നമ്മുടെ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 157-ൽ പറയുന്ന 2 യോഗ്യതകൾ: 1 ഇന്ത്യൻ പൗരനായിരിക്കണം, 2 35 വയസ്സ് പൂർത്തിയായിരിക്കണം. മനസ്സിലായോ? ക്ലിയർ ആണോ? അപ്പൊ 155-ല് നമ്മളെ ഗവർണറെ പ്രസിഡന്റ് നിയമിക്കുന്നു. 157-ൽ അവരുടെ യോഗ്യത എഴുതി വെച്ചിരിക്കുന്നു. 35 വയസ്സ് പൂർത്തിയാകണം, ഇന്ത്യൻ പൗരനായിരിക്കണം. ഓക്കെ അല്ലേ? ശരി. ഇനി ഗവർണർക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? ഇവിടെ ശ്രദ്ധിക്കണം, നിയമിക്കുന്നത് രാഷ്ട്രപതി. ഓക്കെ, എന്നാൽ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് രാഷ്ട്രപതി ആണോ? അല്ല, അത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കും. ആരായിരിക്കും? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ഗവർണർക്ക് എന്ത് ചൊല്ലിക്കൊടുക്കുന്നത്? സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ആസ് പെർ ആർട്ടിക്കിൾ 159. അപ്പോ ഗവർണറുടെ സത്യപ്രതിജ്ഞയെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ അത് 159 ആണ്. ആരാണ് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത്? അത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. മനസ്സിലായോ? ഗവർണർക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 159 ആണ്. 157 എന്തായിരുന്നു? യോഗ്യതയായിരുന്നു. 153 എന്തായിരുന്നു? അപ്പോയിന്റ്മെന്റിനെ പറ്റി പ്രതിപാദിക്കുന്നതായിരുന്നു അല്ലെ. ഇനി 155 എന്തായിരുന്നു? ഗവർണറെ രാഷ്ട്രപതി നിയമിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ്. അപ്പൊ 53,
55, 57, 59 പഠിച്ചു കഴിഞ്ഞേ. ഇനി പ്രോട്ടോകോൾ പ്രകാരം ഗവർണർ പദവിയുടെ സ്ഥാനം എത്രാമതാണ്? ശ്രദ്ധിച്ച് പഠിക്കുക. നമുക്ക് ഓരോ ഹൈറാർക്കി ഉണ്ട്. ഓക്കെ, അപ്പോ പ്രോട്ടോകോൾ, ആ ഒരു പ്രോട്ടോകോൾ പ്രകാരം ഗവർണറുടെ പൊസിഷൻ എത്രാമതാണ്? മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഗവർണറുടെ പൊസിഷൻ 4ാമത്തെ പൊസിഷൻ ആണ് കേട്ടോ. എത്രാമത്തെ പൊസിഷൻ ആണ്? 4ാമത്തെ പൊസിഷൻ ആണെന്ന് ഓർത്ത് വെച്ചിരിക്കുക. ക്ലിയർ ആണോ? ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ഇന്ത്യയിലെ സംസ്ഥാന ഗവർണറായി നിയമിക്കപ്പെടുന്നതിനുള്ള യോഗ്യതകൾ വിവരിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിൾ. ഇപ്പൊ നമ്മൾ പഠിച്ചു കഴിഞ്ഞത് കൊണ്ട് നിങ്ങൾക്ക് കേട്ടുകൊണ്ടിരുന്ന അല്ലെങ്കിൽ കേട്ട് പഠിച്ച മിക്കവർക്കും ഇപ്പോൾ ഉത്തരം ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കും. 58 ആണോ, 157 ആണോ, 156 ആണോ, അതോ 155 ആണോ? നമ്മളോട് ചോദിച്ചത് ഇന്ത്യയിലെ സംസ്ഥാന ഗവർണറായി നിയമിക്കപ്പെടുന്നതിനുള്ള യോഗ്യതയെ പറ്റിയിട്ടാണ് ചോദിച്ചത്. യോഗ്യത, യോഗ്യത എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്താ നമ്മുടെ മനസ്സിൽ വരേണ്ടത്? 157. എന്തൊക്കെയാണ് യോഗ്യതയായിട്ട് പറയുന്നത്? നോക്കൂ, ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സ് പൂർത്തിയായിരിക്കണം. സിമ്പിൾ ആണ്. ഗവർണറുടെ യോഗ്യത പഠിക്കാൻ വളരെ എളുപ്പമാണ്. 35 വയസ്സ് പൂർത്തിയായിരിക്കണം, അതേപോലെ തന്നെ ഇന്ത്യൻ പൗരനായിരിക്കണം. ഇനി ഗവർണറുടെ യോഗ്യതയെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ നമ്മൾ പഠിച്ചു. 157 മറന്നു പോകല്ലേ. 153, 155, 157, 159 എല്ലാം നമ്മുടെ മനസ്സിൽ മായാതെ തങ്ങി നിൽക്കണം. ഓക്കെ, ഇനി നമുക്കറിയാം ഗവർണർ സംസ്ഥാന തലത്തിലുള്ള കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവനാണ്. അവര് സംസ്ഥാന സർക്കാരിനോട് ചേർന്ന് നിന്നാണോ ഗവർണർ പ്രവർത്തിക്കുന്നത്? അല്ല, അത് കേന്ദ്ര സർക്കാരും നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെയും ഇടയ്ക്കായിട്ട് നിന്നുകൊണ്ടാണ്. അതായത് ഗവർണർ ആക്ച്വലി എന്താണ്? കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിനിധിയാണ്. ഓരോ സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിനിധിയായിട്ട് വരുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചാൽ എന്താ നമ്മൾ ഉത്തരം പറയേണ്ടത്? ദാറ്റ് ഇസ് ഗവർണർ. ഓക്കെ, ഇനി ഈ ഗവർണർക്ക് ഇനി രാജിക്കത്ത് സമർപ്പിക്കണം. ഓക്കെ, രാജിവെക്കാൻ പോവുകയാണ്, ഗവർണർ സ്ഥാനത്തിരിക്കാൻ താല്പര്യമില്ല. അങ്ങനെയെങ്കിൽ ഈ ഗവർണർ ആർക്കാണ് രാജിക്കത്ത് കൊടുക്കേണ്ടത്? സത്യപ്രതിജ്ഞ ചൊല്ലിത്തന്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണോ? അല്ല, പിന്നെ ആർക്കാണ്? അത് രാഷ്ട്രപതിക്കാണ്. നിയമിച്ചത് ആരായിരുന്നു? രാഷ്ട്രപതി ആയിരുന്നു അല്ലേ? ഓക്കെ, അപ്പൊ നിയമിച്ച രാഷ്ട്രപതി, അപ്പോൾ രാജിക്കത്തും ആർക്ക് തന്നെയാണ്? രാഷ്ട്രപതിക്ക് തന്നെയാണ് കൊടുക്കേണ്ടത്. ഇനി സാധാരണ ഗവർണറുടെ കാലാവധി എന്ന് പറയുന്നത് എത്ര വർഷമാണ്? 5 വർഷമാണ് കേട്ടോ. 5 വർഷമാണ് ഗവർണറുടെ കാലാവധി. ഇനി ഗവർണറുടെ സ്ഥാനത്ത് വേക്കൻസി വന്നു, അതായത് ഗവർണർക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു, ഗവർണർ പെട്ടെന്ന് ഒരു ലീവിലേക്ക് പോവുകയാണ്. പക്ഷെ ഗവർണർ ചെയ്യേണ്ടുന്ന കുറെ ഉത്തരവാദിത്തങ്ങളും ജോലികളും ഉണ്ട്. അപ്പൊ ആ സമയത്ത്, അതായത് ഗവർണർ രാജിവെച്ച് പോയി പുതിയ ആളെ വരേണ്ട ഗ്യാപ്പ് അല്ല, അല്ലാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗവർണറുടെ ഒരു അഭാവം അവിടെ ഉണ്ടാവുകയാണെങ്കിൽ ആ അഭാവത്തിൽ ആ പദവി വഹിക്കുന്നത് ആരാണ്? ആ പദവി വഹിക്കുന്നത് മുഖ്യമന്ത്രി ആയിരിക്കുമോ? അല്ലെങ്കിൽ പ്രധാനമന്ത്രി ആയിരിക്കുമോ? അല്ല, അതാരായിരിക്കും? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കും. മനസ്സിലായോ? ശ്രദ്ധിച്ച് പഠിക്കുക. ഗവർണറുടെ അഭാവത്തിൽ ആ പദവി വഹിക്കുന്നത് ആരാണ്? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. ക്ലിയർ ആണെന്ന് കരുതിക്കോട്ടെ, മനസ്സിലായെന്ന് കരുതിക്കോട്ടെ. അങ്ങനെയെങ്കിൽ നോക്കൂ, കുറ്റവാളികൾക്ക്, ഓക്കെ, ഇനി നമ്മുടെ ഗവർണറുമായി ബന്ധപ്പെട്ട മറ്റു ചില ആർട്ടിക്കിൾസ് പഠിക്കുകയാണ്. നമുക്കറിയാം പൊതുമാപ്പ് നൽകാനുള്ള അധികാരമുണ്ട്. ഓക്കെ, ഇപ്പൊ എന്തെങ്കിലും ഒരു കോടതി വിധിച്ച ഒരു ശിക്ഷ കുറയ്ക്കാൻ, അതായത് പൊതുമാപ്പ്, പാർഡനിങ് പവർ എന്നൊക്കെ നമ്മൾക്ക് പറയും അല്ലെ. അപ്പൊ ഇപ്പൊ സുപ്രീം കോടതിയൊക്കെ ഏതെങ്കിലും ഒരു ശിക്ഷയൊക്കെ വിധിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഇളവ് വരുത്താനുള്ള അധികാരം ആർക്കൊക്കെ ഉണ്ട്? നമ്മുടെ പ്രസിഡന്റിനൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ കുറ്റവാളികൾക്ക് മാപ്പ് നൽകാനുള്ള അധികാരം ആർക്കുമുണ്ട്? സംസ്ഥാന തലത്തിൽ നോക്കുകയാണെങ്കിൽ അത് ഗവർണർക്കുമുണ്ട്. അപ്പൊ ആ ഗവർണർക്ക് ആ ഒരു പവർ കൊടുക്കുന്ന, ആ ഒരു പാർഡനിങ് പവർ അല്ലെങ്കിൽ പൊതുമാപ്പ് നൽകുന്നതിനുള്ള അധികാരം കൊടുക്കുന്ന ആർട്ടിക്കിൾ ഏതെന്ന് ചോദിച്ചാൽ അത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ആർട്ടിക്കിൾ 161 ആണ്. ഇതിനകത്ത് കുറച്ച് ആർട്ടിക്കിൾസ് പഠിക്കണം, നിങ്ങൾ പഠിച്ചേ പറ്റത്തുള്ളൂ കേട്ടോ. ആർട്ടിക്കിൾസ് പഠിക്കാൻ കുറെ ബുദ്ധിമുട്ടാണ്, എങ്ങനെ പഠിക്കും എന്നും പറഞ്ഞ് വിഷമിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അത് നമ്മൾ ആദ്യമേയൊക്കെ വായിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും
ബ്ലാങ്ക് ആണ്. പക്ഷെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അത് റിവിഷൻ ചെയ്യുക. ഒരു 147 സൈക്കിളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? റിവിഷൻ ചെയ്യണം. അതായത് ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഇന്ന് റിവിഷൻ ചെയ്യുക. ഇന്ന് പഠിച്ച് സെറ്റ് ആക്കിയതിന് ശേഷം നിങ്ങൾ 4ാമത്തെ ദിവസം ആ സെയിം ടോപ്പിക് എടുത്ത് വീണ്ടും റിവിഷൻ ചെയ്യുക. അതിനുശേഷം 7ാമത്തെ ദിവസം എടുത്ത് വീണ്ടും ആ ഒരു ടോപ്പിക് റിവിഷൻ ചെയ്യുക. ഒരു ടോപ്പിക്ക് നമ്മൾ ഒരു 3 റിവിഷൻ സൈക്കിളിലൂടെ കൊണ്ടുപോവുകയാണെങ്കിൽ ആർട്ടിക്കിൾസ് എന്നല്ല, വർഷം എന്നല്ല, എന്ത് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും. സോ അതൊന്നും ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഒരു തവണ പഠിച്ച് അടച്ചു വെച്ചിട്ട് നേരെ പോയി പരീക്ഷ എഴുതുമ്പോഴാണ് ആർട്ടിക്കിൾസ് മറന്നു പോവുകയും വർഷങ്ങൾ മറന്നു പോവുകയും ചെയ്യുന്നത്. പകരം ഈ ഒരു രീതി നിങ്ങൾ ഫോളോ ചെയ്ത് നല്ലപോലെ ഒരു റിവിഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാം സാധാ പോലെ തോന്നിക്കോളും. എല്ലാ ടോപ്പിക്കും ഒരേപോലെ സിമ്പിൾ ആയിട്ട് തോന്നിക്കോളും കേട്ടോ. ഓക്കെ, അപ്പൊ അതാ തിരിച്ചു വരൂ. നമ്മൾ പറഞ്ഞു പൊതുമാപ്പ് അധികാരം, ഗവർണറുടെ പൊതുമാപ്പ് അധികാരത്തെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് മക്കളെ? ആർട്ടിക്കിൾ 161 ആണ്. ഇനി സംസ്ഥാനങ്ങളില് ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരമുണ്ട് അല്ലെ. നമുക്കറിയാം കേന്ദ്ര തലത്തില് ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ്. ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? 1, 2, 3 അല്ലെ. 123ാമത്തെ ആർട്ടിക്കിൾ ഓടിക്കോ എന്ന് നമ്മൾ പറയത്തില്ലേ. അപ്പോ 1, 2, 3 123ാമത്തെ ആർട്ടിക്കിൾ പ്രകാരം പ്രസിഡന്റിന് ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരമുണ്ട് അല്ലെ. ലോക്സഭയോ രാജ്യസഭയോ കൂടാത്ത സമയങ്ങളിൽ എന്തെങ്കിലും ബിൽ അത്യാവശ്യമായിട്ട് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? പ്രസിഡന്റിന് ഓർഡിനൻസിലൂടെ അത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. എന്നാൽ സംസ്ഥാന തലത്തിൽ ആ ഓർഡിനൻസ് കൊണ്ടുവരാനുള്ള അധികാരം ആർക്കുണ്ട്? ഗവർണർക്കുണ്ട്. അങ്ങനെ ആ ഗവർണർക്ക് അങ്ങനെ ഒരു അധികാരം കൊടുക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് മക്കളെ? ആർട്ടിക്കിൾ 213 ആണ്. നിങ്ങളിപ്പോ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും. പക്ഷെ നിങ്ങൾ കുറച്ച് ഗ്യാപ്പ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇത് മറന്നു പോകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ അത് ഒന്നുകൂടെ പഠിപ്പിച്ച് സെറ്റ് ആക്കി തരുന്നത് കേട്ടോ. നിങ്ങൾ ഓൾറെഡി പഠിച്ച് സെറ്റ് ആയിട്ടിരിക്കുന്നവരാണ്. ഇതൊക്കെ കാണാപ്പാടാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ പ്ലേ ബാക്ക് സ്പീഡ് കൂട്ടിയിട്ട് കേൾക്കുക, അല്ലെങ്കിൽ കുറച്ചും കൂടെ മുന്നോട്ട് ഡ്രാഗ് ചെയ്ത് കേട്ടു പോവുക കേട്ടോ. ഓക്കെ, അപ്പൊ പഠിക്കാത്തവർക്കും കൂടെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുകയാണേ. ഇനി സംസ്ഥാനങ്ങളിലെ ഓർഡിനൻസിന്റെ കേസ് മറന്നു പോകരുത്. ആർട്ടിക്കിൾ 213 ആണ്. 213ാമത്തെ ആർട്ടിക്കിളിലാണ് സംസ്ഥാനങ്ങളിലെ ഓർഡിനൻസുകളെ പറ്റിയിട്ട്, അല്ലെങ്കിൽ സംസ്ഥാനത്തിൽ ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്ന ഗവർണറുടെ അധികാരത്തെ പറ്റി പ്രതിപാദിക്കുന്നത്. 213 പാർഡനിങ് പവർ ആണെങ്കിൽ 161 ആണ്. കാലാവധി 5 വർഷമാണ്. അഭാവത്തിൽ ആ പദവി വഹിക്കുന്നത് ആരാണ്? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? മറന്നു പോകോ? 161 എന്താണ്? പാർഡനിങ് പവർ ആണ്. 213 എന്താണ്? ഓർഡിനൻസ് മേക്കിംഗ് പവർ ആണ്. ആരുടെ? ഗവർണറുടെ. ഓക്കെ, ഇനി നമുക്കറിയാം മണി ബില്ലുകൾക്ക്, സംസ്ഥാന തലത്തിൽ മണി ബില്ലുകൾക്ക് ഗവർണർ അംഗീകാരം നൽകുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 200 ആണ് കേട്ടോ. ആർട്ടിക്കിൾ 200 പ്രകാരമാണ് മണി ബില്ലുകൾക്ക് എന്ത് ചെയ്യുന്നത്? ഗവർണർ അംഗീകാരം നൽകുന്നത്. ഇനി നമുക്കറിയാം കുറെ പ്രശ്നങ്ങളും സംഭവങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. വൈസ് ചാൻസലർ യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞ് കുറെ വാർത്തകളൊക്കെ കുറച്ച് നാൾ മുമ്പ് വരെ ഭയങ്കര ഇതായിട്ട് നിൽക്കല്ലായിരുന്നോ? എന്താ സംഭവം എന്ന് വെച്ചാല് നമ്മുടെ സംസ്ഥാന തലത്തിലെ യൂണിവേഴ്സിറ്റികൾ ഉണ്ടല്ലോ, ഈ യൂണിവേഴ്സിറ്റികളില് ചാൻസലർ പദവി, ഓക്കെ, ചാൻസലർ വൈസ് ചാൻസലർ എന്നൊക്കെ പറയുന്ന പദവിയുണ്ട്. അതിൽ ഏറ്റവും ടോപ്പിലിരിക്കുന്ന പദവിയാണ് ചാൻസലർ. ഈ ചാൻസലർ ആരാണെന്ന് അറിയാമോ? ആ സംസ്ഥാനത്തെ ഗവർണർ ആയിരിക്കും. അത് നമ്മുടെ ഭരണഘടനയിൽ പറയുന്ന കാര്യമാണ്. യൂണിവേഴ്സിറ്റികളിലെ ചാൻസലർ എന്ന് പറയുന്നത് ആരായിരിക്കും? വൈസ് ചാൻസലർ അല്ല, ചാൻസലർ എന്ന് പറയുന്നത് ഗവർണർ ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ സംസ്ഥാനങ്ങളിലെ യൂണിവേഴ്സിറ്റികളുടെ ചാൻസലർ ആരാണ്? ഗവർണർ ആണ്. ഇനി അടുത്തൊരു കാര്യം, നമുക്കറിയാം ചില സംസ്ഥാനങ്ങളിൽ ഒരു 6ഓളം സംസ്ഥാനങ്ങൾ, ഏതൊക്കെയായിരുന്നു 6ഓളം സംസ്ഥാനങ്ങൾ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. തുമ്പാക്ക് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചില്ലേ? തുമ്പാക്ക്. ഓക്കെ, ഈ 6 സംസ്ഥാനങ്ങളിൽ, ഓക്കെ, ഏതൊക്കെയായിരുന്നു? തുമ്പാക്ക് ഓർമ്മയുണ്ടോ? ആ സംസ്ഥാനങ്ങൾ ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഞാൻ ഇനി വീണ്ടും പറഞ്ഞിരുന്നില്ല, 2-3 തവണ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അപ്പൊ ആ 6 സംസ്ഥാനങ്ങളിൽ എന്തുണ്ട്? നിയമ നിർമ്മാണ സഭാ കൗൺസിലുകളുണ്ട്. ഓക്കെ, അപ്പോ ഈ നിയമനിർമ്മാണ കൗൺസിലുകൾ ഉള്ള സംസ്ഥാനങ്ങളില് നമുക്കറിയാം ആക്ച്വലി ആ ഒരു കൗൺസിൽ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യസഭയ്ക്ക് ഏകദേശം ഒരേപോലെയാണ്. നമുക്കറിയാം രാജ്യസഭയിലേക്ക് പ്രസിഡന്റ് എന്ത് ചെയ്യാറുണ്ട്? 12 പേരെ നോമിനേറ്റ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ഈ കൗൺസിലുകൾ ഉള്ള സംസ്ഥാനങ്ങളുണ്ടല്ലോ, ആ കൗൺസിലുകളിലേക്ക് നമ്മുടെ ഗവർണർക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നു? അവിടത്തേക്ക് കുറച്ച് ആൾക്കാരെ നാമനിർദ്ദേശം ചെയ്ത് വിടാനായിട്ട് സാധിക്കും.
എത്ര ആൾക്കാരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആ കൗൺസിലിന്റെ മൊത്തം അംഗസംഖ്യയുടെ 1/6. ഓക്കെ, മൊത്തം അംഗസംഖ്യ ഏതാണോ അതില് 1/6 ആൾക്കാരെ ആര് നാമനിർദ്ദേശം ചെയ്യുന്നു? ഗവർണർ നാമനിർദ്ദേശം ചെയ്യുന്നു. മനസ്സിലായോ? അപ്പൊ ഓർത്ത് വെച്ചിരിക്കുക, നിയമനിർമ്മാണ കൗൺസിലുകളുണ്ട്. ഈ നിയമനിർമ്മാണ കൗൺസിലിലേക്ക് ഗവർണർക്ക് കുറച്ചുപേരെ നാമനിർദ്ദേശം ചെയ്ത് വിടാനായി സാധിക്കുന്നു. ആ നാമനിർദ്ദേശം ചെയ്ത് വിടുന്നവരുടെ എണ്ണം എന്ന് പറയുന്നത് 1/6. ആകെ അംഗസംഖ്യ ഓരോ കൗൺസിലുകളിലും അംഗസംഖ്യ ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ആ കൗൺസിലിലുള്ള അംഗസംഖ്യ മൊത്തത്തിൽ എത്രയാണോ, ആകെ അംഗസംഖ്യ എത്രയാണോ അതിൽ 1/6% എന്ത് ചെയ്യുന്നു? ആൾക്കാരെ നമ്മുടെ ഗവർണറാണ് എന്ത് ചെയ്യുന്നത്? നോമിനേറ്റ് ചെയ്യുന്നത് അഥവാ നാമനിർദ്ദേശം ചെയ്യുന്നത് എന്ന് ഓർത്ത് വെച്ചിരിക്കുക. മനസ്സിലായോ? ക്ലിയർ ആണോ? അങ്ങനെയെങ്കിൽ അടുത്തൊരു ചോദ്യം നോക്കിക്കേ. ഒരു സംസ്ഥാനത്തെ ഗവർണർ ആയതിനു ശേഷം പ്രസിഡന്റ് ആയ ആദ്യ വ്യക്തി ആരാണ്? ഒരു സംസ്ഥാനത്ത് ഗവർണറായി, ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യുന്നു? നമ്മുടെ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിട്ട് വരുന്നു. അതാരാണ്? APJ അബ്ദുൽ കലാം, നീലം സഞ്ജീവ റെഡ്ഡി, ഡോക്ടർ സക്കീർ ഹുസൈൻ, ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ആരെയാ പറയേണ്ടത്? ഡോക്ടർ സക്കീർ ഹുസൈൻ ആണ്. ഓക്കെ, അപ്പോ ഒരു സംസ്ഥാനത്തെ ഗവർണർ ആയതിനു ശേഷം പ്രസിഡന്റ് ആയ ആദ്യ വ്യക്തി ആരാണ്? APJ അബ്ദുൽ കലാം ആണോ, നീലം സഞ്ജീവ റെഡ്ഡി ആണോ, ഡോക്ടർ സക്കീർ ഹുസൈൻ ആണോ, ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണോ എന്നൊക്കെ ചോദിച്ചാൽ ഉത്തരം ഡോക്ടർ സക്കീർ ഹുസൈൻ ആണ് കേട്ടോ. സക്കീർ ഹുസൈൻ ആണ് എന്ത് ചെയ്യുന്നത്? ഒരു സംസ്ഥാനത്തെ ഗവർണർ. എവിടത്തെ ആയിരുന്നു അറിയാമോ? ആദ്യമേ ബീഹാറിലെ ഗവർണർ ആയിരുന്നു. അതിനുശേഷമാണ് 67 നമ്മുടെ പ്രസിഡന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നോക്കിയാലോ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണർ ആരാണ്? കേരളത്തിന്റെ കേസല്ല ചോദിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണർ ആരായിരുന്നു? സരോജിനി നായിഡു ആണ്. എവിടത്തെയാണ്? ഉത്തർപ്രദേശിലെ ഗവർണർ ആയിരുന്നു. എവിടുത്തെ ഗവർണർ ആയിരുന്നു? ഉത്തർപ്രദേശിലെ ഗവർണർ ആയിരുന്നു. ഇനി ഗവർണർ പദവിയിൽ നിന്നും രാജിവെച്ച ആദ്യത്തെ വ്യക്തി ആരെന്ന് ചോദിച്ചാലും ഉത്തരം എന്താണ്? സരോജിനി നായിഡു ആണ്. മനസ്സിലായോ? അപ്പോ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണർ സരോജിനി നായിഡു ആണ്. ആദ്യമായിട്ട് രാജിവെച്ച ഗവർണർ ചോദിച്ചാലും സരോജിനി നായിഡു ആണ്. ഇനി കേരളത്തിലെ ആദ്യ ഗവർണർ PSC എപ്പോഴും ചോദിക്കുന്നതാണ്. കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ബി രാമകൃഷ്ണ റാവു ആണ്. ആരാണ്? ബി രാമകൃഷ്ണ റാവു ആണ് കേരളത്തിലെ ആദ്യത്തെ ഗവർണർ. ഓക്കെ, മറന്നുപോകലും. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണർ ചോദിച്ചാലാണ് സരോജിനി നായിഡു. കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ചോദിച്ചാൽ ബി രാമകൃഷ്ണ റാവു ആണ്. ഇനി കേരള സംസ്ഥാനം നിലവിൽ വന്നപ്പോൾ ആക്ടിംഗ് ഗവർണർ ആയിരുന്ന വ്യക്തി ആരാണ്? കേരളം നിലവിൽ വരുന്ന സമയത്ത് ആക്ടിംഗ് ഗവർണർ ആയിട്ടിരുന്ന വ്യക്തിയാണ് PS റാവു. ഇത് രാമകൃഷ്ണ റാവു ആണ്, ആദ്യത്തെ ഗവർണർ ആണ്. എന്നാൽ ഇവിടെ ചോദിച്ചത് അതിനു മുമ്പായിട്ട് ആക്ടിംഗ് ഗവർണർ ആരായിരുന്നു എന്നാണ്. ആക്ടിംഗ് ഗവർണർ ആരാണ്? PS റാവു ആണ്. ആരാണ്? PS റാവു. ഇനി കേരളത്തിന്റെ രണ്ടാമത്തെ ഗവർണർ ആരായിരുന്നു? കേരളത്തിന്റെ രണ്ടാമത്തെ ഗവർണർ നമ്മുടെ VV ഗിരിയാണ്. ആരാണ്? VV ഗിരിയാണ്. കേരള ഗവർണർ ആയ ശേഷം നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രപതിയായ വ്യക്തിയാണ് VV ഗിരി. ഇത് എപ്പോഴും ചോദിക്കാറുണ്ട്. എപ്പോഴും ഒരു 3-4 തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കേരള ഗവർണർ ആയ ശേഷം ഇന്ത്യൻ രാഷ്ട്രപതിയായ വ്യക്തി ആരാണ്? VV ഗിരിയാണ്. ഇനി കേരള ഗവർണർ സ്ഥാനം വഹിച്ച ഏക മലയാളി ആരാടാ? അത് V വിശ്വനാഥനാണ്. ആരാണ്? വിശ്വനാഥനാണ്. കേരള ഗവർണർ സ്ഥാനം വഹിച്ച ഏക മലയാളി ആരെന്ന് ചോദിച്ചാൽ V വിശ്വനാഥനാണ്. ഇനി കേരള ഗവർണറായ ആദ്യ വനിത, നമ്മൾ നേരത്തെ ഇന്ത്യൻ ഗവർണറായ ആദ്യ വനിതയെ പഠിച്ചത്. ഇപ്പോൾ ഇവിടെ പഠിക്കുന്നത് കേരള ഗവർണറായ ആദ്യ വനിത ആരെന്നാണ്? അത് ജ്യോതി വെങ്കിടാചലം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ജ്യോതി വെങ്കിടാചലമാണ് കേരള ഗവർണറായ ആദ്യ വനിത എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി കേരള ഗവർണർ പദവിയിൽ എത്തിയ വനിതകൾ 3 പേരാണ് ഇതുവരെ കേരളത്തില് ഗവർണർ സ്ഥാനത്ത് വന്നിട്ടുള്ള വനിതകൾ. ആരൊക്കെയാണ്? ഒന്ന് ജ്യോതി വെങ്കിടാചലം, ആദ്യത്തെ ഗവർണർ, വനിതാ ഗവർണർ. രണ്ടാമത്തത് രാം ദുലാരി സിൻഹയാണ്. ആരാണ്? രാം ദുലാരി സിൻഹ. മൂന്നാമത്തത് ഷീല ദീക്ഷിത് ആണ്. ആരാണ്? ഷീല ദീക്ഷിത്. അപ്പൊ താഴെ കൊടുത്തിരിക്കുന്നവയിൽ കേരളത്തിലെ ഗവർണർ ആയിട്ടില്ലാത്ത വനിത ആരെന്ന് ചോദിച്ചിട്ട് ഇവരുടെ മൂന്ന് പേരുടെ പേരും ഇവരുടെ അല്ലാത്ത മറ്റൊരാളുടെ പേരും ചോദിക്കാം. അതുകൊണ്ട് ശ്രദ്ധിച്ച് പഠിച്ചു വെച്ചിരിക്കുക.
കേരള ഗവർണർ പദവിയിൽ എത്തിയ വനിതകൾ ആരൊക്കെയെന്ന് ചോദിച്ചാൽ 3 പേര്. അതിൽ ആദ്യത്തത് ജ്യോതി, ഓക്കെ, ജ്യോതി വെങ്കിടാചലം. രണ്ടാമത്തത് രാം ദുലാരി സിൻഹ. ആരാണ്? രാം ദുലാരി സിൻഹ. മൂന്നാമത്തത് ആരാണ്? ഷീല ദീക്ഷിത് ആണ്. ആരാണ്? ഷീല ദീക്ഷിത് ആണ്. ഇനി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പദവി വഹിച്ച ശേഷം കേരള ഗവർണറായ വ്യക്തി ആരാണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ സ്ഥാനത്തിരുന്നു, അതിനുശേഷം കേരളത്തിലെ ഗവർണറായിട്ട് വന്നു. ആരാണ് ആ വ്യക്തി? അത് പി സദാശിവമാണ്. ആരാണ്? പി സദാശിവം. നിലവിലെ കേരള ഗവർണർ നമുക്കറിയാം ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആണ്. ആരാണ്? ഓക്കെ, ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആണ്. ഓക്കെ, അപ്പൊ അത് ഓർത്ത് വെച്ചിരിക്കുക. അപ്പൊ നമ്മൾ ഗവർണറുമായി റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ഫാക്ട്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ശ്രദ്ധിച്ച് പഠിക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണറാണ് സരോജിനി നായിഡു. ഗവർണർ പദവിയിൽ നിന്നും രാജിവെച്ച ആദ്യ വ്യക്തിയാണ് സരോജിനി നായിഡു. കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ബി രാമകൃഷ്ണ റാവു ആണ്. കേരളത്തിലെ ആദ്യത്തെ ആക്ടിംഗ് ഗവർണർ എന്ന് പറയുന്നത് PS റാവു ആണ്. ഇനി കേരളത്തിലെ രണ്ടാമത്തെ ഗവർണർ ആരാണ്? VV ഗിരിയാണ്. കേരള ഗവർണർ ആയ ശേഷം ഇന്ത്യയുടെ രാഷ്ട്രപതിയായ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ VV ഗിരിയാണ്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. നമ്മളടുത്ത ചോദ്യം, നമ്മളെ ക്വസ്റ്റ്യൻ എന്തായിരുന്നടാ? ഒരു സംസ്ഥാനത്തെ ഗവർണർ ആയതിനു ശേഷം പ്രസിഡന്റ് ആയ ആദ്യ വ്യക്തി. അങ്ങനെ ചോദിച്ചാൽ VV ഗിരിയുടെ പേര് നമ്മുടെ മനസ്സിൽ വരും. പക്ഷെ അവിടെ നമ്മൾ ഒരു സംസ്ഥാനത്തെ എന്നല്ല, കേരളത്തിലെ എന്ന് ചോദിച്ചാൽ മാത്രമേ നമ്മൾ അങ്ങനെ പറയാവുള്ളൂ. ഇവിടെ ഒരു സംസ്ഥാനത്തെ ഗവർണർ ആയതിനു ശേഷം പ്രസിഡന്റ് ആയത് ചോദിച്ചാലാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ. അപ്പൊ ആ ഒരു ചോദ്യം മാറിപ്പോവല്ലേ? ഇവിടെ എന്താണ്? കേരള ഗവർണർ, ഓക്കെ, വെറും ഗവർണർ അല്ല, കേരള ഗവർണർ സ്ഥാനം വഹിച്ച ശേഷം എന്താണ് ഇന്ത്യൻ രാഷ്ട്രപതിയായ വ്യക്തി ആരെന്ന് ചോദിച്ചാലാണ് ആരുടെ പേര് പറയേണ്ടത്? VV ഗിരിയുടെ പേര് പറയേണ്ടത്. കേരള ഗവർണർ സ്ഥാനം വഹിച്ച ഏക മലയാളി ആരാണ്? അത് V വിശ്വനാഥനാണ്. കേരള ഗവർണറായ ആദ്യ വനിത ജ്യോതി വെങ്കടാചലം. ഇതുവരെ 3 പേരാണ് കേരള ഗവർണറായ വനിതകള്: ജ്യോതി വെങ്കിടാചലം, രാം ദുലാരി സിൻഹ, ഷീല ദീക്ഷിത്. ഇനി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയതിനു ശേഷം കേരള ഗവർണറായ വ്യക്തിയാണ് P സദാശിവം. നിലവിലെ കേരള ഗവർണർ എന്ന് പറയുന്നത് അർലേക്കർ ആണ്, ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആണ്. ഓക്കെ, ഇനി അങ്ങനെയെങ്കിൽ അടുത്തൊരു ചോദ്യം നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് അബൌട്ട് ദ ടെർമിനേഷൻ ഓഫ് ഗവർണർ ഓഫ് ദ സ്റ്റേറ്റ് ബിഫോർ ഹിസ് ഡ്യൂ ടേം? ഓക്കെ, അയാളുടെ കാലാവധി കഴിയുന്നതിന് മുമ്പ് ഒരു ഗവർണറെ സ്ഥാനത്ത് നിന്നും മാറ്റാൻ പറ്റുന്ന ആ സിറ്റുവേഷൻസ് എന്തൊക്കെയാണ്, ആ സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണെന്ന് കറക്റ്റ് ആയിട്ടുള്ളതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്ന്, ഡിസ്മിസൽ ബൈ ദ പ്രസിഡന്റ്, പ്രസിഡന്റിനെ പുറത്താക്കാമെന്ന് പറയുന്നു. 2, രാജിക്കത്ത് നൽകി പുറത്താക്കാമെന്ന് പറയുന്നു. 3, ഇംപീച്ച്മെന്റിലൂടെ പുറത്താക്കാമെന്ന് പറയുന്നു. 4, കോർട്ട് ഓർഡർ വഴി പുറത്താക്കാമെന്ന് പറയുന്നു. ആസ് പെർ നമ്മുടെ ഭരണഘടന പ്രകാരമുള്ള ആൻസർ വേണം നിങ്ങൾ പറയാനായിട്ട്. ഇതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണ്? നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. ഓൾ ഓഫ് ദ എബവ് ആണോ അതോ ഇത് വല്ലോ ആണോ എന്നൊക്കെ ഉള്ളത് കണ്ടുപിടിച്ച് നോക്കിക്കേ. ശ്രദ്ധിക്കുക, ടെർമിനേഷൻ ആണ് ഗവർണറെ പുറത്താക്കാനുള്ള പ്രൊസീജിയേഴ്സ്. ആൻസർ വരുന്നത് only 1 and 2 ആണ്. ഒന്നെങ്കിൽ രാഷ്ട്രപതിക്ക് എന്ത് ചെയ്യാം? പിരിച്ചുവിടാം, അല്ലെങ്കിൽ ആ ഗവർണർ രാജിവെച്ച് പുറത്തു പോകണം. ഈ 2 സാഹചര്യങ്ങളിൽ മാത്രമേ ഗവർണർക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ? അവരുടെ കാലാവധി കഴിയുന്നതിന് മുമ്പായിട്ട് ആ സ്ഥാനം വെടിയാനായിട്ട് സാധിക്കുകയുള്ളൂ. മനസ്സിലായോ? ഞാൻ പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? അപ്പൊ അത് ഓർത്ത് വെച്ചിരിക്കുക. ഗവർണർ ആ ഒരു പൊസിഷനിൽ നിന്ന് മാറണമെങ്കിൽ ഒന്നെങ്കിൽ പ്രസിഡന്റ് പുറത്താക്കണം, അല്ലെങ്കിൽ പ്രസിഡന്റ് വിളിച്ച് പുറത്താക്കുക, അല്ലെങ്കിൽ രാജിക്കത്ത് നൽകി പുറത്തു പോവുക. അതാണ് പറയുന്നത്. നമുക്കറിയാം ഗവർണറുടെ കാലാവധിയെ പറ്റി പ്രതിപാദിക്കുന്നത് 156-ാമത്തെ ആർട്ടിക്കിളിലാണ്. 5 വർഷമാണ് കാലാവധി. എന്നാൽ 5 വർഷം കാലാവധിയെങ്കിലും രാഷ്ട്രപതിയുടെ താല്പര്യത്തിന് വിധേയമായാണ് ഗവർണറുടെ കാലാവധി. അതായത് എപ്പോൾ വേണമെങ്കിലും രാഷ്ട്രപതിക്ക് എന്ത് ചെയ്യാം? രാജിക്കത്ത് സമർപ്പിച്ച് രാജിവെക്കാം. ഓക്കെ, എപ്പോൾ വേണമെങ്കിലും രാഷ്ട്രപതിക്കല്ല, നമ്മുടെ ഗവർണർക്ക്, ഓക്കെ, ഗവർണർക്ക് രാജിക്കത്ത് നൽകി രാജിവെക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഓർത്ത് വെച്ചിരിക്കുക, 5 വർഷമാണ് കാലാവധിയെങ്കിലും രാഷ്ട്രപതിയുടെ താല്പര്യമാണ്. സോ രാഷ്ട്രപതിയുടെ താല്പര്യം ഉള്ളിടത്തോളം കാലം ആ സ്ഥാനത്ത് ഇരിക്കാൻ സാധിക്കും. രാഷ്ട്രപതി പുറത്തിറങ്ങാൻ പറഞ്ഞാൽ പുറത്തിറങ്ങേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ എപ്പോൾ
വേണമെങ്കിലും ഗവർണർക്ക് രാജിക്കത്ത് സമർപ്പിച്ച് രാജിവെക്കാം എന്നുള്ള ഒരു കാര്യം ഓർത്ത് വെച്ചിരിക്കുക. പിന്നെ ഇദ്ദേഹത്തിന് കിട്ടുന്ന അഡീഷണൽ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഈ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന സമയത്ത് ഈ വ്യക്തിക്കെതിരായിട്ട് ക്രിമിനൽ നടപടികളൊന്നും എടുക്കാൻ പാടില്ല, ആ ഗവർണറെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്ത് ചെയ്യാം, ഗവർണർ എന്തെങ്കിലും ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു 2 മാസം മുമ്പായിട്ട് നോട്ടീസ് നൽകിയ ശേഷം ആ വ്യക്തിക്കെതിരെ അല്ലെങ്കിൽ നമ്മുടെ ഗവർണർക്കെതിരെ സിവിൽ നടപടി സ്വീകരിക്കാൻ പറ്റും. അത് മാത്രമേ പ്രൊവിഷൻ ഉള്ളൂ, അല്ലാതെ ക്രിമിനൽ പ്രൊസീജിയേഴ്സോ അല്ലെങ്കിൽ എന്ത് ചെയ്യാനും പാടില്ല, ജയിലിൽ അടയ്ക്കാനുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? അപ്പൊ ചുമതലയിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ ക്രിമിനൽ നടപടികൾ എടുക്കാനോ അറസ്റ്റ് ചെയ്യാനോ ജയിലിൽ അടയ്ക്കാനോ എന്നിവയ്ക്കൊന്നും പറ്റത്തില്ല. ഗവർണർ ഭരണഘടനാ വിരുദ്ധ പ്രവർത്തികൾക്കെതിരെ 2 മാസം മുമ്പെങ്കിലും, എത്ര മാസം മുമ്പാണ്? 2 മാസം മുമ്പെങ്കിലും നോട്ടീസ് നൽകി എന്ത് ചെയ്യാം, സിവിൽ നടപടികൾ സ്വീകരിക്കാനേ സാധിക്കുകയുള്ളൂ. ഇനിയും ഗവർണറുടെ പുറത്താക്കലുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല. ഇനി നോക്കൂ, രാഷ്ട്രപതിക്ക് ഒരു ഗവർണറെ ഒരു സംസ്ഥാനത്ത് നിയമിച്ച കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് അവശേഷിക്കുന്ന കാലാവധി മറ്റൊരു സംസ്ഥാനത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. കണ്ടോ, അത് വ്യത്യസ്തമായിട്ടുള്ളൊരു പ്രൊവിഷനാണ്. അതായത് ഇപ്പൊ കേരളത്തിലെ ഗവർണറായിട്ട് ഒരു 3 വർഷം ഇരുന്നിരിക്കട്ടെ, 2 വർഷം കൂടെ ഉണ്ടല്ലോ. അപ്പൊ 2 വർഷത്തേക്ക് എന്ത് ചെയ്യാം, അപ്പുറത്തെ തമിഴ്നാട്ടിലെ ഗവർണറായിട്ട് കൂടി ആ വ്യക്തിക്ക് അങ്ങോട്ട് ട്രാൻസ്ഫർ കൊടുക്കാം. ബാക്കി 2 വർഷം അവിടെ പോയിട്ട് അവിടുത്തെ ഗവർണർ സ്ഥാനം വഹിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് രാഷ്ട്രപതിക്ക് അങ്ങനെ ഒരു ട്രാൻസ്ഫർ കൊടുക്കാനുള്ള അധികാരമുണ്ട്. അത് മാത്രമല്ല ഗവർണറെ പുനർനിയമിക്കാനുള്ള അധികാരം കൂടി ഉണ്ട്. അതായത് ഗവർണർ പുനർനിയമനത്തിന് അർഹനാണ്. 5 വർഷം കാലാവധി കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യാം, അടുത്തൊരു 5 വർഷത്തേക്ക് ഇരിക്കുന്നതിന് പ്രശ്നമില്ല. ഓക്കെ, അപ്പൊ പുനർനിയമനം ഉണ്ട് എന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. അപ്പൊ ഗവർണർ എന്നുള്ള ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ കണ്ടു. അപ്പൊ അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആർട്ടിക്കിൾസ് പഠിക്കുക, അതുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ പഠിക്കുക എന്നതാണ്. സോ ഈ ഒരു ക്ലാസ്സിലൂടെ തന്നെ ഓൾമോസ്റ്റ് നമ്മൾ ആ ടോപ്പിക്ക് കൂടി ഒന്ന് കവർ ചെയ്തിട്ടുണ്ട്. പ്ലസ് നിങ്ങൾ ആ PYQs കൂടി നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു റിവിഷനുമായി ഒപ്പം തന്നെ ടോപ്പിക്ക് പഠിക്കാനുമായി എന്ന് കരുതുന്നു. അപ്പോൾ ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. മാത്രമല്ല ഈ ഒരു ക്വസ്റ്റ്യൻ പ്രാക്ടീസിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ള കാര്യം കൂടി കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്